ഹായ് ഫ്രണ്ട്സ്, +1 ബോർഡ് എക്സാമിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്കരികിലേക്ക് ഞാൻ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ, ബൈനോമിയൽ തിയറം, കോംപ്ലക്സ് നമ്പേഴ്സ് എന്നീ 3 ചാപ്റ്ററുകളായിട്ടാണ് കടന്നു വരുന്നത്. സോ നിങ്ങൾ ബോർഡ് എക്സാമിന് വേണ്ടി തയ്യാറായതാണെന്ന് എനിക്കറിയാം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നേരെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷനാണ്. ഓക്കെ, അതിൽ കുറച്ച് ഭാഗങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കേണ്ട കുറച്ച് ഭാഗങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറയാം. എന്നിട്ട് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. സോ അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ആണ്. നമ്മൾ കൗണ്ട് ചെയ്യാനുള്ള ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ. അതിൽ തന്നെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പോൾ നമുക്കൊരു ചെസ് ബോർഡിലെ നമ്പർ ഓഫ് സ്മോൾ സ്ക്വയേഴ്സ് ഒക്കെ അറിയാം. നമ്മൾ 8 × 8 64 മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കാറുണ്ട്. അതായത് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ഇവൻ്റ് m വേസിലും വേറൊരു ഇവൻ്റ് n വേസിലും നടക്കുകയാണെങ്കിൽ അത് രണ്ടും കൂടി ഒരുമിച്ച് നടക്കുന്നത് m × n വേസ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ക്ലാസ്സിൽ എന്താണ്, ഇൻ എ ക്ലാസ് ദർ ആർ 10 boys and 8 girls. The teacher wants to select a boy and a girl to represent the class in a function. In how many ways can the teacher make this selection? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ. ഇതിൽ നമുക്ക് ആ ക്ലാസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഒരു ബോയും ഒരു ഗേളും വേണം, അല്ലേ? രണ്ടാൾ വേണം. അതൊന്ന് ഒരു ബോയും ആയിരിക്കണം, മറ്റേതൊരു ഗേളും ആയിരിക്കണം. രണ്ടും നടക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്കിവിടെ ബോയ്സിനെ നമുക്ക് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 10 ways, അല്ലേ? ബോയ്സിനെ നമുക്ക് 10 ways. അതിൽ ഒരു ബോയിനെ നമുക്ക് 10 way തിരഞ്ഞെടുക്കാൻ പറ്റും. അതേപോലെ ഗേൾസിൽ നമുക്ക് ഒരു ഗേളിന് നമുക്ക് 8 ways നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ബോയ് ആൻഡ് ഗേൾ, അല്ലേ? ഒരു ബോയ് വേണം, എ ബോയ് ആൻഡ് എ ഗേൾ, അല്ലേ? ഒരു ബോയും വേണം, ഒരു ഗേളും വേണം എന്ന് പറയുന്നത് എന്താ? 10 × 8 ദാറ്റ്സ് ഈക്വൽ ടു 80 ways വരും. 80 ways ഇതാണ്, അല്ലേ? ഇപ്പോൾ ഇത് 2 എണ്ണമായിട്ടുള്ള 3 എണ്ണമാണെങ്കിൽ നമ്മൾ M N ഇനിയിപ്പോൾ ABC 3 വേയിലാണെങ്കിൽ A × B × C ചെയ്യണം. ആ 3 ഒരുമിച്ച് നടക്കുന്നത് നമുക്കറിയണമെങ്കിൽ. ഓക്കെ, സോ ഇവിടെ വേറൊന്ന് വരുന്നത് ഇപ്പോൾ ഐദർ ഓഫ് ദം ആയിരിക്കാം. ചിലപ്പോൾ നമുക്ക് ഒരു ബോയോ അല്ലെങ്കിൽ ഒരു ഗേളോ മതി. ഐദർ ഓഫ് ദം, ആ ഒരു കേസ് നമ്മൾ ആഡ് ചെയ്താൽ മതി. ഐദർ ഓഫ് ദം ആണ്. ഇത് ബോത്ത് ഓഫ് ദം എന്നാണ്, ഐദർ ഓഫ് ദം എന്നാണ് പറയുന്നത്. ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം 10 boysഉം 8 girlsഉം ക്ലാസ്സിൽ നമുക്ക് ക്ലാസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഒന്നിക്കലൊരു ബോയോ അല്ലെങ്കിൽ ഒരു ഗേളോ മതി. ഐദർ എ ബോയ് ഓർ എ ഗേൾ. സോ ആ കേസിൽ നമ്മൾ രണ്ടും കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സോ ഐദർ ഓഫ് ദം ആണെങ്കിൽ 10 + 8 = 18 ഇങ്ങനെയാണ് ഉണ്ടാവുക. സോ രണ്ടും വേണമെങ്കിൽ, അല്ലെങ്കിൽ ആ നിൽക്കുന്നെല്ലാം ഇപ്പം നമുക്ക് ഒരുപാട് വേസ് M N O P അങ്ങനെയൊക്കെ ഒരുപാട് വേസ് വരികയാണെങ്കിൽ ആ വേസ് എല്ലാം നമുക്ക് നടക്കണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഐദർ ഓഫ് ദം ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം. അതാണ് മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിളും അഡീഷൻ പ്രിൻസിപ്പിളും. ഓക്കെ, ഇനി നമ്മൾ ഫാക്ടോറിയൽ നൊട്ടേഷൻ, അല്ലേ? ഫാക്ടോറിയൽ അങ്ങനെ ഒരു സംഭവം ഈ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ പഠിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം കണ്ടിന്യൂസ് 1 × 2 × 3 × 4 × etc. n - 1 × n എന്ന് പറയുന്നതാണ് n ഫാക്ടോറിയൽ. ചിലപ്പോൾ അത് n ഫാക്ടോറിയൽ ഇങ്ങനെയും എഴുതാറുണ്ട് കേട്ടോ, n ഫാക്ടോറിയൽ. ഓക്കെ, സോ നമുക്ക് n ഫാക്ടോറിയൽ വേണമെങ്കിൽ എനിക്ക് n × n - 1 ഫാക്ടോറിയൽ എഴുതാം, അല്ലെങ്കിൽ n × n - 1 × n - 2 ഫാക്ടോറിയൽ എക്സെട്ര ഇങ്ങനെയൊക്കെ എഴുതാം. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. സോ 8 ഫാക്ടോറിയൽ വേണമെങ്കിൽ എനിക്ക് 8 × 7 ഫാക്ടോറിയൽ എന്നും എഴുതാൻ പറ്റും. ഓക്കെ, അത്ര പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഫാക്ടോറിയലിനെ ബേസ് ചെയ്തുകൊണ്ട് വരാം. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എല്ലാം 10 ഫാക്ടോറിയലിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ ഇങ്ങനെ ചെയ്യും. 1/8 ഫാക്ടോറിയൽ × 9 × 10. അങ്ങനെയാകുമ്പോൾ ഇത് എന്തായിട്ട് മാറും? 10 ഫാക്ടർ. സോ × 9 × 10 പ്ലസ് ഇവിടെ 1/9 ഫാക്ടോറിയൽ × 10 × 10 = x/10 ഫാക്ടർ. അപ്പോൾ എനിക്കിവിടെ കിട്ടുക 90 / 10 ഫാക്ടോറിയൽ പ്ലസ് 10 / 10 ഫാക്ടോറിയൽ = x/10 ഫാക്ടോറിയൽ. സോ 100 / 10 ഫാക്ടോറിയൽ = x/10 ഫാക്ടോറിയൽ. സോ വിച്ച് ഇംപ്ലൈസ് x = 100. സോ ഇത്രയും ക്വസ്റ്റ്യൻ 2 മാർക്കിന് ഉണ്ടാവും. എന്നാലും വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യണം. ഇതിപ്പം ഇങ്ങനെ തന്നെ വരണമെന്നില്ല. ചിലപ്പോൾ 1/6 ഫാക്ടോറിയൽ പ്ലസ് 1/7 ഫാക്ടോറിയൽ = x/8 ഫാക്ടോറിയൽ ആയിരിക്കും. അങ്ങനെ ആവാം, പല രീതിയിലും ആവാം. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പെർമ്യൂട്ടേഷൻ. പെർമ്യൂട്ടേഷൻസ് എന്ന് പറയും നമുക്കറിയാം അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പർ ഓഫ് തിങ്സ് ആണ്. ടേക്കിംഗ് സം ഓർ ഓൾ അറ്റ് എ ടൈം. നിങ്ങൾക്ക് അറിയുന്നതാണ്. സോ ഈ തിങ്സ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ്, ഈ നമുക്ക് തരുന്ന ഈ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് ചിലപ്പം അതിൽ ഒബ്ജക്ട്സ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആവും, അല്ലെങ്കിൽ നോട്ട് ഡിസ്റ്റിങ്ക്റ്റ് ഇങ്ങനെയാവും. ഇനി ഡിസ്റ്റിങ്ക്റ്റ് തന്നെ നമ്മളോട് ചിലപ്പോൾ ഒബ്ജക്റ്റിൽ റിപ്പീറ്റേഷൻ അലൗഡ് ഉണ്ടാവും, റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് ഉണ്ടാവും. സോ റിപ്പീറ്റേഷൻ അലൗഡ് ഉണ്ടാവും,
അതേപോലെ തന്നെ റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് ഉണ്ട്. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. നമുക്ക് തരുന്ന ഒബ്ജക്റ്റിനെ അറേഞ്ച് ചെയ്യാൻ നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാമെന്ന് നമ്മളോട് പറയും, ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റുകൾ, ഇപ്പോൾ ഞാനൊരു ഒബ്ജക്റ്റ് തരാം. ഇപ്പം നമ്മൾ ട്രയാങ്കിൾ, അതേപോലെ വേറെ ഞാൻ ഇങ്ങനെ എഴുതി റൂട്ട്, ഇങ്ങനെ എഴുതി വെച്ചു. ഇത് തരുന്ന ഒബ്ജക്റ്റിൽ നിങ്ങൾ ആലോചിക്കണം, ഇതിൽ ട്രയാങ്കിളിൽ 8 ഒബ്ജക്ട്സ് ഉണ്ട്. ആ 8ഉം ഡിഫറെൻ്റ് ആണ്, വേറെ വേറെയാണ്. പക്ഷേ ഇതിൽ 4 ഒബ്ജക്ട്സ് ഉണ്ട്, പക്ഷേ ആ 4ഉം വേറെ വേറെ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല, 2 ഉണ്ട് അല്ലേ. സോ തരുന്ന ഒബ്ജക്റ്റുകൾ എങ്ങനെ എന്നുള്ളത് ആദ്യം ആലോചിക്കുക. സോ ഒബ്ജക്റ്റ് ഡിസ്റ്റിങ്ക്റ്റും നോട്ട് ഡിസ്റ്റിങ്ക്റ്റും ഉണ്ട്. ഇനി നമ്മളോട് ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ടേക്കിംഗ് 4 at a time, 4 വെച്ച് അറേഞ്ച് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ഇങ്ങനെയാണ്. ഇപ്പോൾ 8p4 എന്ന് എടുക്കും. അതിൽ റിപ്പീറ്റേഷൻ എന്താണ്, നോട്ട് അലൗഡ് ആണെങ്കിൽ നമ്മൾ 8p4 എന്നാണ് എടുക്കേണ്ടത്, 8p4. ഓക്കെ, റിപ്പീറ്റേഷൻ അലൗഡ് ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് എന്താണ്, 8^4 ആണ്. റിപ്പീറ്റേഷൻ അലൗഡ് ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് 8^4. ഇനിയിപ്പോൾ ഇതിലുള്ള എല്ലാ ലെറ്റേഴ്സും നമുക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൽ 2 ഓൾഡ്. സോ ദിസ് ഈസ് നമുക്ക് വരുന്നത് എങ്ങനെയാണ്, 4 ഫാക്ടോറിയൽ ഡിവൈഡർ ബൈ 2 ഫാക്ടോറിയൽ. ഇതിലെ എല്ലാ ലെറ്റേഴ്സും നമുക്ക് എല്ലാം ഒരുമിച്ച് ടേക്കിംഗ് ടുഗദർ ആണ്. അത് നമുക്ക് എടുക്കാൻ പറ്റുന്നത് 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ആണ്. ഓക്കെ, സോ ഇതിൽ എന്താണ് റിപ്പീറ്റേഷൻ ശ്രദ്ധിക്കണം. റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് എന്ന് പറയുന്ന കേസ് നമ്മൾ NPR എന്നുള്ള ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. റിപ്പീറ്റേഷൻ അലൗഡ് എന്നുള്ള കേസ് നമ്മൾ N⁻r ആണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനത്തെ കേസ് നമ്മൾ ചിലപ്പോൾ അതൊക്കെ ഞാൻ റിസൾട്ടായിട്ട് നിങ്ങൾക്ക് പറയാം. ഇത് നമ്മൾ N ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഏതൊക്കെ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഏതൊക്കെ ഒബ്ജക്റ്റ് ആണോ കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത് അതിനെ നമ്മൾ അത്രയും ഫാക്ടോറിൽ വെച്ച് ഡിവൈഡ് ചെയ്ത് ഒഴിവാക്കേണ്ടി വരും. ഓക്കെ, സോ റിസൾട്ട് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് N ഡിസ്റ്റിങ്ക്റ്റ് തിങ്സ് ടേക്കിംഗ് R at a time, R ൻ്റെ വാല്യൂ 0 മുതൽ N വരെ പോകാം. ഓക്കെ, at a time when the repetition is not allowed is denoted by NPR എന്നാണ്. ചിലപ്പോൾ P ബ്രാക്കറ്റിൽ NR എന്നും എഴുതാറുണ്ട്. ഓക്കെ, സോ the total number of permutations of N distinct things taking R at a time when repetition is allowed is N⁻r ആണ്. ഓക്കെ, അതേപോലെ തന്നെ the number of permutations of N objects taking all together when P1 of them object are alike and P2 or alike of second kind അങ്ങനെ പോവുകയാണെങ്കിൽ ബാക്കിയുള്ള റെസ്റ്റ് ഇഫ് ഇനി ഉണ്ടെങ്കിൽ അത് ഡിഫറെൻ്റ്, ഇനി ഇല്ല എല്ലാം കൂടി ആഡ് ചെയ്ത് നമുക്ക് N കിട്ടുമെങ്കിൽ കുഴപ്പമില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല. സോ ദിറ്റ് ഈസ് N ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ P1 ഫാക്ടോറിയൽ ഉണ്ട്, P2 ഫാക്ടോറിയൽ ഉണ്ട്, എക്സെട്ര അതിൻ്റെ PR ഫാക്ടോറിയലാണ്. ഓക്കെ, അപ്പോൾ അതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നമ്മൾ കോമ്പിനേഷനിലേക്ക് ഇറക്കാം. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ മിസിസിപ്പിനെ എനിക്ക് ഇതിലെ എല്ലാം ടേക്കിംഗ് ടുഗദർ ആണെങ്കിൽ എനിക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം, ഇതിനെ മൊത്തം എത്ര രീതിയിൽ അറേഞ്ച് വെച്ചാൽ ഇവിടെ നമ്മൾ നോക്കേണ്ടത് S എന്ന് പറയുന്നത് 4 ടൈംസ് ഉണ്ട്, P എന്ന് പറയുന്നത് 2 ടൈംസ് ഉണ്ട്. ഓക്കെ, I എന്ന് പറയുന്നത് 3 ഉണ്ട്. റെഡിയാണല്ലോ അല്ലേ. M 1 ഉള്ളൂ, I എന്ന് പറയുന്നത് 1 2 3 I 2P and 4S. അങ്ങനെ ടോട്ടൽ 1 2 3 4 5 6 7 8 9 10. സോ 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ആണ് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പിംഗ് ഓർ സെലക്ഷൻ അല്ലേ, സെലക്ഷൻ ഓഫ് നമ്പർ ഓഫ് തിങ്സ് ടേക്കിംഗ് സം ഓർ ഓൾ അറ്റ് എ ടൈം. ഇപ്പോൾ N ഒബ്ജക്ട്സ് എന്ന് സെലക്ടിങ് R at a time ആണെങ്കിൽ നമ്മളതിനെ NCR എന്നാണ് ഡിനോട്ട് ചെയ്യുക, NCR. സോ ഇതിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇപ്പം ABCയിൽ ഞാൻ എനിക്കിതിനെ ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ് ഉണ്ട്. അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ABC എഴുതാം, ACB എഴുതാം, CAB എന്ന് എഴുതാം, CBA എന്ന് എഴുതാം അല്ലേ. പിന്നെ എനിക്ക് എഴുതാൻ പറ്റുന്നത് BAC എഴുതാം, BCA ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. പക്ഷേ ഇതൊക്കെ അറേഞ്ച്മെൻ്റ് ആണ്. ബട്ട് വൺ സെലക്ഷൻ ആണ്, അത് എന്ത് മാത്രമാണ്, ABC മാത്രമാണ്. ഓക്കെ, സോ അതായത് ഒബ്ജക്റ്റ് ഇൻ വിച്ച് ദേ ആർ ലിസ്റ്റഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എവിടെയാണ്, പെർമ്യൂട്ടേഷനിൽ. കോമ്പിനേഷനിൽ ഒബ്ജക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നത് ഈസ് നോട്ട് എ മാറ്റർ. അതാണ് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്. സോ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ പെർമ്യൂട്ടേഷൻ്റെ ഭാഗമാണോ കോമ്പിനേഷൻ്റെ ഭാഗമാണോ പറയും. കോമ്പിനേഷൻ അധികം സെലക്ഷൻ ചൂസ് അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ്. പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ അറേഞ്ച്മെൻ്റ് ആയിരിക്കും, ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്യുക ഏതെങ്കിലും വീഡിൽ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ നമ്പേഴ്സ് അങ്ങനെയൊക്കെ വരാം. ഓക്കെ, സോ ആ NCRൽ കുറച്ച് NCR എന്ന് പറഞ്ഞ ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കല്ലേ, അത് നിങ്ങൾ ഓർമ്മിക്കണം. NCR ഈസ് ഓൾവേസ് എ നാച്ചുറൽ നമ്പർ. NCRന് എനിക്ക് NCN-R എഴുതാം. അതായത് 8P5 ആണെങ്കിൽ 8C5 എന്ന് പറയുന്നത് ഈ സെയിം ആസ് 8C3ക്ക് സെയിം ആയിരിക്കും. ഓക്കെ, സോ ഈ റിസൾട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. NCR + NCR-1 is equal to N+1 CR. ഓക്കെ, സോ NC0 എന്ന് പറയുന്നത് 1 ആണ്. അതായത് സെലക്ടിങ് നത്തിങ് അറ്റ് എ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ
അതിനെ മൊത്തമായിട്ട് ലീവ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തമായിട്ട് ലീവ് ചെയ്യാന്നാൽ അതൊരു സെലക്ഷൻ ആയിരിക്കും അല്ലേ. നമ്മൾ ഏതെങ്കിലും ഒരു സംഭവത്തിൽ നിന്നല്ലേ അതിനെ ഒന്നും സെലക്ട് ചെയ്യാതെ ഒഴിവാക്കുന്നത്. അപ്പോൾ അതൊരു സെലക്ഷനായിട്ട് വരും. സോ NC0 എന്ന് പറയുന്നത് NCN എന്ന് പറയും. അപ്പം നമ്മൾ 10 പേരിൽ നിന്ന് 10 ആളെ സെലക്ട് ചെയ്യാൻ ഒറ്റ വേ ഉള്ളൂ. പക്ഷേ 10 പേരിൽ നിന്ന് 10 പേരെയും അറേഞ്ച് ചെയ്യാൻ നമുക്ക് 10 ഫാക്ടോറിയൽ വേസ് 10 വേസ് നമുക്ക് അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞാൽ 10 ഫാക്ടോറിയൽ വേസ് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം ഇനി ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. NCP = NC. അത് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാറുണ്ട് കേട്ടോ. NCP = NCQ ആണെങ്കിൽ either P = Q or P + Q = N. either P = Q or P + Q = N. ഇനി ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ പ്ലെയിൻ ദർ ആർ N പോയിൻറ്റ്സ് ഇൻ എ പ്ലെയിൻ. നോ 3 ആർ ഒറ്റയൊന്നും കൊളീനർ അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഒരു ലൈൻ സെഗ്മെൻറ്റ് എത്ര ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കാനുണ്ട്. അപ്പം നമുക്ക് ഒറ്റയൊന്നും കൊളീനർ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നോ 3 ആർ കൊളീനർ എന്ന് പറഞ്ഞാൽ ഈ 3 പോയിൻ്റ് ഒരു ലൈനിൽ വരരുത്, അത്രേ ഉള്ളൂ കേട്ടോ. നോ 3 ആർ കൊളീനർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കാന്ന് വെച്ചാൽ NC2 ലൈൻ സെഗ്മെൻറ്റ്. എത്ര ട്രയാങ്കിൾ ഉണ്ട്? NC3 ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൽ P ഓഫ് ദം, ഈ N പോയിൻറ്റ്സിൽ P ഓഫ് ദം കൊളീനർ ആണെങ്കിൽ ഈ PC2 ലൈൻസ് ഇവിടെ ഉണ്ടാവും. ഈ PC2 ലൈൻസ് നമുക്ക് ഒറ്റ ലൈനായിട്ടാണ് തോന്നുന്നത്. PC2 ലൈൻസ് നമുക്ക് ഒറ്റ ലൈനായിട്ട്, അല്ലെങ്കിൽ M ലൈൻസ് ഉണ്ട്, M ലൈൻസ് കൊളീനർ. അപ്പം ഈ MC2 പോയിൻറ്റ്സും നമുക്ക് MC2 ലൈൻ സെഗ്മെൻറ്റ് നമുക്ക് ഒറ്റ ലൈൻ സെഗ്മെൻ്റ് ആയിട്ടാണ് തോന്നുക. അങ്ങനെയാകുമ്പോൾ നമ്മളെ ടോട്ടൽ ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ NC2 - MC2 + 1 വേണ്ടി വരും. അതായത് ഇതൊരു ലൈനായിട്ട് തോന്നുള്ളൂ. സോ NC2 - MC2 + 1 വരും. ഓക്കെ, ആ കേസ് അപ്പോൾ ട്രയാങ്കിളാണ് NC3. ഇതിൽ M ലൈൻസ് കൊളീനർ ആണെങ്കിൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് വരുമ്പോൾ അത് നമുക്ക് എന്താ വരും? NC3 - MC3 വരും, +1 ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഒരു സർക്കിൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം കുറച്ച് പോയിൻറ്റ്സ് ഞാൻ പറയാനുണ്ട്. അതൊരു സർക്കിളാണെന്ന് വിചാരിച്ചോളൂ. ഈ സർക്കിളിൻ്റെ പോയിൻറ്റ്സ് ദർ ആർ N പോയിൻറ്റ്സ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ N പോയിൻറ്റ്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കാം, അല്ലെങ്കിൽ എത്ര ട്രയാങ്കിൾസ് വരയ്ക്കാം, എത്ര ക്വാഡ്രിലാറ്ററൽസ് വരയ്ക്കാം എന്നൊക്കെ ഉണ്ടാവും. സോ ലൈൻ സെഗ്മെൻറ്റ് ഇതിന് നമുക്ക് വേറൊരു പേര് കൂടി ഉണ്ട്. ഇതിന് നമ്മൾ ഇതിൻ്റെ കോഡെന്നും വിളിക്കും കേട്ടോ. കോഡ്. ഇപ്പോൾ ലൈൻ സെഗ്മെൻറ്റ് എന്ന് വിളിക്കും, കോഡെന്ന് വിളിക്കും, ശ്രദ്ധിക്കണം കേട്ടോ. എത്ര കോഡ് വരയ്ക്കാം? അപ്പം എത്ര കോഡ് വരയ്ക്കാൻ പറ്റും? NC2 കോഡ് വരും. എത്ര ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും? NC3 ട്രയാങ്കിൾസ് വരയ്ക്കും. ഓക്കെ, എത്ര ക്വാഡ്രിലാറ്ററൽസ് വരയ്ക്കാം? NC4 ആൻഡ് സോ ഓൺ. ഓക്കെ, സോ ആ ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് സ്ഥിരം ചോദിക്കാൻ. ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ 21 പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സർക്കിളിൻ്റെ മുകളിൽ 21 പോയിൻറ്റുകൾ ഉണ്ടെങ്കിൽ അവിടെ എത്ര ട്രയാങ്കിൾ വരയ്ക്കാം, എത്ര ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കാം, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, സോ അങ്ങനെ വന്നൊരു ക്വസ്റ്റ്യനാണ് ഇൻ ഹൗ മെനി കോഡ്സ് ക്യാൻ ബി ഡ്രോൺ ത്രൂ 21 പോയിൻറ്റ്സ് ഓൺ എ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ മുകളിൽ 21 പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് എത്ര കോഡ് വരയ്ക്കാം? സോ എത്രയാണ് വരിക? ഒരു കോഡ് വരയ്ക്കാൻ 2 പോയിൻ്റ് മതി. സോ ഇതെന്ത് വരും? 21C2 അല്ലേ, 21C2. ഇനി നിങ്ങൾക്കറിയാം ഈ 8C2 എന്ന് പറഞ്ഞാൽ നമുക്ക് 8 × 7 ÷ 1 × 2 എന്ന് എഴുതാം. 8C3 എന്ന് പറഞ്ഞാൽ 8 × 7 × 6 ÷ 1 × 2 × 3 എന്ന് എഴുതാം. അത് സ്ഥാനത്ത് 8P2 എന്ന് പറഞ്ഞാൽ അത് 8 × 7 ആണ്. 8P3 എന്ന് പറഞ്ഞാൽ അത് 8 × 7 × 6 ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പം NCR NPR ഇതിൻ്റെയൊക്കെ എന്താണ്? NPR എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം N ഫാക്ടോറിയൽ ഡിവൈഡഡ് N - R ഫാക്ടോറിയൽ. ദെൻ വാട്ട് ഈസ് NCR? NCR = N ഫാക്ടോറിയൽ ഡിവൈഡഡ് R ഫാക്ടോറിയൽ × N - R ഫാക്ടോറിയൽ. ഓക്കെ, ഇനി NPRും NCR തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതാണ് NPR = NCR × R ഫാക്ടോറിയൽ. NPR = NCR × R ഫാക്ടോറിയൽ. അത് ഓർമ്മിച്ച് വെക്കുക കേട്ടോ. ഇത്രയും റിസൾട്ടുകളൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ മെയിനായിട്ട് പോകുന്നത്. സോ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പഠിച്ചിരിക്കണം. ഓക്കെ, സോ NPR എന്താണ്, NCR എന്താണ്, NPRും NCR തമ്മിലുള്ള റിലേഷൻ, NP0 എന്ന് പറഞ്ഞാൽ എത്രയാണ്, NP1 അല്ലേ, NP0 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് 1 ആണ്, NP1 എന്ന് പറഞ്ഞാൽ എന്താ വരെ N ആണ്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഇങ്ങനത്തെ കുറേ റിസൾട്ടുകൾ പഠിച്ചു നോക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാൻ പറ്റും. ഓക്കെ, സോ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ തുടങ്ങുന്നത്. അതിൽ ഫസ്റ്റ് കൺസിഡർ ദ വേർഡ് അസാസിനേഷൻ. അസാസിനേഷനിൽ ഞാൻ പറഞ്ഞു ഏത് കിട്ടിയാൽ നമ്മൾ ആദ്യം ഒബ്ജക്റ്റ് എന്താണ് പ്രത്യേകത എന്നുള്ളതാണ്. ഇതിൽ ഒബ്ജക്റ്റ് ആർ നോട്ട് ഡിസ്റ്റിങ്ക്റ്റ് അല്ലേ. ഇവിടെ എസ്സുകളുണ്ട്, കുറേ എസ്സുകളുണ്ട്, കുറേ എസ് ഉണ്ട്, കുറേ ഐ ഉണ്ട്, കുറേ എൻ ഉണ്ട്. അപ്പം എന്താണ് ഒബ്ജക്ട്സ് ആർ നോട്ട് ഡിസ്റ്റിങ്ക്റ്റ്. പിന്നെ നമ്മളോട് ചോദിച്ചത് ഹൗ മെനി ഡിഫറെൻറ്റ് വേസ്
ക്യാൻ ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ബി അറേഞ്ച്ഡ്. ഈ ഇതിലെ ലെറ്റേഴ്സ് എത്ര രീതിയിൽ അറേഞ്ച്, 2 മാർക്കിനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്നുള്ളത് ആദ്യം പറയാം. പിന്നെ ചോദിച്ചത് ഹൗ മെനി ഓഫ് ദീസ് വേർഡ്സ് ഹാവ് ഓൾ വവൽസ് ടുഗദർ. എല്ലാ വവൽസും ഒരുമിച്ച് വരുന്ന എത്ര ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ വവൽസ് നമുക്ക് കണ്ടെത്തണം. ഓക്കെ, എ സെറ്റ് ഓഫ് പാരലൽ ലൈൻസ്, അത് വേറെ ഒന്ന്. എ സെറ്റ് ഓഫ് പാരലൽ ലൈൻസ് ആർ ഇന്റർസെക്റ്റഡ് ടു അനദർ സെറ്റ് ഓഫ് 3 പാരലൽ ലൈൻസ്. ദെൻ ദ നമ്പർ ഓഫ് പാരലോഗ്രംസ് ഓഫ് ഫോമഡീസ്, അത് കോമ്പിനേഷനായിട്ട് റിലേഷൻ ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ഓരോന്ന് നോക്കാം. ആദ്യം നമ്മളോട് പറഞ്ഞത് അസാസിനേഷനുള്ള വേർഡിനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യണം. സോ ദ വേർഡ് അസാസിനേഷൻ കണ്ടെയ്ൻസ് എത്ര ഉണ്ടോ? 1 2 3 4 5 6 7 8 9 10 11 12 13 ലെറ്റേഴ്സ്. 13 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ ഓഫ് വിച്ച്, അതിൽ നമുക്ക് എന്താ പറയാം, അതിലെത്ര എ ഉണ്ട്, എത്ര എസ് ഉണ്ട്, എത്ര ഐ ഉണ്ട്, എത്ര എൻ ഉണ്ട് നോക്കണം അല്ലേ. ഓഫ് വിച്ച് അതിൽ നമുക്ക് ഓരോന്ന് പറയാം. അതിൽ എത്ര എസ് ഉണ്ട്, 4R എസ് അല്ലേ. 4 എണ്ണം എന്താണ്, എസ്സുകളാണ്. 4R എസ്. പിന്നെ 3R എന്താണ്, എസ്. 3A ഉണ്ട്, ശരിയല്ലേ. പിന്നെ 2R ഐസ്, ഐ 2 എണ്ണം ഉണ്ട്. പിന്നെ ആൻഡ് 2R എൻസ് 2 തന്നെ ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ അടുത്തുള്ളത് ഒരു ഡിയും ഒരു ഓയുമാണ്. ഒരു ഡിയും ഒരു ഓ. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ദെർഫോർ റിക്വേർഡ് നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ് വരിക. 13 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണ് കാൽക്കുലേറ്ററിൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ചെയ്തു വെക്കാം, കുഴപ്പമൊന്നുമില്ല. ഇത് വലിയൊരു ആൻസറാണ്, അതുകൊണ്ട് ഞാനിവിടെ ചെയ്യുന്നില്ല എന്നാണ്. സോ ഓക്കെ, സോ 13 ഫാക്ടർ നമുക്ക് 4 ഫാക്ടറിൽ എഴുതാം. ഇതിനെങ്ങനെ എഴുതാം, 13 ഇൻറ്റു 12 ഇൻറ്റു 11 ഇൻറ്റു 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഒരു 4 ഫാക്ടോറിയൽ ഇവിടെ ഉണ്ട്. ദെൻ വാട്ട് ഈസ് 3 ഫാക്ടോറിയൽ, 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു 1 ഇൻറ്റു 2. അങ്ങനെ ചെയ്യാം. ഇവിടെ നമുക്ക് ആകെ ഈ 4 ഫാക്ടോറിയൽ ഇങ്ങനെ കട്ട് ചെയ്യാം. പിന്നെ നമുക്കിവിടെ 2 ഇൻറ്റു 2 4 ആണ്, 4 ഇൻറ്റു 3 12 ആണ്, 12 കട്ട് ചെയ്യാം. ഓക്കെ, സോ ഈ 2 വെച്ച് നമുക്ക് ഏതെങ്കിലും ഒരു നമ്പറും കട്ട് ചെയ്ത് കൊടുക്കാം. സോ 2 വെച്ചിട്ട് എനിക്ക് ഈ 5 ടൈംസ്. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങളിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ആൻസർ കിട്ടും. ആ ഒരു ജോലി ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഓക്കെ, സോ ഇവിടെ 2 മാർക്ക് ആയതുകൊണ്ട് നമ്മൾ ഇത്ര വരെ എഴുതിയാലും നമുക്ക് 2 മാർക്ക് കിട്ടും കേട്ടോ. സോ ഈ വലിയ നമ്പർ നമ്മൾ എഴുതണമെന്നും നിർബന്ധമൊന്നുമില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്, എന്താ നമ്മുടെ ആൻസർ, അതിതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞത് ഇതിൽ എന്താണ്, ഓൾ വവൽസ് ടുഗദർ ആണ്. ഓൾ വവൽസ് ടുഗദർ, എല്ലാ വവൽസും ഒരുമിച്ച് വരണം എന്നല്ലേ അർത്ഥം. എല്ലാ വവൽസും ഒരുമിച്ച് വരുന്ന നമ്മൾ എന്ത് ചെയ്യുക, അതിനെല്ലാം ഒരു ലെറ്റർ ആക്കി എടുത്തേക്കുക. സോ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ആ വവൽസ് ഏതൊക്കെയാണ്, നമ്മുടെ വവൽസ് ഏതൊക്കെ ഇതിൽ വവൽസ് വരുന്നത്, എ ഉണ്ട്, എഗെയിൻ ഒരു എ ഉണ്ട്, പിന്നെ ഒരു ഐ ഉണ്ട്, വീണ്ടും ഒരു ഐ ഉണ്ട്, പിന്നെ ഒരു ഒ ഉണ്ട്. ഇത്രയാണ്. സോ ഫസ്റ്റ് വി ടേക്ക് ദീസ് 6 വവൽസ് ആസ് 1 ലെറ്റർ. സോ എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് വി ടേക്ക് all vowels as 1 letter, ഒറ്റ ലെറ്റർ ആക്കുക. all vowels as 1 letter, എല്ലാ വവൽസും നമ്മൾ ഒറ്റ ലെറ്റർ ആക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നോക്കിക്കൊള്ളൂടെ, എ ഐ ഒ, ഇത് നമ്മൾ ഒറ്റ ലെറ്റർ ആക്കും. ബാക്കി ഇനി നമ്മൾ എടുത്തുള്ളത് എസ് ഉണ്ട്, എസ്, പിന്നെ എൻ ടി, ഇങ്ങനെയാണുള്ളത്. സോ ഇത് ടോട്ടൽ നമുക്ക് വരുന്നത്. Therefore നമുക്ക് പറയാം there are 1 2 3 4 5 6 7 8 ലെറ്റർ. Therefore there are 8 letters. അതിൽ 4 എസ് ഉണ്ട്, 2 എൻ ഉണ്ട് അല്ലേ. സോ നമുക്ക് ഈ 8 ലെറ്റർ അല്ലേ, they can be arranged in ഇത്രയാണ് 8 ഫാക്ടോറിയൽ ഡിവൈഡർ ബൈ 4 എസ് കൊണ്ട് 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ അല്ലേ. ഇനി നമ്മൾ പറയേണ്ടത് ദ വവൽസ് ഇറ്റ് സെൽഫ് അറേഞ്ച്ഡ് ഇൻ
വവൽസ് ഇറ്റ് സെൽഫ് അറേഞ്ച്ഡ് ഇൻ എത്ര വേസ് ആണോ? വവൽസ് ഇറ്റ് സെൽഫ് നമ്മൾ നോക്കേണ്ടത് 6 എണ്ണുള്ളത്. സോ 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ നമുക്ക് നോക്കുക 3 ഉണ്ട്. അപ്പോൾ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് ഇത് എല്ലാം നടക്കണം. ഏത് ഈ 8 ലെറ്റർ അല്ല ഉള്ളത്, മൊത്തമുള്ള എന്താണ് അസാസിനേഷൻ എന്നുള്ള വേർഡ് നമ്മളോട് എത്ര രീതിയിൽ ആ ലെറ്റേഴ്സ് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാമെന്ന് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമുക്ക് അതിൽ എന്ത് തന്നെ ആയിരിക്കണം, വവൽസ് എല്ലാം ഒരുമിച്ച് വരികയും വേണം, ആ എല്ലാ ലെറ്ററുകളും നമ്മളെടുത്ത് വേണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇത് രണ്ടും നടക്കണം. രണ്ടും നടക്കണമെങ്കിൽ ഈ 2 ചാൻസുകളും നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. രണ്ടും നടക്കേണ്ടതല്ലേ. സോ ദർഫോർ നമുക്ക് എന്ത് പറയാം, ദർഫോർ ദ റിക്വയർഡ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. കാരണം നമ്മൾ 8 ലെറ്ററിനും ഒരു ലെറ്ററിനെയും ഒരു ലെറ്ററായിട്ട് നമ്മൾ എടുക്കുമ്പോൾ സോറി 8 അല്ല 6 അല്ലേ വവൽസ്, 6 വവൽസ്. ആ 6 വവൽസ് നമ്മൾ ഒരു ലെറ്ററായിട്ട് എടുക്കും, മൊത്തം നമുക്ക് 8 എണ്ണം കിട്ടും. പക്ഷേ ആ 8 എണ്ണത്തിൽ ഈ 6 വവൽസ് പറഞ്ഞാൽ ഒറ്റ ലെറ്റർ. അങ്ങനെയാണ് 8 എണ്ണം വരുന്നത്. അങ്ങനെ അതിൽ 4 എസും 2 എന്നും ഉള്ളതിനെ കൊണ്ട് നമ്മൾ 8 ഫാക്ടോറിയൽ ഡിവൈഡർ ബൈ എന്ത് ചെയ്യുന്നത് 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ചെയ്യാൻ കാരണം. ഓക്കെ, അതിനുശേഷം വവൽസിന് അവിടെ നിന്നുകൊണ്ട് പല രീതിയിൽ നിൽക്കാൻ പറ്റും, അറേഞ്ച് ചെയ്യാൻ പറ്റും. സോ അതാണ് എത്ര 6 ഫാക്ടോറിയൽ ഡിവൈഡർ ബൈ എത്രയാണ് 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അപ്പോൾ ടോട്ടൽ വരുമ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇറ്റ് ഈസ് 8 ഫാക്ടോറിയലിന് എനിക്ക് വേണമെങ്കിൽ 8 ഇൻറ്റു 7 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഞാൻ അങ്ങനെ എഴുതിയല്ല. 4 ഫാക്ടോറിയൽ ഇസ് 24 ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇസ് 2 ഇൻറ്റു 6 ഫാക്ടോറിയൽ ഇസ് 720 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇസ് 6 ആൻഡ് 2 ഫാക്ടോറിയൽ ഇസ് 2. സോ ഇവിടെ 8, ഇവിടെ 3. സോ 6 ഇൻറ്റു 6 36. 36 ഇൻറ്റു 2 72. സോ 72 720 കട്ടാവും. സോ 10 വരും. അങ്ങനെ ആകുമ്പോൾ 7 ഫാക്ടോറിയൽ ഇൻറ്റു 10. 7 ഫാക്ടോറിയൽ ഇൻറ്റു 10 ആണ് കേട്ടോ. 7 ഫാക്ടോറിയൽ ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ അത് 5040 ഇൻറ്റു 10 50400 ഉണ്ടാവും. 50400. അപ്പോൾ അതിൽ കുറച്ച് വാല്യൂസ് പഠിച്ചു വെക്കണം. 8 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 40320 ആണ്. 7 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5040 ആണ്. 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 720 ആണ്. ഓക്കെ, 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 120 ആണ്. 4 ഫാക്ടോറിയൽ എന്ന് പറയാൻ 24, 3 ഫാക്ടോറിയൽ 6 ആണ്. അങ്ങനെ കുറച്ച് വാല്യൂസ് പഠിച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ 50400 ആണ്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എന്താണ് എ സെറ്റ് ഓഫ് പാരലൽ ലൈൻസ്, അതിൽ തന്നെ ഉള്ളതാണ്, അതുകൊണ്ടാണ് ഹെഡിങ് അങ്ങനെ വരുന്നത്. എ സെറ്റ് ഓഫ് പാരലൽ ലൈൻസ് ആർ ഇൻ്റർസെക്റ്റഡ് വിത്ത് അനദർ സെറ്റ് ഓഫ് 3 പാരലൽ ലൈൻസ്. എ സെറ്റ് ഓഫ് ലൈൻസ്, ആ സെറ്റ് ഓഫ് ലൈൻസിൽ എത്ര സെറ്റാണ് നമ്മളോട് പറഞ്ഞത്? എ സെറ്റ് ഓഫ് 4 പാരലൽ ലൈൻസ് ആയിക്കോട്ടെ. എ സെറ്റ് ഓഫ് 4 or 3 എത്ര വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഞാൻ ജസ്റ്റ് 4 കൊടുത്തു. എ സെറ്റ് ഓഫ് 4 പാരലൽ ലൈൻസ് ആർ ഇൻ്റർസെക്റ്റഡ് വിത്ത് അനദർ സെറ്റ് ഓഫ് 3 പാരലൽ ലൈൻസ്. അങ്ങനെയൊക്കെ ഞാൻ ജസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് 2ഉം 3 ആകാൻ ഏത് നമ്പറും കൊടുക്കാം. ഞാൻ ജസ്റ്റ് അങ്ങനെ കൊടുത്തുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ നമ്പർ ഓഫ് പാരലോഗ്രാംസ് ഓഫ് ഫോംഡ് ആണ്. സോ ഞാനൊരു സെറ്റ് പാരലൽ ലൈൻസ് 4 എണ്ണം, ഒരു സെറ്റിൽ 4 എണ്ണം കേട്ടോ. ഇത് അനദർ 3 ആണ്, 3 ലൈൻസ് ഇതുമായിട്ട് ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എത്ര പാരലോഗ്രാം ഫോം ചെയ്തു എന്ന്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, നമുക്കിവിടെ ഇത്ര ഈ ഒരു രീതിയിൽ വരുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഇങ്ങനെയാണ്. നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 2 ലൈൻസ്. എവിടുന്ന്? സെറ്റ് 1. സെറ്റ് 1ൽ 4 എണ്ണങ്ങൾ, 4 ലൈൻസ് ഉണ്ട് അല്ലേ. അതുപോലെ നമുക്ക് ഇത് വേണം, നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 2 ലൈൻസ്. എവിടുന്ന്? സെറ്റ് 2. ഇത് രണ്ടും നമുക്കറിയാം. അപ്പോൾ സെറ്റ് 1ന്ന് 2 ലൈൻസ് സെലക്ട് ചെയ്യാനുള്ളതും സെറ്റ് 2ന്ന് 2 ലൈൻ സെലക്ട് ചെയ്യാനുള്ള ടോട്ടൽ നമ്പർ ഓഫ് വേസ് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ടോട്ടൽ നമ്പർ ഓഫ് പാരലോഗ്രാംസ് ആണ്. അങ്ങനെയാണെങ്കിൽ റിക്വയർഡ് നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് സെറ്റ് 1ൽ സെറ്റ് 1 കണ്ടെയ്ൻസ് എത്രയാണ്? 4 ലൈൻസ് അല്ലേ. സെറ്റ് 2 കണ്ടെയ്ൻസ് 3 ലൈൻസ്. കാരണം നിങ്ങളൊന്നും നോക്കണ്ട, ടോട്ടൽ നമ്പർ ഓഫ് പാരലോഗ്രാംസ് ഓഫ് ഫോംഡ് എന്ന് പറയുന്നത്
ഇത് 1 മാർക്കിൻ്റെ ആണ്, ഇത്ര ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് പെട്ടെന്നൊന്നും അങ്ങനെ പറഞ്ഞുകൊണ്ടും അങ്ങനെ പറഞ്ഞെന്നുള്ളൂ. ഇത് ആൻസർ ഇത്രയേ വരുന്നുള്ളൂ. 3 ആകുമ്പം 4c2 ഇൻറ്റു 3c2. 4c2 എന്ന് പറയുന്നത് എത്രയാണ്? 4 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3c2 പറഞ്ഞാൽ 3 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2. ഓക്കെ, സോ ഇറ്റ് ഈസ് 6 ഇൻറ്റു അല്ലേ, ഇത് 3 2 കട്ടാവും. ഇതിവിടെ 6 ഇൻറ്റു 3 18 ഉണ്ടാവും. 18 പാരലോഗ്രംസ് ഉണ്ടാവും. 18. അപ്പം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. എം ലൈൻസ് ഒരു വേസിൽ എം ലൈൻസ്, ഇത് 2 എം ലൈൻസ്, ഇങ്ങനെ എൻ ലൈൻസ് ഒരു സെറ്റ് എൻ ലൈൻസ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പാരലോഗ്രംസ് എന്ന് പറയുന്നത് എത്രയാണ് വരിക? MC2 ഇൻറ്റു NC2 ആണ് കേട്ടോ. MC2 ഇൻറ്റു NC2. ഇനി ചിലപ്പോൾ നമ്മളോട് ചിലപ്പോൾ ടോട്ടൽ റെക്റ്റാങ്കിൾസ് ഫോംഡ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ നമുക്ക് പാരലോഗ്രത്തെ ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ പാരലോഗ്രം ചിലപ്പോൾ റെക്റ്റാങ്കിൾ എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ബുദ്ധിമുട്ടരുത്, എല്ലാം അത് തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെ ആയിരിക്കും. അങ്ങനെ കൊടുത്ത് ടോട്ടൽ നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ പാരലോഗ്രം ചോദിക്കുക. ഇതൊക്കെ ആൻസർ വരുന്നത് ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, സോ MC2 ഇൻറ്റു NC2. ക്ലിയർ? ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് 8 ലെറ്റേഴ്സ് അറേഞ്ച്മെൻറ്റ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ഫ്രം ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഡോട്ടർ. ഡോട്ടർ എന്നുള്ള വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിൽ ഒബ്ജക്ട്സ് ആർ ഡിസ്റ്റിങ്ക്റ്റ്, വേറെ വേറെയാണ്. ഓക്കെ, സോ ദാറ്റ് ഓൾ വവൽസ് ഒക്കർ ടുഗദർ. ഓൾ വവൽസ് ഒക്കർ ടുഗദർ, എല്ലാ വവൽസും ഒരുമിച്ച് വരുന്ന എത്ര വേർഡുകളുണ്ട് ഈ ഡോട്ടർ എന്നുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ അസാസിനേഷൻ ഉണ്ട്. അസാസിനേഷനിൽ ഒബ്ജക്ട്സ് ആർ നോട്ട് ഡിസ്റ്റിങ്ക്റ്റ്, ഇവിടെ ഒബ്ജക്റ്റ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഓക്കെ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് വേസ് ഓഫ് ചൂസിങ് 4 കാർഡ്സ് ഫ്രം എ പാക്ക് ഓഫ് 52 കാർഡ്സ്. എത്രയാണ് ചോദിച്ചു? ഹൗ മെനി ഓഫ് ദിസ്? അതിൽ 4 ആർ സെയിം സ്യൂട്ട്, 4 ആർ ഡിഫറെൻറ്റ് സ്യൂട്ട് ആൻഡ് 2 ആർ റെഡ് കാർഡ്സ് ആൻഡ് 2 ആർ ബ്ലാക്ക് കാർഡ്സ്. ഇതാണ് ചോദിച്ചത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണുള്ളത്? ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് 8 ലെറ്റർ അറേഞ്ച്മെൻറ്റ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ഫ്രം ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഡോട്ടർ. ഓക്കെ, so that all vowels occur together. So ഡോട്ടറിൽ ഏതൊക്കെയാണ് വവൽസ്? ഏതൊക്കെ നമ്മുടെ വവൽസ് എടുക്കുന്നത്? എ ഉണ്ട്, പിന്നെ യു ഉണ്ട്, പിന്നെ ഇ ഉണ്ട് അല്ലേ? എ യു, പിന്നെ ഏതാ വരുന്നത്? ഇ. ഇതാണ് വവൽസ്. സോ ഓൾ വവൽസ് ടുഗദർ, എല്ലാ വവൽസും ഒരുമിച്ച് വരണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അറിയാം ആ 3 വവലിനെ ഒരു ലെറ്റർ ആക്കി എടുത്താൽ മതി. സോ വി ടേക്ക് 3 vowels as 1 letter. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എ യു ഇ ഒരു ലെറ്റർ ആക്കുന്നു. ബാക്കി വരുന്നത് ഏതൊക്കെയാണുള്ളത്? ഡി ഉണ്ട്, ജി ഉണ്ട്, എച്ച് ഉണ്ട്, ടി ഉണ്ട്, ആർ ഉണ്ട്. ഇതല്ലേ വരുന്നുള്ളൂ. ഓക്കെ, സോ ടോട്ടൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടാവും? 1 2 3 4 5 6 അല്ലേ? സോ ദീസ് 6 letters arranged in എത്ര വേസാണോ? 6 വേറെ വേറെയാണല്ലോ അല്ലേ? സോ 6p6 എന്ന് പറഞ്ഞാൽ 6 ഫാക്ടോറിയൽ വേസ് ആണ്. ഓക്കെ, ഇനി വവൽസ് ഇറ്റ് സെൽഫോ 3 വവൽസ് ഇറ്റ് സെൽഫ് അറേഞ്ച്ഡ് ഇൻ എത്രയാണ്? 3p3 ഈക്വൽ ടു 3 ഫാക്ടോറിയൽ വേസ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് റിക്വയർഡ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് റിക്വയർഡ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് 6 ഫാക്ടോറിയൽ, രണ്ടും നടക്കണം. 6 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 720 ഇൻറ്റു 6 അല്ലേ? 720 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ എത്ര വരുന്നുണ്ട്? 4320. 4320. ഇനി ഞാൻ ഇതിൽ നിന്ന് വേറൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. സോ ഈ ഡോട്ടർ എന്നുള്ള വേർഡിൽ ശ്രദ്ധിക്കുക, ഡോട്ടർ എന്നുള്ള വേർഡിൽ 8 ഡിഫറെൻറ്റ് ലെറ്റേഴ്സാണ്. 8 ഡിഫറെൻറ്റ് ലെറ്റേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് എല്ലാ ലെറ്ററും എടുക്കുകയാണെങ്കിൽ അത് 8 ഫാക്ടോറിയലാണ് വരും. 8p8 8 ഫാക്ടോറിയൽ. അത് വരുന്നത് ശരിക്കും 40320 ആണ്. ഓക്കെ, അങ്ങനെ ആകുമ്പം ഓൾ വവൽസ് ഡു നോട്ട് ഒക്കർ ടുഗദർ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ചോദിക്കുന്നത്? ഓൾ വവൽസ് ഡു നോട്ട് ഒക്കർ ടുഗദർ എന്ന് ചോദിച്ച് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ ടോട്ടൽ അറേഞ്ച്മെൻറ്റിനും എല്ലാ വവൽസും ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെൻറ്റ് എത്ര ഉണ്ടോ അത് മൈനസ് ചെയ്താൽ മതി അല്ലേ? എല്ലാ വവൽസും ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെൻറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് 4320 ആണ്. ടോട്ടൽ അറേഞ്ച്മെൻറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. സോ എന്താണ്? ഓൾ വവൽസ് ഡു നോട്ട് ഒക്കർ ടുഗദർ ആണെങ്കിൽ 40320 മൈനസ് എന്താ വരിക? 4320.
എന്ന് പറഞ്ഞാൽ 36000 എന്നാണ് വരിക. ഓക്കെ, അപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഞാനത് ജസ്റ്റ് അത് പറഞ്ഞു എന്നുള്ളൂ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ 4320. നമ്മളോട് പറഞ്ഞത് ഓൾ വവൽസ് ഒക്കെ ടുഗദറാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ എല്ലാ വവൽസിനെയും ഒരു ലെറ്റർ ആക്കി എടുക്കുന്നു. എന്നിട്ട് ടോട്ടൽ ആ ഒരു ലെറ്റർ ആക്കി എടുക്കുമ്പോൾ ടോട്ടൽ എത്ര ലെറ്റർ ആകുമ്പോൾ 6 ലെറ്റേഴ്സ് ആണ്. അപ്പോൾ 6 ഫാക്ടോറിയൽ 720 ആണ് ഉണ്ടാവുക. ഓക്കെ, ഇനി എന്താണ് ഞാൻ അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു എന്നുള്ളൂ. അത് എന്താണ് ഓൾ വവൽസ് ഡു നോട്ട് ഒക്കർ ടുഗദർ. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇത് ബി. അതാണ് ഫൈൻഡ് ദ നമ്പർ ഓഫ് വേസ് ഓഫ് ചൂസിങ് 4 കാർഡ്സ് ഫ്രം എ പാക്ക് ഓഫ് 52 പ്ലേയിങ് കാർഡ്സ്. 52 കാർഡിൽ നിന്നും 4 കാർഡ് എത്ര രീതിയിൽ ചൂസ് ചെയ്യാം, സെലക്ട് ചെയ്യാമെന്ന് വെച്ച്. അതിൻ്റെ ആൻസർ ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റും. എത്രയാണോ 52C4 അല്ലേ? 52C4 ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ നമുക്കൊന്നും നോക്കാനില്ലായിരുന്നു, 52C4 ആണ്. ഓക്കെ, എത്രയാണോ 52C4 എന്ന് പറയുന്നത്? 52C4 എന്ന് പറയുന്നത് എത്ര വരും? എങ്ങനെയാണ് അത് കാണുക? സോ ഇതിങ്ങനെ കാണാം നമുക്ക്. 52 ഇൻറ്റു അല്ലേ, എങ്ങനെയാണ് 51 ഇൻറ്റു 50 ഇൻറ്റു 4 4 ടൈംസ് ബാക്കൗട്ട് ചെയ്തണം. 49 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ആണ്. നിങ്ങൾ ജസ്റ്റ് 1 മാർക്കല്ലേ 52C4 എന്ന് എഴുതിയാൽ മതി. ഞാൻ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ നോക്കണ്ട. അത് ഞാൻ ജസ്റ്റ് സമയമുണ്ട് അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ 52C4 ഓൺലി 52C4 അതിൽ നിന്ന് മാർക്ക് കിട്ടിക്കോളൂ കേട്ടോ. സോ ഇത് വലിയൊരു ആൻസറാണ്. 270725 ഇതാണ് അതിൻ്റെ ആൻസർ. ഇത്രയൊന്നും വേണ്ട കേട്ടോ. ഇനി നമ്മളിതിൽ 4 കാർഡ്സ് ആർ ഓഫ് സെയിം സ്യൂട്ട് ഉണ്ട്. സെയിം സ്യൂട്ട് 4 കാർഡും സെയിം സ്യൂട്ടിലാണെങ്കിൽ എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്? 4 കാർഡ്സ് ബിലോങ്സ് ടു ഡിഫറെൻറ്റ് സ്യൂട്ട്. 4 സ്യൂട്ടിലാണെങ്കിൽ എങ്ങനെയാണെന്നുണ്ട് 2 കാർഡ്സ് റെഡും 2 കാർഡ്സ് ബ്ലാക്കും ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എത്രയാണ്? സോ നമ്മൾ കാർഡ്സിനെ പറ്റി നിങ്ങൾക്ക് അറിയാം. 4 സ്യൂട്ടാണുള്ളത്. 4 സ്യൂട്ടിൽ ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാം? സ്പേഡ്, ഡയമണ്ട്, ക്ലബ്സ് ആൻഡ് ഹാർട്ട് ഇതാണുള്ളത്. അതിൽ ഓരോ കാർഡും 13 വീതമാണ് ഉണ്ടാവുക. മീൻസ് ഓരോ സ്യൂട്ടിലും 13 കാർഡ്സ് ഉണ്ടാവും. അതിൽ A കഴിഞ്ഞാൽ പിന്നെ 2, 3 അപ് ടു 10 ആൻഡ് ജാക്ക്, ക്യൂൻ ആൻഡ് കിങ് ഇങ്ങനെയാണ് ഉണ്ടാവുക എന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയാണ് നമ്മൾ 13 ഇൻറ്റു 4 52 കാർഡ്സ് വരുന്നത്. ആ 52 കാർഡ്സും ഡിഫറെൻ്റ് ആയിരിക്കും, വേറെ വേറെ ആയിരിക്കും. അതും നിങ്ങൾക്ക് അറിയുന്നതാണ്. സോ അതിൽ റെഡ് കാർഡ്സ് എന്ന് പറയുന്നത് 26 ആണ്. 13 + 13 ആണ് റെഡ് കാർഡ്സ്. ആൻഡ് 2 സെറ്റ് ബ്ലാക്ക് ആയിരിക്കും. 13 + 13 26 വരും. ഏസ് എന്ന് പറയുന്നത് 4 ഉണ്ടാവും. 2 എന്ന് പറയുന്ന നമ്പർ 4 ഉണ്ടാവും. 3 എന്ന് പറയുന്ന നമ്പർ 4 അങ്ങനെ എല്ലാം 4 ഉണ്ടാവും. ഓക്കെ, ഫേസ് കാർഡ് എന്ന് പറയുന്നത് ജാക്ക്, ക്യൂൻ, കിങ്ങിനെയാണ് നമ്മൾ ഫേസ് കാർഡ് എന്ന് പറയുന്നത്. ഫേസ് കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിൽ 4 വെച്ചിട്ട് 4 സെറ്റിൽ 12 ഉണ്ടാവും. ഓക്കെ, ഇത്രയാണ് നിങ്ങൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇനി നോക്കിക്കോളൂ. ഇനി നമ്മളിതിൽ 4 കാർഡ്സ് ആർ ഓഫ് എന്താണ് സെയിം സ്യൂട്ട്. അതാണ് 4 കാർഡ് സെയിം സ്യൂട്ടാവുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളോട് 4 കാർഡ്സ് ബിലോങ്സ് ടു ഡിഫറെൻറ്റ് സ്യൂട്ട് ഉണ്ട്. 2 ആർ റെഡ് ആൻഡ് 2 ആർ ബ്ലാക്ക് ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മളോട് ചോദിച്ചതുള്ളത്. 4 കാർഡ്സ് സെയിം സ്യൂട്ട്. ഒന്നാമത്തെ 4 കാർഡ്സ് സെയിം സ്യൂട്ട് ആവുകയാണെങ്കിൽ ഈ 4 എണ്ണവും നമ്മൾ എടുക്കുന്നത് ഒരേ സ്യൂട്ട്. ഒരു സ്യൂട്ടിൽ എത്ര 13 കാർഡ് അതിൽ നിന്നായിരിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ 4 എണ്ണവും എനിക്ക് ഈ സ്പേഡ് എന്ന് പറഞ്ഞ സ്യൂട്ടിൽ നിന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഇതാ 13C4 വരും. ഇങ്ങനത്തെ 4 എണ്ണത്തൊന്നും എനിക്ക് എടുക്കാം സെയിം സ്യൂട്ട്. ഏതാണ് നമ്മൾ പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ അടുത്തതിൽ എനിക്ക് 13C4 വേസ് ഉണ്ട്. അടുത്ത സ്യൂട്ടിൽ നിന്നും എനിക്ക് 13C4 വേസ് ഉണ്ട്. അടുത്ത സ്യൂട്ടിൽ നിന്ന് എനിക്ക് 13C4 വേസ് ഉണ്ട്. സോ ഇതിൽ ഏതെങ്കിലും 4 എണ്ണം എടുത്താൽ മതി. മീൻസ് ഏതെങ്കിലും സ്യൂട്ടിൽ നിന്ന് 4 എണ്ണം എടുത്താൽ മതി. എല്ലാം ഒരുമിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ശ്രദ്ധിക്കണം, എല്ലാം ഒരുമിക്കേണ്ട. ഇതിൽ ഏതെങ്കിലും ഒരു സ്യൂട്ടിൽ നിന്ന് 4 എണ്ണം, 4 സെയിം സ്യൂട്ടാണ്. സോ 4 ആർ ഫ്രം സ്പേഡ് ഓർ എന്ന് പറയുമ്പോൾ നമ്മൾ ഐദർ ഓഫ് ഏതെങ്കിലും ഒന്ന് അപ്പോൾ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, സോ സ്പേഡ് ആവാം, അല്ലെങ്കിൽ ഡയമണ്ട് ആവാം, അല്ലെങ്കിൽ ഹാർട്ട് ആവാം, അല്ലെങ്കിൽ ക്ലബ്സ് ആവാം. അതാണ് വരുന്നത്. 13C4 + 13C4 + 13C4 + 13C4. ഓക്കെ, സോ ഇറ്റ് ഈസ് 4 ഇൻറ്റു 13C4. സോ ഇറ്റ് ഈസ് 4 ഇൻറ്റു 13 ഇൻറ്റു 12 ഇൻറ്റു 11 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇങ്ങനെ വരും. സോ ഇറ്റ് ഈസ് 4 ഇൻറ്റു 715. സോ 2860. ഇതാണ് ആൻസർ, 2860. എന്നതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കണം. രണ്ടാമത്തെ 4 കാർഡ്സ് ബിലോങ്സ് ടു ഡിഫറെൻറ്റ്. ആ 4 സ്യൂട്ട് എന്നായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ ആ ഒന്ന് എനിക്ക് ഈ സ്പേഡിൽ നിന്ന് എടുക്കാം. ഒന്ന് അടുത്ത് ഞാനൊന്ന് എവിടെ നിന്ന് എടുത്തു? ക്ലബ്സിൽ നിന്ന് എടുത്തു. അടുത്ത് ഞാൻ ഡയമണ്ടിൽ നിന്ന് എടുത്തു. അതിൻ്റെ അടുത്ത് ഞാൻ ഹാർട്ടിൽ നിന്ന് എടുത്തു.
ഓരോന്നും എടുക്കണ്ട. അപ്പോൾ എനിക്ക് 4 വേണം, ഓരോന്നിൽ നിന്നും ഓരോന്നും അല്ലേ, ഓരോന്നും. അപ്പോൾ 4 നിന്നും എനിക്ക് വേണം. മറ്റത് ഏതെങ്കിലും ഒന്നിൽ നിന്നും 4 മതി. അത് ഞാൻ ആഡ് ചെയ്തു. ഇത് 4 നിന്നും വേണം ഓരോന്ന് വീതം. അങ്ങനെയാകുമ്പോൾ ഞാൻ 13C1 × 13C1 × 13C1 ഇങ്ങനെ എടുക്കണം. സോ 13C1 ആണ് 13 ആണ്. 13 × 13 × 13 × 13 എന്ന് പറഞ്ഞാൽ 13⁴ ആണ്. 13⁴ എന്ന് പറയുമ്പോൾ അത് 28561 അങ്ങനെയാണ് ഉണ്ടാവുക. നമ്മൾ ജസ്റ്റ് 13⁴ എന്ന് എഴുതിയാലും അല്ലെങ്കിൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കും. ഓക്കെ. സോ തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 cards are red and 2 cards are black. അപ്പോൾ എത്ര റെഡ് കാർഡ് ഉണ്ടായിരുന്നു? 26. അപ്പോൾ 26 2 26C2. എത്ര ബ്ലാക്ക് ഉണ്ട്? 26 26C2. റെഡും ആയിരിക്കണം ആൻഡ് 2 are blacks. സോ 2 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ. സോ ഇറ്റ് ഈസ് 26C2 ഹോൾ സ്ക്വയർ ആണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിനെ വരിക 26 × 25 / 1 × 2 × 26 × 25 / 1 × 2 ആണ്. ഓക്കെ. സോ ഇറ്റ് ഈസ് 13. ഇവിടെയും നമുക്ക് 13. സോ 13² × 25², 169 × 625 = 105625. ഇതാണ് ആൻസർ വരും. ഓക്കെ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ പഠിച്ചത് ആ 52 കാർഡിൽ നിന്ന് 4 കാർഡ് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാമെന്ന് ചോദിച്ചത് 52C4. അതിൽ നമ്മളൊന്നും നോക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ആദ്യം സെക്കൻഡ് പറഞ്ഞത് ഇങ്ങനെയാണ്, 4 കാർഡ്സ് സെയിം സ്യൂട്ട്, 4ഉം സെയിം സ്യൂട്ടിലാണെങ്കിൽ ഒരു സ്യൂട്ടിൽ 13 ആണല്ലോ. അപ്പോൾ 13C4 അതാണ് ഉണ്ടാവുക. ഏതെങ്കിലും ഒരു സ്യൂട്ടിൽ നിന്ന് അതിനകത്ത് 13C4 ഈച്ച് ആണ്. സോ അതെല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നു. ഇനി ഓരോന്നും വേറെ വേറെ ആയിരിക്കും, ഡിഫറെൻറ്റ് സ്യൂട്ടിൽ നിന്നായിരിക്കും എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഓരോന്ന് സെലക്ട് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. Find the value of n if 3 × np4 = 5 × n-1p4. പിന്നുള്ളത് if nc8 = nc2, find nc3. Then how many triangles can drawn by joining 10 points on a circle? ഓക്കെ, ഇത്രയാണ് ചോദിച്ചത്. സോ നമ്മൾ ഓരോന്ന് എഴുതാം. സോ ആദ്യത്തത് find the value of n if 3 × np4 = 5 × n-1p4. അപ്പോൾ നിങ്ങൾ ഇത്ര ആലോചിച്ച് np4 n-1 ബാക്കോട്ട് 4 പ്രാവശ്യം എഴുതി മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. ആ രീതിയിൽ നമ്മൾ പഠിച്ചല്ലോ. സോ അതാണ് ഏറ്റവും നല്ല പരിപാടി. സോ ഞാൻ നേരത്തെ പറഞ്ഞു 8p3 എന്നാൽ നിങ്ങൾ 8 × 7 × 6 എഴുതിയാൽ മതി. അതേപോലെ പറയുകയാണെങ്കിൽ ഇവിടെ എനിക്ക് 3 × np4 എന്ന് പറഞ്ഞാൽ n × n-1 × n-2 × n-3 എന്ന് എഴുതിയാൽ മതി. 4 ടൈംസ് ബാക്കോട്ട് എഴുതിയാൽ മതി. ഓക്കെ. ഈക്വൽ ടു 5 × n-1p4 എന്ന് പറഞ്ഞാൽ n-1 × n-2 × n-3 × n-4 ഇത്ര എഴുതാനേ ഉള്ളൂ. ഓക്കെ. സോ ഇത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നത് n-1 n-1 n-2 n-2 n-3 n-3 കട്ട് ചെയ്യാം. സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് 3n = ഇവിടെ എന്ത് കിട്ടുന്നു? 5n - 20. ഓക്കെ. സോ ഇവിടെ നമുക്ക് എടുക്കുകയാണെങ്കിൽ -2n = -20, n = 10. എന്നിൻ്റെ വാല്യൂ 10 ആണ് കിട്ടുന്നത്. ശരിയല്ലേ? എന്നിൻ്റെ വാല്യൂ 10. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. നെക്സ്റ്റ് നമ്മളെടുത്ത് വരുന്നത് nc8 = nc2 ആണെങ്കിൽ either 8 = 2 or 8 + 2 = n. അതാണ് നമ്മൾ പഠിച്ചത്. സോ ഇവിടെ 8c2 nc2 nc8 = nc2 ആണെങ്കിൽ which implies 8 + 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? n. സോ therefore n എന്ന് പറയുന്നത് = 10 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ which implies nc3 എന്ന് പറയുന്നത് = 10c3 ആണ്. 10c3 എന്ന് പറഞ്ഞാൽ അത് 10 × 9 × 8 / 1 × 2 × 3 ആണ്. ഓക്കെ. സോ ഇവിടെ 3 × 3 9 2 4 സോ 4 12 × 10 120. ഇതാണ് ആൻസർ വരും. 120. 2 മാർക്കേ ഉള്ളൂ. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ ഇതിൽ തന്നെ ഉള്ളതാണ് തേർഡ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ ബൈ ജോയിനിങ് 10 points ഓൺ എ സർക്കിൾ അല്ലേ. എത്രയാണ് 10 points? സർക്കിളിൻ്റെ മുകളിൽ 10 points ഉണ്ട്. എത്ര ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാം? ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ നമുക്ക് വേണ്ടത് 3 points. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ട്രയാങ്കിൾ വരയ്ക്കാം? 10c3 എത്രയാണ് നമ്മൾ തൊട്ട് മുന്നേ കണ്ടുവച്ചു? എത്രയാണോ 10c3? 120 ആണ്. 120. അതുകൊണ്ട് അത് 1 മാർക്കിന് ചോദിച്ചത് കേട്ടോ. കാരണം ഇവിടെ നമ്മൾ സ്റ്റെപ്പ് ഒന്നുമില്ല. കാരണം 1 മാർക്ക് നമുക്ക് 10c3 = 120. കാരണം 10c3 നമ്മൾ തൊട്ട് മുകളിൽ കണ്ടെത്തി കഴിഞ്ഞതാണ്. ഓക്കെ. സോ നെക്സ്റ്റ്
ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഫോർത്ത് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. NC(n-1) എന്ന് പറയുന്നത് ഈക്വൽ ടു ഡാഷ് എന്നാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് കിട്ടും. പിന്നെ ഫൈൻഡ് ആർ ഇഫ് 5 × 4PR is equal to 6 × 5PR - ഇത്തരം ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്നതാണ് ഇതേ മോഡൽ. അത് ഒന്നുകൂടി നിങ്ങൾ നോക്കി പഠിച്ചോളണം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക, അതിലും കാണാം. ഓക്കെ. പിന്നെ സി എന്ന് പറയുന്നത് കമ്മിറ്റി ഓഫ് 7 ഹാസ് ടു ബി ഫോംഡ് ഫ്രം 9 boys and 4 girls. 7 ആളെയാണ് ഉണ്ടാക്കേണ്ടത്. 9 boys ഉണ്ട്, 4 girls ഉണ്ട്. ഇൻ ഹൗ മെനി വേസ് can this be done if the committee consists of at least 3 girls? Committee consists of at least 3 girls എന്ന് പറഞ്ഞാൽ 3-3 ഗേൾസ് ആ കമ്മിറ്റിയിൽ വേണം എന്ന് പറഞ്ഞാൽ 2 ആവാൻ പാടില്ല. ആകെ 4 ഗേൾസേ ഉള്ളൂ കേട്ടോ. സോ 3 അല്ലെങ്കിൽ 4 പാടുള്ളൂ. അപ്പോൾ ആ 2 കേസോ 3 or 4 2 കേസ് ഉണ്ട്. ആ 2 കേസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. സോ പറയാം. സോ NC(n-1). What is NC1 എന്ന് പറയുന്നത് സെയിം ആസ് NC(n-1) ബിക്കോസ് NCR is equal to NCn-R നമുക്കറിയുന്നതാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ NC(n-1) is same as NC1 and NC1 is equal to NC1 എന്ന് പറയുന്നത് സിംപ്ലി n ആണ് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഇക്വേഷൻ വെച്ചിട്ടൊക്കെ എഴുതണമെങ്കിൽ എഴുതാം NCR എന്ന് പറയുന്നത് n⁴ ഡിവൈഡഡ് ബൈ R⁴ ഇൻറ്റു n-R⁴ എന്നൊക്കെയാണ്. അതൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ എഴുതുകയോ ചെയ്യാം, അതിൻ്റെ ആവശ്യമില്ല. NC1 is n. ഓക്കെ. സോ സെക്കൻഡ് അതാണ് ആൻസർ. Find R if 5 × 4PR is equal to 6 × 5PR - 1. So 5 × 4PR എന്ന് പറയുന്നത് ഈക്വൽ ടു 6 × 5PR - 1 എന്നാണല്ലോ ഉള്ളത്. ഓക്കെ. സോ ഞാൻ 5 × 4PR 4 ഡിവൈഡഡ് ബൈ 4 - R⁴ ഈക്വൽ ടു 6 × 5 ഡിവൈഡഡ് ബൈ 5 എന്താ വരിക R - 1 അങ്ങനെയാണല്ലോ വരിക അല്ലേ. സോ 5 × 4 is same as 5 . So 5 divided by 4 - R⁴ is equal to 6 × 5 divided by 5 - R - 1 5 - R plus 1. So 5 plus 1 6. So it is 6 - R⁴. So ഈ 2 5 എനിക്ക് കട്ട് ചെയ്യും. ഈ 6 - R⁴ ലെഫ്റ്റിലേക്ക് എടുക്കും. So which implies 6 - R⁴ divided by 4 - R⁴ is equal to 6 എന്ന് കിട്ടും. ഓക്കെ. സോ 6 - R എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 6 - R⁴ എനിക്ക് 6 - R ഇൻറ്റു 6 - R - 1 5 - R ഇൻറ്റു എന്ത് ചെയ്താം 4 - R⁴. സോ ഞാൻ 8 എനിക്ക് 8 × 8 - 1 ഫാക്ടോറിയൽ എഴുതാം. അല്ലെങ്കിൽ എനിക്ക് 8 × 8 - 1 × 8 - 2 എഴുതാം. അതേപോലെ 8-നല്ല 8 ഫാക്ടോറിയലാണ് കേട്ടോ പറയുന്നത്. 8 ഫാക്ടർ എനിക്ക് എങ്ങനെ എഴുതാം? 8 × 8 - 1 ഫാക്ടോറിയൽ എഴുതാം. അല്ലെങ്കിൽ 8 × 8 - 1 × 8 - 2 ഫാക്ടോറിയൽ അങ്ങനെ എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എനിക്ക് 6 - R⁴ 4 - R⁴ വലുതാണ്. സോ 6 - Rൻ്റെ തൊട്ട് ബാക്കിലെ നമ്പർ 6 - R - 1 ആണ്. ഇറ്റ് ഈസ് 5 - R. തൊട്ട് ബാക്കിൽ നാച്ചുറൽ നമ്പറിൽ നമ്മൾ പറയുമ്പോൾ കേട്ടോ. സോ അത് കഴിഞ്ഞാൽ നമുക്ക് 6 - R - 1 ആണ് 5 - R 5 - R - 1 ആണ് 4 - R. സോ ഇങ്ങനെ എഴുതാം. ഡിവൈഡഡ് ബൈ എന്താ വരുന്നത് 4 - R⁴ ഈക്വൽ ടു 6. ഇപ്പോൾ ഇത് രണ്ടും നമുക്ക് കട്ട് ചെയ്യാം. സോ 2 അടുത്തടുത്ത നമ്പറാണ് 6 - R 5. നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ അല്ലാതൊരു വേ പറഞ്ഞു തരികയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിലും നമുക്ക് ആൻസർ കിട്ടും. അത് മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളിതിനെ ക്വാഡ്രാറ്റിക് ആക്കിയിട്ട് ചെയ്യണം. സോ 2 അടുത്തടുത്ത നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 6 കിട്ടും. എന്ന് പറഞ്ഞാൽ അത് 3 × 2 എന്ന് വരുന്നത് 6 ആണ്. -2 × -3 6 ആണ്. അതിൽ ഏതെങ്കിലും ഒന്ന് ഇക്വേറ്റ് എടുത്താൽ മതി. സോ വിച്ച് ഇംപ്ലൈസ് 6 - R is equal to -2 or 6 - R is equal to 3 രണ്ടെണ്ണം കിട്ടും. ഓക്കെ. സോ ഇവിടെ നമുക്ക് കിട്ടും R is equal to 8 or R is equal to 3 എന്ന് കിട്ടും. ബട്ട് R എന്ന് പറയുന്നത് 8 ആവാൻ പറ്റില്ലല്ലോ അല്ലേ. R എന്ന് പറയുന്നത് 8 ആവുക എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കറിയാം വി നോ ദാറ്റ് എന്താണ് R എന്ന് പറയുന്നത് ലെസ്സോ ഇങ്ങനെ പറയാം R എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആയിരിക്കും. R എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആയിരിക്കും. സോ നമുക്കിവിടെ R എന്ന് പറയുന്നത് ലെസ് ദാൻ 4 ആയിരിക്കണം ആൻഡ് അല്ലെങ്കിൽ R ലെസ് ദാൻ 5 ആയിരിക്കും. R ലെസ് ദാൻ 4 അല്ലെങ്കിൽ R ലെസ് ദാൻ 5 ആയിരിക്കണം. സോ ദെർഫോർ നമുക്കെന്ത് പറയാം R ഈക്വൽ ടു 8 എന്ന് പറയുന്നത് നോട്ട് പോസിബിൾ. R 8 എന്ന് പറയുന്നത് പോസിബിൾ അല്ല അല്ലേ. ദെർഫോർ R is equal to എന്താണ് 3 ആണ്.
കാരണം എൻ സി ആറിൽ ആറിൻ്റെ വാല്യൂ 0 to n വരെ പോകും, അറിയാലോ. ഓക്കെ, എൻ പി ആറിലാണെങ്കിൽ ആറിൻ്റെ വാല്യൂ 0 to n വരെ തന്നെ പോകും. എൻ സി ആറിലും എൻ പി ആറിലും ആറിൻ്റെ വാല്യൂ അല്ലേ 0 to n തന്നെയാണ്. സോ ഇവിടെ ആറിൻ്റെ വാല്യൂ 8 എന്ന് വരുന്നത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, സോ ആർ ഇസ് ഈക്വൽ ടു 3 എന്ന് വരും. ഇനി എ കമ്മിറ്റി ഓഫ് 7 ഹാസ് ടു ബി ഫോംഡ് ഫ്രം 9 boys and 4 girls. In how many ways can this be done if the committee consists of at least 3 girls? The committee consists of at least 3 girls. So ഇവിടെ നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് 9 ആണ്, നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് ഈക്വൽ ടു 4 ആണ്, ടോട്ടൽ പേഴ്സൺസ് ഇൻ ദ കമ്മിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ടു 7 ആണ്. 7 ആളെയാണ് വേണ്ടത്. സോ എറ്റ് ലീസ്റ്റ് കമ്മിറ്റി കണ്ടെയ്ൻസ് ലൈക്ക് കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് അറ്റ് ലീസ്റ്റ് 3 ഗേൾസ് ആണ്. അറ്റ് ലീസ്റ്റ് 3 ഗേൾസ് എന്ന് പറഞ്ഞാൽ അല്ലേ, അതിൻ്റെ മീനിങ് ആണ് ഞാൻ പറയുന്നത്. ദിസ് മീൻസ് girls can either എന്തായിരിക്കണം, ഗേൾസ് ക്യാൻ ഐദർ 3 or 4. അങ്ങനെയാണെങ്കിൽ സോ ഫസ്റ്റ് ചൂസ് എങ്ങനെ ചൂസ് ചെയ്യുന്നു, 3 girls and 4 boys ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. 3 ഗേളും മൊത്തം 7 ആളാണ് വേണ്ടത്. സോ 3 ഗേളും 4 ബോയ് ആവാം. അല്ലെങ്കിൽ എങ്ങനെയാവാം 4 girls and 3 boys, 4 girlsഉം 3 boysഉം ആവാം. ഈ 2 രീതിയിലാണ്. സോ നമുക്കറിയാം 4 girlsഉം 3 boysഉം ആണ്. 4 girls ഔട്ട് ഓഫ് 3 എന്ന് പറയുന്നത് 4 girls ഔട്ട് ഓഫ് 3 എന്ന് പറയുന്നതാണ്. അതായത് 4 girls ഉണ്ട്, അത് 3 girls. അപ്പോൾ നമുക്ക് ആദ്യം 3 girls ഔട്ട് ഓഫ് 4, 4 ഗേൾസിൽ നിന്ന് 3 ഗേൾസിന് 3 നമുക്ക് സെലക്ട് ചെയ്യാം. 4C3 വേസ്, ശരിയല്ലേ? അതേപോലെ തന്നെ 9 ബോയ്സിൽ നിന്നും ഒരു 4 ബോയ്സ് നമുക്ക് 9C4 വേസും സെലക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ 4 ഗേളിന് നമുക്ക് 4C4 എന്ന് പറഞ്ഞാൽ 1 വേയും 9 ബോയ്സിൽ നിന്നും 3 ബോയ്സ് നമുക്ക് 9C3 വേസുമാണ് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് ഞാൻ ഇവിടെ പറയുകയാണ്. സോ റിക്വയർഡ് നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് ഈക്വൽ ടു, ആദ്യം എങ്ങനെയാണ് പറഞ്ഞത്, 3 ഗേളിനെ സെലക്ട് ചെയ്യണം. ഔട്ട് ഓഫ് 4 അല്ലേ, 4 ഗേൾസ് അപ്പം എന്ത് വരും 4C3 ഇൻറ്റു അവിടെ 3 ഗേളും വേണം 4 ബോയും വേണം. 4 ബോയ് എത്രയാണ് 9, സോ 9C4 ഇങ്ങനെയാവാം. ഓർ പ്ലസ് ഇങ്ങനെയാവും 4C4 ഇൻറ്റു 9C3, 4 ഗേളും 3 ബോയും. അപ്പോൾ ആദ്യത്തെ എങ്ങനെയാവാം 3 ഗേളും 4 ബോയി ആവാം. ഓർ അല്ലെങ്കിൽ പ്ലസ് എങ്ങനെയാവാം 4 ഗേളും 3 ബോയി ആവാം. എന്തായാലും 7 ആയി കിട്ടും. ഓക്കെ, സോ 4C3 is same as 4C1 and it is equal to 4. And 9C4 is 9 into 8 into 7 into 6 divided by 1 into 2 into 3 into 4. Plus 4C4 is 1 into 9 into 8 into 7 divided by 1 into 2 into 3. അങ്ങനെയാണ് ഉണ്ടാവുക. സോ 3 into 2 6 ഞാൻ കട്ട് ചെയ്യുന്നു. 4 ഇവിടെ 2, 4ഉം 4ഓട് കട്ട് ചെയ്തു. ഓക്കെ, സോ ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 504 പ്ലസ് 84 ഉണ്ടോ അല്ലേ. സോ ഇറ്റ് ഈസ് 504 പ്ലസ് 84 ആണ് 584. അതാണ് ആൻസർ കേട്ടോ, 584 അതാണ് ആൻസർ വരും, 584. ഓക്കെ, സോ 584 അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. സോറി 584 അല്ല 588 കേട്ടോ, 588. ഇവിടെ നമുക്ക് 504ഉം 584 അല്ല ഉള്ളത്, 588 അതാണ് ആൻസർ കേട്ടോ, 588. ഓക്കെ, സോ 5088. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് 3 ഗേൾസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് 9 ആണ്, ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് 4 ആണ്. നമുക്ക് ആ കമ്മിറ്റിയിലേക്ക് വേണ്ടത് 7 ആളെ വേണം. സോ അതിൽ നമ്മൾ പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 3 ഗേൾസ്, ചുരുങ്ങിയത് 3 ഗേളെങ്കിലും വേണം എന്ന് പറഞ്ഞാൽ
മൂന്നാവാം അല്ലെങ്കിൽ നാലാവും. കാരണം ടോട്ടൽ 4 ഗേൾസുകൾ, അപ്പോൾ 3 അല്ലെങ്കിൽ 4 ഉണ്ടാവും. അതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ 3 ഗേളിന് 4 ഗേളിന് നമ്മൾ സെലക്ട് ചെയ്യുന്നത് 4C3 വേസ് ആണ്. 4 ഗേളിനെ സെലക്ട് ചെയ്യുന്നത് 4C4 വേസ് ആണ്. അതേപോലെ 3 ബോയ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് 9C3 വേസ്. 4 ബോയ്സ് ആണെങ്കിൽ അത് 9C4 വേസ് ആണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ 3 ഗേൾ ആൻഡ് 4 ബോയ്, അതാണ് 4C3 ഇൻറ്റു 9C4 പ്ലസ് നെക്സ്റ്റിൽ എങ്ങനെയാണ് 4 ഗേൾ ആൻഡ് 3 ബോയ്, അതാണ് 4C4 ഇൻറ്റു 9C3. ഓക്കെ, സോ അത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്തു. ആൻസർ 588. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് വളരെ കുറയ്ക്കുന്നുണ്ടാവും. നിങ്ങൾ 3 മാർക്സിന് വരുമ്പം ആ സ്റ്റെപ്പ് എത്ര എഴുതണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. സോ അതിൽ നിങ്ങൾ നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 3 ഗേൾസ് ഔട്ട് ഓഫ് 4 is equal to 4C3, നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 4 ബോയ്സ് ഔട്ട് ഓഫ് 9 ബോയ്സ് is equal to 9C4. സോ അതിൽ ആ ഒരു കേസിൽ നമുക്ക് 4C3 ഇൻറ്റു 9C4 കിട്ടിക്കഴിഞ്ഞു. സെക്കൻഡ് കേസിൽ നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 4 ഗേൾസ് ഔട്ട് ഓഫ് 4 is equal to 4C4 ആൻഡ് നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 3 ബോയ്സ് ഔട്ട് ഓഫ് 9 ബോയ്സ് is equal to 9C3. ആൻഡ് രണ്ടും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇതിന് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. അത് നമ്മൾ മാർക്കിന് കണക്കാക്കി നിങ്ങൾ എഴുതിക്കോളും. ഓക്കെ അല്ലേ? ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് n if 2nC3 is equal to 11 into nC3. How many ways can the cricket of 11 players be selected from 15 players? Okay. Second, a bag contains 5 white, 6 red and 4 blue balls. Okay. അങ്ങനെയാണെങ്കിൽ the number of ways in which 2 white, 3 red and 2 blue balls can be selected. 3 മാർക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് എഴുതാനുണ്ടാവും. ഞാൻ ജസ്റ്റ് അതെങ്ങനെ ആ 3 മാർക്കിലേക്ക് പെട്ടെന്ന് എത്താമെന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങളുടെ സ്റ്റെപ്പ് നിങ്ങൾ എഴുതണം കേട്ടോ. So find the value of n if 2nC3 is equal to 11 into nC3. So 2nC3 is equal to 11 into nC3 എന്നുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് nC2 എന്ന് പറഞ്ഞാൽ അത് n into n minus 1 divided by 1 into 2 എന്ന് എഴുതാം. nC3 ആണെങ്കിൽ അത് n into n minus 1 into n minus 2 divided by 1 into 2 into 3 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണ് 2nC3 എന്ന് പറഞ്ഞാൽ അത് 2n into which implies 2n minus 1 into 2n minus 2 എന്ന് എഴുതാം. is equal to 11 into nC3 പറഞ്ഞാൽ n into n minus 1 into n minus 2 എന്ന് എഴുതാം. ഇതിൽ നമുക്ക് ആകെ കട്ട് ചെയ്യാൻ ഇപ്പം കിട്ടുന്നത് n കട്ട് ചെയ്യാം. ഇനി ഈ 2n minus 2 2 കോമൺ ഉണ്ട്, അതെടുക്കാം. സോ 2 into 2n minus 1 into 2 into n minus 1 is equal to 11 into n minus 1 into n minus 2 ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, അതിൽ നിന്ന് വീണ്ടും എനിക്ക് n minus 1 കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ നമുക്ക് 2 into 2 4, 4 into 2 8, 8n minus 4 എന്ന് പറയുന്നു അല്ലേ. 8n minus 4 അങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. ഇസ് ഈക്വൽ ടു, സോ ഇവിടെ 11n minus 22 അങ്ങനെ എഴുതാൻ പറ്റും. സോ 8n minus 11n is equal to minus 22 plus 4 എന്ന് എഴുതാം. So it is minus 3n is equal to minus 18 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ n is equal to 6. എന്നിൻ്റെ വാല്യൂ 6 ആണ്. ഓക്കെ, സോ ഹിയർ n is equal to 6. എന്നിൻ്റെ വാല്യൂ 6 എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ? പിന്നെ നമ്മൾ നെക്സ്റ്റ് ലൈവ് പോകും. How many ways can a cricket of 11 players be selected from 15 players? 15 players നിന്ന് 11 പ്ലേയേഴ്സിന് എത്ര പേര് സെലക്ട് ചെയ്യാമെന്ന്. സോ 15 പേരിൽ നിന്ന് 11 പേരെ സെലക്ട് ചെയ്താൽ മതി അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് എത്രയുടെ വരിക? 15C11. 15C11 NCR is equal to NCN minus R. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് എഴുതാം? 15C4 എന്ന് എഴുതാം. 15C4. ഓക്കെ, സോ ഇറ്റ് ഈസ് 15 into 14 into 13 into 12 divided by 1 into 2 into 3 into 4 എന്ന് എഴുതാൻ പറ്റും. സോ 4 into 3 12, ഞാൻ ഈ 12 കട്ട് ചെയ്തു. സോ 2നെ ഞാനിവിടെ 7 കൊണ്ട് കട്ട് ചെയ്തു, 7 ആയിട്ട് അല്ലേ. സോ 14 ആണ്, 7 ആയിട്ട്. സോ 13 ഇപ്പം നമുക്കിവിടെ കിട്ടുന്ന 15 into 7 into 13 ആണ്. 15 7 into 13 it is 91. സോ നമുക്കിവിടെ 91 into 15 ചെയ്യാം. 91 into 15 5 6 1365. സോ 1365 ഇതാണ് ആൻസർ വരിക. 1365. ഓക്കെ, ഇതാണ് ബി. ഇത് നമ്മൾ നെക്സ്റ്റ് ലൈവ് പോകും. സി, എ ബാഗ് കണ്ടെയ്ൻ 5 white, 6 red. അപ്പോൾ നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് എന്ന് പറയുന്നത് 6 ആണ്. നമ്പർ 5 ആണ്.
നമ്പർ ഓഫ് റെഡ് ബോൾസ് ആണ് എത്ര 6, നമ്പർ ഓഫ് ബ്ലൂ ബോൾസ് ആണ് എത്ര 4. സെലക്ട് ചെയ്യേണ്ടത് ടു ബി സെലക്ട് അല്ല, സെലക്ട് ചെയ്യേണ്ടതിൽ വൈറ്റ് ബോൾ നമ്മളോട് പറഞ്ഞത് 2 ആണ്, റെഡ് ബോൾ നമ്മളോട് പറഞ്ഞത് 3 ആണ്, ബ്ലൂ ബോൾ നമ്മളോട് പറഞ്ഞത് 2 ആണ്. ഇതെല്ലാം സെലക്ട് ചെയ്യണം. അതായത് ഇത് 3 നടക്കണം അല്ലേ. സോ ഞാൻ ചോദിക്കട്ടെ, 5 വൈറ്റ് ബോളിന് 2 വൈറ്റ് ബോൾ എത്ര നമുക്ക് സെലക്ട് ചെയ്യാം? സോ അതൊക്കെ നിങ്ങൾ എഴുതണേ. നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 2 വൈറ്റ് ബോൾ ഔട്ട് ഓഫ് 5, നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 3 റെഡ് ബോൾ ഔട്ട് ഓഫ് 6, നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 2 ബ്ലൂ ബോൾ ഔട്ട് ഓഫ് 6 ബ്ലൂ ബോൾസ്. അപ്പോൾ ഓരോന്ന് കിട്ടും. അതൊക്കെയാണ് 5C2, പിന്നെ ഏതാണ് 6C3, പിന്നെ ഏതാണ് 4C2. നമ്മൾ ചോദിച്ചു ഇത് 3ഉം എത്ര വേസിൽ നമുക്ക് സെലക്ട് ചെയ്യാം ഈ തന്നതിൽ നിന്ന്. അപ്പം 3ഉം സെലക്ട് ചെയ്യണം. സോ നമുക്കിത് 3ഉം ഒരുമിച്ച് നടക്കേണ്ടതാണ്. സോ 5C2 ഇൻറ്റു 6C3 ഇൻറ്റു 4C2 ഇതാണ് റിക്വയർഡ് വേസ്. അതായത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് പ്രകാരം. അപ്പോൾ ഇത് 3 നടക്കണം. അതുകൊണ്ട് ഞാൻ 3 മൾട്ടിപ്ലൈ. സോ 5C2 is 10, 6C3 is 20 and 4C2 is 6. സോ ദ ആൻസർ ഈസ് 1200. അപ്പോൾ ഞാൻ 3 മാർക്കിൻ്റെ സ്റ്റെപ്പ് അല്ല കേട്ടോ ഇവിടെ എഴുതിയത്. കാരണം നമുക്കിത് കുറേ ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ചുരുങ്ങിയ സമയത്ത് കുറേ ക്വസ്റ്റ്യൻസ് പറഞ്ഞു തീർക്കാൻ കൊണ്ടാണ് ഇങ്ങനെ ഇത്. ആ സ്റ്റെപ്പ് ഏതൊക്കെ എഴുതേണ്ടതെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റിലേക്ക് പോകുന്നു. 6th question ആണ്. 6th questionൽ വരുന്നത്, if there are 12 person in a party and each of them shake hands with each other with all others, ഒരു എല്ലാവരുമായിട്ട് നമ്മൾ what is the total number of shake hands? ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ വരുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ് has 5 vowels and 21 consonants. How many words with the 2 different vowels and 2 different consonants can be formed without repetition of letters? Okay, in how many ways can 5 girls and 3 boys be seated in a row so that no 2 boys are together? 2 ബോയ്സ് ഒരുമിച്ച് വരാത്ത രീതിയിൽ 5 ഗേൾസും 3 ബോയ്സും എത്ര രീതിയിൽ ഇരിക്കാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ഇഫ് ദർ ആർ 12 persons അല്ലേ, ഇഫ് ദർ ആർ 12 persons in a party, each of them shake hands with the other. അല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഷേക്ക് ഹാൻഡ് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു അഗേ എന്ന് പറഞ്ഞ ഒരാൾക്ക് കൊടുത്തു, അല്ലെങ്കിൽ ഒരാൾക്ക് ഞാൻ ഷേക്ക് ഹാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ തിരിച്ച് എനിക്ക് ഒരു കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ച് തരേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ഷേക്ക് ഹാൻഡ് വിളിക്കില്ല, ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെലക്ഷൻ, നോട്ട് ആൻ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ NPR അല്ല NCR ആണ് ഉപയോഗിക്കേണ്ടത്. അതിപ്പോൾ 10 പേരുണ്ടെങ്കിൽ ഒരു ഷേക്ക് ഹാൻഡിന് അറ്റ് എ ടൈം 2 പേരാണ് പങ്കെടുക്കുക. എന്ന് പറഞ്ഞാൽ 10ൽ 2, ചിലപ്പോൾ 10C2 ഈസ്, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഷേക്സ് എന്ന് പറയുന്നത് is the same as the number of ways of selecting 2 persons among, ഇവിടെ എത്രയാണുള്ളത് 12 persons. അതായത് 12 പേഴ്സണ് 2 പേഴ്സണെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് വേസ്, അതിനാണ് നമ്പർ ഓഫ് ഷേക്ക് ഹാൻഡ്സ്. അപ്പോൾ നമ്മൾ ഏത് രീതിയിൽ ചോദിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഷേക്ക് ഹാൻഡ്സ് എന്നുള്ളതെന്ന് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ എന്താണ് അതിൻ്റെ മീനിങ് എന്നുള്ളതാണ് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നാലല്ലേ ഇതിൻ്റെ ആൻസർ നമ്മുടെ കയ്യിലേക്ക് വരും. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ റിക്വയർഡ് നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് is equal to എത്രയോ 12C2 വരിക. 12C2 ആണ് 12 into 11 divided by 1 into 2 എന്നാണ് നമ്മൾ പഠിച്ചത്. അങ്ങനെ ആകുമ്പോൾ അത് വരുന്നത് is equal to 66. ഇപ്പോൾ 66 നമ്പർ ഓഫ് ഷേക്ക് ഹാൻഡ്സ് എത്രയാണ് 66. ഓക്കെ, സോ ജസ്റ്റ് 1 മാർക്കാണ് നിങ്ങൾ 12C2 അത് എത്രയാണെന്നുള്ളത് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇനി അതിൽ ഒരു ആൽഫബറ്റിൽ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ നിങ്ങൾ ആലോചിക്കണം 5 vowelsഉം 21 consonants അറിയാലോ. ഹൗ മെനി വേർഡ്സ് with 2 different vowels and 2 different consonants can be formed without repetition of letters? അതാണ് ചോദിച്ചത്. സോ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഇത്രയുള്ളൂ, 2 വവലും 2 കൺസോണൻറ്റും വേണം. ആദ്യം നമ്മൾ അത് രണ്ടും, ഈ വവൽ 5 എണ്ണത്തിനും 21 കൺസോണൻസ് ഉണ്ട്. 2 കൺസോണൻറ്റും 5 വവലിൽ നിന്നും 2 വവലും നമ്മൾ തിരഞ്ഞെടുക്കണം ആദ്യം. സോ നമ്മൾ ആദ്യം ഇത് രണ്ടും നമ്മൾ സെലക്ട് ചെയ്യണം. അങ്ങനെ നമ്മളെടുത്ത് 4 നമ്പർ സെലക്ട് ആയി കിട്ടും. ആ 4 നമ്പർ എത്ര പേര് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം കണ്ടെത്തും. അതിനുശേഷം ഓരോ സെലക്ഷനും എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം, എത്ര രീതിയിലാണ് 4P4 അല്ലേ, റിപ്പീറ്റേഷൻ അലൗഡ് അല്ല എന്നുള്ളത് 4P4 വേസ് നമുക്ക്
അത് എന്ത് ചെയ്യാൻ പറ്റും, അറേഞ്ച് ചെയ്യാൻ പറ്റും. സോ ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുന്നു, ദെൻ അറേ. ഇപ്പോൾ നിങ്ങൾ ക്രിക്കറ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം 16 പേര് നമ്മൾ ആദ്യം 11 പേരെ സെലക്ട് ചെയ്യും. ആ 11 പേരെ സെലക്ട് ചെയ്യാൻ എത്ര വേണ്ടത്, നമുക്ക് 16C11 വെച്ചിട്ട് നമുക്ക് എത്ര വേണം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ബാറ്റിംഗ് ഓർഡർ ഒക്കെ നമുക്ക് മാറ്റാം, പല രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അത് അറേഞ്ച്മെൻറ്റാണ്. സോ ആദ്യം സെലക്ഷൻ, ദെൻ നമ്മൾ ഈ അറേഞ്ച്മെൻറ്റിൽ ഏതാണ് വിജയിക്കുന്നത് നോക്കും. ഇനി ഈ സെലക്ഷൻ വിജയിച്ചിട്ട് നമ്മൾ അടുത്ത കുറേ സെലക്ഷൻ ഉണ്ടല്ലോ, അടുത്ത സെലക്ഷൻ നോക്കും, ദെൻ അത് അറേഞ്ച് ചെയ്ത് നോക്കും അതിലേതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് നമ്മൾ വിന്നിങ് ടീമായി മാറുന്നത്, അങ്ങനെ കുറേ സെലക്ഷൻസും കുറേ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ എന്താണ് അതിൽ നടക്കുന്നത്. സോ ആദ്യം സെലക്ട് ചെയ്യുന്നു, ദെൻ നമ്മളതിനെ അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ സെലക്ഷനിലേക്ക് പോവുകയാണ്. സോ 2 vowels can be chosen in 5C2 ways. 2 consonants can be chosen in 21C2 ways. Therefore, total selection എന്ന് പറയുന്നത് ഇത് രണ്ടും വേണം അല്ലേ. ടോട്ടൽ സെലക്ഷൻ എന്ന് പറയുന്നത് 5C2 into 21C2 ആണ്. സോ ഇറ്റ് ഈസ് 5 into 4 divided by 1 into 2 into 21 into 20 divided by 1 into 2. So it is 10 into 210, but 2100. ഇനി നമ്മൾ പറയേണ്ടത് ഈച്ച് സെലക്ഷൻ can be arranged in 4 factors equal to 24 ways. അങ്ങനെയാണെങ്കിൽ റിക്വയർഡ് നമ്പർ, ഓരോ സെലക്ഷൻ നമുക്ക് 24 വേസ് വീണ്ടും അറേഞ്ച്. അങ്ങനെയാണെങ്കിൽ റിക്വയർഡ് നമ്പർ ഓഫ് ദർഫോർ റിക്വയർഡ് നമ്പർ ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത് is equal to 2100 into 24. So it is 50400. 50400. ഓക്കെ, ഇതാണ് ആൻസർ. ഇനി അല്ല നെക്സ്റ്റ് ഉള്ളത്, in how many ways can 5 girls and 3 boys be selected in a row so that no 2 boys are together? No 2 boys together അല്ലേ, no 2 boys together എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ 5 girls. സോ ഇവിടെ നമ്മൾ ഹിയർ ഫസ്റ്റ് വി അറേഞ്ച് ദ 5 girls. 5 ഗേൾസ് നമ്മൾ അറേഞ്ച് ചെയ്യണം അല്ലേ. സോ G1, G2, G3, G4, G5. So they arranged in എത്ര വേസ് ആടോ, 5 factorial ways അറേഞ്ച് ചെയ്യാൻ പറ്റും. റെഡി അല്ലേ. അതിനുശേഷം ബോയ്സ് അടുത്ത് വരുന്നതല്ല, അവർ എന്താ പറയുക, ഏതെങ്കിലും ഒരു വേർഡ് കണ്ടില്ല ലെറ്റേഴ്സിൽ വവൽസ് ഡു നോട്ട് അല്ലേ, നോ 2 vowels ഒക്കെ ടുഗദർ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഇതേ മെത്തേഡ് ഇതേ സംഭവം തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. സോ ഇവിടെ നമുക്ക് ബോയിനെ എവിടെ ഇരുത്താം, 1 2 3 4 5 6 അല്ലേ. സോ നമുക്ക് പറയാം there are 6 places for എത്രയാണ് 3 boys. 3 ബോയിന് 6 പ്ലേസിൽ എന്ന് പറഞ്ഞാൽ 3 ബോയ് ഉപയോഗിക്കുന്നത് 6 പ്ലേസിൽ ഏതെങ്കിലും 3 പ്ലേസ് ഉപയോഗിച്ചാൽ മതി, ശരിയല്ലേ. അങ്ങനെയാണെങ്കിൽ 6 പ്ലേസിൽ നിന്ന് 3 പ്ലേസ് നമുക്ക് എടുത്താൽ മതി. സോ ബോയ്സ് ക്യാൻ ദർഫോർ ബോയ്സ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ 6 places for 3 boys അല്ലേ. മാർക്ക്ഡ് വിത്ത്, മാർക്ക് ചെയ്ത് വേണേൽ പറയാം. മാർക്ക്ഡ് വിത്ത് ഏതാണ്, സ്റ്റാർ വെച്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. സോ ബോയ്സ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ 6P3 ways, ശരിയല്ലേ. 6P3 6 പ്ലേസിൽ 3 പ്ലേസ് 6P3 ചൂസ് ചെയ്യല്ല. സെലക്ഷൻ ആണെങ്കിൽ എല്ലാം ഒരേപോലെ ആയിരിക്കണം. ബോയ്സും 3 പേരും വേറെ വേറെ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ അറേഞ്ച് തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദർഫോർ റിക്വയർഡ് നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് is equal to 5 factorial into 6P3. 5 factorial is 120 into 6 into 5 into 4. It is only also 120. So 14400 ഇതാണ് ആൻസർ വരും, 14400. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ കിടക്കുന്നു. 7ാമത്തെ ക്വസ്റ്റ്യൻ. Given flags of different colors, how many different signals can be generated if each signal requires the use of 2 flags, one below the other? Okay, determine the number of 5 card combinations out of a deck of 52 cards if there is exactly 1 ace in each combination. Exactly 1 ace ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. സോ 5 flags of different colors ആണ്. സോ ഇതിലൊന്നുമില്ല, 1 below the other ആണ്.
സോ 5 ഡിഫറെൻറ്റ് ഫ്ലാഗ്സ് ആണുള്ളത്. സോ ഇതിൽ നമ്മൾ പറയുന്നത് അപ്പർ പ്ലേസ് എത്ര രീതി ഫില്ല് ചെയ്യാം? അപ്പർ പ്ലേസ് ഫിൽഡ് ഇൻ 5 ഡിഫറെൻറ്റ് വേസ്. ശരിയല്ലേ? അങ്ങനെയാകുമ്പോൾ ഒരു കളർ അവിടെ അങ്ങ് പോയി. നമ്മളെടുത്ത് 5 ഡിഫറെൻറ്റ് കളറാണ്. ഇനി നമ്മളെടുത്ത് 4 എണ്ണ ഉണ്ടാവും. സോ ലോവർ പ്ലേസ് ഫിൽഡ് ഇൻ എത്ര വേസ് ആണ്? 4 ഡിഫറെൻറ്റ് വേസ്. അത്രയുണ്ടാവും. ദെർഫോർ റിക്വയർഡ് നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് 5 into 4 that's equal to ഇതാണ് വരിക 20 വരും. 5 into 4 is equal to 20. Okay. Next, determine the number of 5 card combination. Number of എന്താണ്? 5 card combination if there is exactly one ace in each combination. അപ്പോൾ നമുക്കിവിടെ അറിയാം in a deck of 52 cards അതിൽ there are എത്ര ഏസ് ഉണ്ടാവും? 4 ഏസ്. ശരിയല്ലേ? there are 4 ഏസ്. 4 ഏസ് ഉണ്ടാവും. 48 വേറെ ആയിരിക്കും, അതർ കാർഡ്സ് ആയിരിക്കും അല്ലേ? ഇനി നമ്മൾ പറഞ്ഞത് 1 ഏസും വേണം, എക്സാക്ട്ലി 1 ഏസും വേണം. 4 കാർഡ്സ് ചെയ്താലും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ 1 ഏസ് സെലക്റ്റഡ് ഇൻ ദീസ് 4 ഏസ് അല്ലേ? 1 ഏസ് സെലക്റ്റഡ് ഇൻ 4C1 വേസ് അല്ലേ? 4C1 വേസിൽ 1 ഏസ് സെലക്ട് ആൻഡ് the remaining 4 cards can be selected out of 4 എണ്ണ 52 4 എണ്ണ ഏസ് ആണ്, 48 അതർ കാർഡ്സ് ഉണ്ട്. സോ 4 അതർ കാർഡ്സ് അല്ലെ 4 കാർഡ്സ് ക്യാൻ ബി ലൈക്ക് ദ റിമൈനിങ് 4 കാർഡ്സ്. അത് 4 എണ്ണം വേറെ തന്നെ ആയിരിക്കണം. ഏസ് ആയത് എക്സാക്ട്ലി 1 ഏസ് ആവണം അല്ലേ? സെലക്ട് ഔട്ട് ഓഫ് 48 കാർഡ്സ് ഇൻ എത്രയാണ്? 48 C4 വേസ് ആണ്. അപ്പോൾ ഒരു ഏസും വേണം, 4 വരാൻ മൊത്തമാണ് 5 വരുന്നത്. സോ റിക്വയർഡ് ദെയർഫോർ ബൈ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് FPC എന്നൊക്കെ വേണം എഴുതട്ടോ. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് അങ്ങനെ എഴുതിയിലും വലിയ കുഴപ്പമൊന്നുമില്ല. സോ റിക്വയർഡ് നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് is equal to എത്രയോടെ വരിക? ഏസിൻ്റെ ഒരു ഏസ് ഇൻറ്റു 4 എണ്ണം വരെ 48 C4. സോ 4C1 is 4 into 48 into 47 into 46 into 45 divided by 1 into 2 into 3 into 4. സോ ഇത് 24 ആകുമ്പോൾ ഇത് 2 times ഒറ്റ കട്ടിങ്ങേ ഉള്ളൂ. സോ ഇത് നമുക്ക് കിട്ടുന്നത് വലിയൊരു നമ്പർ ആയിരിക്കും. 778320 ഇതാണ് കിട്ടുക കേട്ടോ. 778320. ഓക്കെ, ഇത്രയാണ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ എന്ന ചാപ്റ്ററിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ചാപ്റ്റർ ബൈനോമിയൽ തിയറാണ്. ബൈനോമിയൽ തിയറം. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കിക്കോളൂ, ബൈനോമിയൽ തിയറം. സോ പെർമ്യൂട്ടേഷനിൽ അത്യാവശ്യം വരാൻ ഈ ഒരു റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും വരുന്നുണ്ടാവുക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് കിടക്കാം. ബൈനോമിയൽ തിയറം. ബൈനോമിയൽ തിയറത്തിൽ നിങ്ങൾക്കറിയാം എയും ബിയും 2 റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ ദെൻ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു ദ നാച്ചുറൽ നമ്പർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് a plus b all raised to n. സോ n ഇസ് എനി പോസിറ്റീവ് ഇൻറ്റിജർ അല്ലേ? n ഒരു പോസിറ്റീവ് ഇൻറ്റിജറാണ്. a plus b all raised to n എന്ന് പറയുന്നത് നമുക്കറിയാം nc0 a raised to n plus nc1 a raised to n minus 1b nc2 a raised to n minus 2b square plus etc plus ncn b raised to n അറിയുന്നതാണ്. ബൈനോമിയൽ എക്സ്പാൻഷനാണ്. അതെങ്ങനെയാണ് വന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചതാണ്. സോ അതിൽ nc1 nc0 nc2 എന്നൊക്കെ പറയുന്നത് ബൈനോമിയൽ കോയിഫിഷ്യൻസ് എന്നാണ് കേട്ടോ. ബൈനോമിയൽ കോയിഫിഷ്യൻസ്. ഓക്കെ, പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു nc1 nc2 nc3. അപ്പോൾ ncr ഇസ് എ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞു. അതുകൊണ്ട് nc1 nc2 nc3 അങ്ങനെ വരുന്ന എല്ലാം ncn എല്ലാം എന്തായിരിക്കും? നാച്ചുറൽ നമ്പർ ആയിരിക്കും കേട്ടോ. ഇനി a മൈനസ് ബി ഓൾ റേഷ്യോ ആകുമ്പോൾ നമ്മൾ ഓൾട്ടറായിട്ട് നെഗറ്റീവ് കൊടുക്കണം, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും നമുക്ക് പറയാനില്ല. സോ അത് വെച്ചിട്ടാണ് ലാസ്റ്റ് -1 raised to n ncn b raised to n വരും. ഓക്കെ, പിന്നെ നമ്മൾ എക്ക് 1ഉം ബിക്ക് എക്സും ഒക്കെ കൊടുത്തിട്ട് 1 + x all raised to n ഉണ്ട്. അത് പഠിച്ചു വെക്കണം. nc0 + nc1x + nc2x² + nc3x³ + ncn x raised to n. പിന്നെ 1 - x വരുമ്പോൾ അത് ഓൾട്ടറായിട്ട് മൈനസ് വരുന്നു. അതിനുശേഷം nc0 + nc, അതായത് എക്സും നമ്മൾ ഈ
ഇത് ഇക്വേഷൻ 1-ലുള്ള എക്സിന് നമ്മൾ 1 കൊടുത്താൽ 2n ആവും. അത് NC0 പ്ലസ് NC1 പ്ലസ് അതായത് സം ഓഫ് ദ ബൈനോമിയൽ കോയിഫിഷ്യൻസ് എന്ന് പറയും. ഈ സെക്കൻഡിൽ നമ്മൾ എക്സിന് 1 കൊടുക്കുമ്പോൾ 0 എന്ന് കിട്ടും. 0n എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. 0 എന്ന് പറഞ്ഞാൽ NC0 മൈനസ് NC1 അങ്ങനെ എഴുതി പോകാൻ പറ്റും. ഓക്കെ, ഇനി ജനറൽ ടേം, മിഡിൽ ടേം. ജനറൽ ടേം എന്ന് പറഞ്ഞാൽ TR+1. നിങ്ങൾക്കറിയാം NCR a പ്ലസ് ബി ഓൾ റേസ് ടു എന്നിൻ്റെ എക്സ്പാൻഷനിലെ ജനറൽ ടേം എന്ന് പറയുന്നത് NCR a റേസ് ടു n മൈനസ് ആർ ബി റേസ് ടു ആർ ആണ്. NCR a റേസ് ടു n മൈനസ് ആർ ബി റേസ് ടു, അത് TR+1 എന്നാണ് നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, മിഡിൽ ടേം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞു a പ്ലസ് ബി ഹോൾ റേസ് ടു എന്നിൽ, ശ്രദ്ധിച്ചോളൂ, a പ്ലസ് ബി ഹോൾ റേസ് ടു എന്നിൽ ശരിക്കും പറഞ്ഞാൽ എത്ര ടേം ഉണ്ടാവും? അല്ലെ, a പ്ലസ് ബി ഹോൾ റേസ് ടു n+1 ടേംസ് ഉണ്ടാവും എക്സ്പാൻഷനിൽ. എക്സ്പാൻഷനിൽ എത്ര ടേം ഉണ്ടാവും? n+1 ടേംസ് ഉണ്ടാവും. പിന്നെ നിങ്ങൾ അറിയേണ്ട വേറൊരു കാര്യം, എയുടെ ഫസ്റ്റ് ടേമിൻ്റെ പവർ, ഫസ്റ്റ് a പ്ലസ് ബി ഹോൾ റേസ് ടു എൻ്റെ പവർ ഗോസ് ഓൺ ഡിക്രീസിങ് ബൈ 1ഉം ബീൻ്റെ പവർ ഗോസ് ഓൺ ഇൻക്രീസിങ് ബൈ 1ഉം ആണ്. അതേപോലെ തന്നെ ഏതൊരു ടേം എടുത്താലും അതിൽ എൻ്റെയും ബീൻ്റെയും പവേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ദ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ n ആണെങ്കിൽ n ആയിരിക്കും. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയണം. പിന്നെ രണ്ട് എൻഡിൽ നിന്നുള്ള ബൈനോമിയൽ കോയിഫിഷ്യൻറ്റ് വാല്യൂ സെയിം ആയിരിക്കും രണ്ട് എൻഡിൽ. അതായത് NC0യും NCnഉം സെയിം ആയിരിക്കും, NC1ഉം NCn-1ഉം സെയിം ആയിരിക്കും. അങ്ങനെ രണ്ട് എൻഡിൽ നിന്നുള്ളത് സെയിം ആയിട്ടായിരിക്കും. ഓക്കെ, സോ a പ്ലസ് ബി ഹോൾ റേസ് ടു n എന്ന് പറയുന്നത് ഈവൺ ആണെങ്കിൽ എക്സ്പാൻഷനിൽ ഓഡ് നമ്പർ ഓഫ് ടേംസ് ഉണ്ട്. a പ്ലസ് ബി ഹോൾ റേസ് ടു n ഓഡ് ആണെങ്കിൽ എക്സ്പാൻഷനിൽ ഈവൺ നമ്പർ ഓഫ് ടേംസ്, ഒന്ന് കൂടുതലായിരിക്കുമല്ലോ, 1 മോർ ദാൻ ദാറ്റ് ഓഫ് ദ ഇൻഡെക്സ് ആണ്. അങ്ങനെ n ഈവൺ ആണെങ്കിൽ എക്സ്പാൻഷനിൽ ഓഡ് നമ്പർ ഓഫ് ടേംസ് ഉണ്ട്. ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ there is only one മിഡിൽ ടേം. ആ മിഡിൽ ടേം എന്ന് പറയുന്നത് n ഈവൺ ആകുമ്പോൾ n/2 പ്ലസ് 1th ടേം ആയിരിക്കും. എന്തായിരിക്കും ഉണ്ടാവും? n/2 പ്ലസ് 1th ടേം. ഈവൺ ആകുമ്പോൾ by2 ചെയ്യാമല്ലോ, അപ്പോൾ ഒരു കറക്റ്റ് ഒരു നമ്പർ അല്ലേ കിട്ടും. ഇത്ര ആലോചിച്ചാൽ മതി. ഇനി n ഓഡ് ആകുമ്പോൾ എക്സ്പാൻഷനിൽ ഈവൺ നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവും. അപ്പം there are two മിഡിൽ ടേംസ്, രണ്ട് മിഡിൽ ടേംസ് ഉണ്ടാവും. അത് ഏതൊക്കെ അറിയാം? ഒന്ന് കിട്ടിയതിൻ്റെ അടുത്തെന്ന് നമുക്കറിയാം. സോ n ഇവിടെ ഓടല്ലേ, സോ n ഓടാകുമ്പോൾ ഫസ്റ്റിലത്തെ ആ ടേം എന്ന് പറയുന്നത് n+1/2 ആണ്. എന്താ പറയുക? n+1/2 അങ്ങനെ എഴുതണം. n+1/2 തൊട്ട് അതാണ് ഫസ്റ്റ് ടേം വരും. അത് n ഓടാകുമ്പോൾ by2 ചെയ്താൽ നമുക്ക് ഒരു നാച്ചുറൽ നമ്പർ അല്ല കിട്ടുക. സോ n ഓടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? n+1/2 ടേം ആയിരിക്കും ആദ്യത്തെ ടേം വരുന്നത്. അടുത്തത് എന്തായിരിക്കും? n+1/2 പ്ലസ് 1th ടേം ആയിരിക്കും, അല്ലെങ്കിൽ അതിന് n+3/2 ടേം എന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് n+1/2 5 ആണ് കിട്ടിയെങ്കിൽ അതിൻ്റെ അടുത്ത ടേം 6th ആയിരിക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ, സോ അതാണ് മിഡിൽ ടേം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ വേറൊന്ന് പറയാനുള്ളത്, നമ്മളിപ്പോൾ രണ്ട് എൻഡിൽ നിന്നുള്ള വരുന്ന എന്താണ് സെയിം ആണെന്നുള്ളത് പറഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. റേസ് എൻട്രൻസ് കോച്ചിങ് സെന്ററിന്റെ എൻട്രൻസോട് കൂടിയുള്ള ട്യൂഷൻ ബാച്ചുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. മികച്ച അധ്യാപകർ, ദേശീയ നിലവാരമുള്ള മെറ്റീരിയൽസ്, എൻട്രൻസ് എക്സാമിനും ബോർഡ് എക്സാമിനേഷനും തുല്യ പ്രാധാന്യത്തോടുള്ള കരിക്കുലം, എല്ലാ മിടുക്കന്മാർക്കും സ്വാഗതം. മറക്കരുത്, സ്ട്രിക്റ്റ് ആണ് റേസ്. റേസ് എൻട്രൻസ് കോച്ചിങ് സെന്ററിന്റെ എൻട്രൻസോട് കൂടിയുള്ള ട്യൂഷൻ ബാച്ചുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. മികച്ച അധ്യാപകർ, ദേശീയ നിലവാരമുള്ള മെറ്റീരിയൽസ്, എൻട്രൻസ് എക്സാമിനും ബോർഡ് എക്സാമിനേഷനും തുല്യ പ്രാധാന്യത്തോടുള്ള കരിക്കുലം, എല്ലാ മിടുക്കന്മാർക്കും സ്വാഗതം. മറക്കരുത്, സ്ട്രിക്റ്റ് ആണ് റേസ്. റേസ് എൻട്രൻസ് കോച്ചിങ് സെന്ററിന്റെ എൻട്രൻസോട് കൂടിയുള്ള ട്യൂഷൻ ബാച്ചുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. മികച്ച അധ്യാപകർ, ദേശീയ നിലവാരമുള്ള മെറ്റീരിയൽസ്, എൻട്രൻസ് എക്സാമിനും ബോർഡ് എക്സാമിനേഷനും തുല്യ പ്രാധാന്യത്തോടുള്ള കരിക്കുലം, എല്ലാ മിടുക്കന്മാർക്കും സ്വാഗതം. മറക്കരുത്, സ്ട്രിക്റ്റ് ആണ് റേസ്. റേസ് എൻട്രൻസ് കോച്ചിങ് സെന്ററിന്റെ എൻട്രൻസോട് കൂടിയുള്ള ട്യൂഷൻ ബാച്ചുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. മികച്ച അധ്യാപകർ, ദേശീയ നിലവാരമുള്ള മെറ്റീരിയൽസ്, എൻട്രൻസ് എക്സാമിനും ബോർഡ് എക്സാമിനേഷനും തുല്യ പ്രാധാന്യത്തോടുള്ള കരിക്കുലം, എല്ലാ മിടുക്കന്മാർക്കും സ്വാഗതം. മറക്കരുത്, സ്ട്രിക്റ്റ് ആണ് റേസ്.
റേസ് എൻട്രൻസ് കോച്ചിംഗ് സെന്ററിന്റെ എൻട്രൻസോട് കൂടിയുള്ള ട്യൂഷൻ ബാച്ചുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. മികച്ച അധ്യാപകർ, ദേശീയ നിലവാരമുള്ള മെറ്റീരിയൽസ്, എൻട്രൻസ് എക്സാമിനും ബോർഡ് എക്സാമിനേഷനും തുല്യ പ്രാധാന്യത്തോടുള്ള കരിക്കുലം. എല്ലാ മിടുക്കന്മാർക്കും സ്വാഗതം. മറക്കരുത്, സ്ട്രിക്റ്റ് ആണ് റേസ്. റേസ് എൻട്രൻസ് കോച്ചിംഗ് സെന്ററിന്റെ എൻട്രൻസോട് കൂടിയുള്ള ട്യൂഷൻ ബാച്ചുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. മികച്ച അധ്യാപകർ, ദേശീയ നിലവാരമുള്ള മെറ്റീരിയൽസ്, എൻട്രൻസ് എക്സാമിനും ബോർഡ് എക്സാമിനേഷനും തുല്യ പ്രാധാന്യത്തോടുള്ള കരിക്കുലം. എല്ലാ മിടുക്കന്മാർക്കും സ്വാഗതം. മറക്കരുത്, സ്ട്രിക്റ്റ് ആണ് റേസ്. റേസ് എൻട്രൻസ് കോച്ചിംഗ് സെന്ററിന്റെ എൻട്രൻസോട് കൂടിയുള്ള ട്യൂഷൻ ബാച്ചുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. മികച്ച അധ്യാപകർ, ദേശീയ നിലവാരമുള്ള മെറ്റീരിയൽസ്, എൻട്രൻസ് എക്സാമിനും ബോർഡ് എക്സാമിനേഷനും തുല്യ പ്രാധാന്യത്തോടുള്ള കരിക്കുലം. എല്ലാ മിടുക്കന്മാർക്കും സ്വാഗതം. മറക്കരുത്, സ്ട്രിക്റ്റ് ആണ് റേസ്. റേസ് എൻട്രൻസ് കോച്ചിംഗ് സെന്ററിന്റെ എൻട്രൻസോട് കൂടിയുള്ള ട്യൂഷൻ ബാച്ചുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. മികച്ച അധ്യാപകർ, ദേശീയ നിലവാരമുള്ള മെറ്റീരിയൽസ്, എൻട്രൻസ് എക്സാമിനും ബോർഡ് എക്സാമിനേഷനും തുല്യ പ്രാധാന്യത്തോടുള്ള കരിക്കുലം. എല്ലാ മിടുക്കന്മാർക്കും സ്വാഗതം. മറക്കരുത്, സ്ട്രിക്റ്റ് ആണ് റേസ്. റേസ് എൻട്രൻസ് കോച്ചിംഗ് സെന്ററിന്റെ എൻട്രൻസോട് കൂടിയുള്ള ട്യൂഷൻ ബാച്ചുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. മികച്ച അധ്യാപകർ, ദേശീയ നിലവാരമുള്ള മെറ്റീരിയൽസ്, എൻട്രൻസ് എക്സാമിനും ബോർഡ് എക്സാമിനേഷനും തുല്യ പ്രാധാന്യത്തോടുള്ള കരിക്കുലം. എല്ലാ മിടുക്കന്മാർക്കും സ്വാഗതം. മറക്കരുത്, സ്ട്രിക്റ്റ് ആണ് റേസ്. റേസ് എൻട്രൻസ് കോച്ചിംഗ് സെന്ററിന്റെ എൻട്രൻസോട് കൂടിയുള്ള ട്യൂഷൻ ബാച്ചുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. മികച്ച അധ്യാപകർ, ദേശീയ നിലവാരമുള്ള മെറ്റീരിയൽസ്, എൻട്രൻസ് എക്സാമിനും ബോർഡ് എക്സാമിനേഷനും തുല്യ പ്രാധാന്യത്തോടുള്ള കരിക്കുലം. എല്ലാ മിടുക്കന്മാർക്കും സ്വാഗതം. മറക്കരുത്, സ്ട്രിക്റ്റ് ആണ് റേസ്. റേസ് എൻട്രൻസ് കോച്ചിംഗ് സെന്ററിന്റെ എൻട്രൻസോട് കൂടിയുള്ള ട്യൂഷൻ ബാച്ചുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. സോ നമ്മൾ ക്വസ്റ്റ്യൻസ് തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ ബൈനോമിയൽ തിയറത്ത് നമുക്ക് ആകെ പറയാനുള്ളത് a + b ഹോൾ റേഷൻ, a - b ഹോൾ റേഷൻ, 1 + x ഹോൾ റേഷൻ, 1 - x ഹോൾ റേഷൻ, 2 - 0, tr+1 ആൻഡ് മിഡിൽ ടേംസ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അതിൻ്റെ ബേസിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, സോ expand x + 1/x whole raised to 6. ഓക്കെ, ഇത് നമുക്ക് പെട്ടെന്ന് കിട്ടും. x + 1/x whole raised to 6 എന്ന് പറഞ്ഞാൽ 6c0 x raised to 6 plus 6c1 x raised to 5 into 1/x raised to 1, റെഡി അല്ലേ, പ്ലസ് 6c2 x raised to 4 into 1/x square plus 6c3 x cube 1/x cube plus 6c4 x square into 1/x raised to 4 plus 6c5 x into 1/x raised to 5 plus 6c6 1/x raised to 6. ഇങ്ങനെയാണല്ലോ വരിക അല്ലേ. ഇനി 6c0 പറഞ്ഞാൽ 1 ആണ്. സോ 1 into x raised to 6 പറഞ്ഞാൽ x raised to 6 പ്ലസ് 6c1 is 6 into എന്താ വരുന്നത്, x raised to 5 into 1/x, ശരിയാണല്ലോ, പ്ലസ് 6c2 is 15 into x raised to 4 into 1/x square plus 6c3 is 20 into x cube into 1/x cube plus 64 on again 15 വരും. സെയിം എൻഡാണ്, സെയിം എൻഡിൽ സെയിം നമ്പർ ആയിരിക്കും അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ x square 1/x raised to 4 plus 65 is 6 into x into 1/x raised to 5 plus 1 into 66 is 1 into 1/x raised to 6. ഇങ്ങനെ വരും, ശരിയല്ലേ. സോ ഇറ്റ് ഈസ് x raised to 6 എന്ന് പറയുന്നത് x raised to 6 തന്നെ എഴുതാം. ഇനി ഇവിടെ നിങ്ങൾ നോക്ക്, x raised to 5 എക്സും കട്ട് ചെയ്യുമ്പോൾ അതൊരു 6x raised to 4 എന്ന് വരും.
ശരിയല്ലേ? ഇവിടെ 2x കണ്ടാവും. സോ എത്ര വരും? പ്ലസ് 15x⁻²2 എന്ന് വരും. ശരിയല്ലേ? പ്ലസ് ഇവിടെ x³ ആകുമ്പോൾ 20x⁻0 എന്ന് വരും. പ്ലസ് 15/x² പ്ലസ് 6/x⁻4 പ്ലസ് 1/x⁻6 ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ ടേമാണ് കേട്ടോ. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്. ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സിന് എക്സിൻ്റെ പവർ 0 ആയിരിക്കും. അതാണ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്. ദ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് മീൻസ് ദ പവർ ഓഫ് എക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അതൊന്ന് ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ, നമ്മളവിടെ ഒന്നും ചോദിച്ചിട്ടില്ല. ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ഏതാണെന്ന് വെച്ചാൽ 20 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റിലേക്ക് പോകുന്നു. നെക്സ്റ്റ്, ഫൈൻഡ് ദ മിഡിൽ ടേം ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് x/3 പ്ലസ് 9y⁻10. അതിൽ മിഡിൽ ടേമാണ് നമ്മളോട് ചോദിച്ചത്. മിഡിൽ ടേം. സോ മിഡിൽ ടേം ഒരു ടേം അപ്പോൾ നമ്മളിത് എക്സ്പാൻഡ് ചെയ്യാതെ നമുക്ക് എങ്ങനെ മിഡിൽ ടേം കാണാം? ജനറൽ ടേം എഴുതിയിട്ടാണ്. സോ ജനറൽ ടേം നമുക്കറിയാം. ജനറൽ ടേം എന്ന് പറയുന്നത് TR+1 is equal to NCR A⁻n−r B⁻r. റെഡി അല്ലേ? ഹിയർ ഇവിടെ n എന്ന് പറയുന്നത് 10, a എന്ന് പറയുന്നത് x/3, b എന്ന് പറയുന്നത് 9y. ഇത് സപ്പോസ് x/3 -9y ആണെങ്കിൽ b -9y ആയിരിക്കും കേട്ടോ. നമ്മൾ a+b⁻n ജനറൽ ടേം ആണ് എഴുതി വെച്ചത്. a+b⁻n അല്ലാണ്ട് a−b⁻n അല്ല കേട്ടോ. സോ ദെർഫോർ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. ദെർഫോർ TR+1 എന്ന് പറയുന്നത് n എന്ന 10CR. റെഡി അല്ലേ? 10CR. പിന്നെ എന്താണ് വരുന്നത്? 10CR. പിന്നെ വരുന്നത് a എന്നാണ് x/3⁻10−r പിന്നെ 9y⁻r എന്നാണ് വരിക. ഇനി നമ്മൾ ചോദിച്ചത് മിഡിൽ ടേം വെച്ച്, ജനറൽ ടേം അല്ല ചോദിച്ചു. മിഡിൽ ടേം. സോ മിഡിൽ ടേം എത്രാമത്തെ ടേം? ജനറൽ ടേം അറിയുമ്പോൾ നമുക്ക് മിഡിൽ ടേം എഴുതാം. സോ ഇവിടെ n എന്ന് പറയുന്നത് ഈവൺ ആണ്. n ഈവൺ ആയതിനെ കൊണ്ട് എക്സ്പാൻഷനിൽ എന്താണ്? ഓഡ് ടേംസ് ഉണ്ടാകും. ഓഡ് ടേംസ്. അതുകൊണ്ട് ഓൺലി 1 മിഡിൽ ടേം, ഒറ്റ മിഡിൽ ടേം ഉണ്ടാവും. അത് എത്ര വരിക? 10/2 പ്ലസ് 1th ടേം ആയിരിക്കും. ദാറ്റ് ഈസ് എത്രാമത്തെ ടേമാ? 6th ടേം. ശരിയല്ലേ? n ഈവൺ ആണെങ്കിൽ /2 + 1. n ഈവൺ ആണ്, ഓഡ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവും. അതിനാണ് /2 + 1 ആണ്. n ഓഡ് ആണെങ്കിൽ ഈവൺ നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവും. 2 മിഡിൽ ടേംസ് ഉണ്ടാവും. അതൊന്ന് n+1/2 പിന്നെ അതാണ് n+1/2 + 1. ഓക്കെ, സോ ദെർഫോർ നമുക്ക് 6th ടേം കാണണം. ടേം 6 ആണ് മിഡിൽ ടേം. സോ ദാറ്റ്സ് ഈക്വൽ ടു ടേം 5 + 1 ദാറ്റ്സ് ഈക്വൽ ടു 10C5 x/3⁻10−5 5 9y⁻5 എന്ന് വരും. ഓക്കെ, 10C5 10 × 9 × 8 × 7 × 6 divided by 1 × 2 × 3 × 4 into x⁵5/3⁵5 into 9⁵5y⁵5. 9⁵5 is same as 9⁵5 എന്ന് പറയുന്നത് ഈക്വൽ ടു 3² എന്ന് പറഞ്ഞാൽ 3/10 ആണ്. ഓക്കെ, സോ ഇവിടെ 3/5ഉം 3/10ഉം കട്ടാവും. അങ്ങനെയാണെങ്കിൽ ഇത് കട്ടാകുമ്പോൾ എനിക്ക് ഇവിടെ കിട്ടുക 3/5 ആണ് ബാക്കി കിട്ടുക. 3/5. ഓക്കെ, സോ ഇവിടെ 4 3 × 2 6 4 ഇവിടെ 2 ഇങ്ങനെ വരുന്നു അല്ലേ. സോ അങ്ങനെയാണ് നമ്മുടെ ആൻസർ വരുന്നത് 2 5. അവിടെ ഒരു 5 ഇവിടെ ഉണ്ടല്ലേ, അതാണ് ഞാൻ നോക്കുന്നത്. സോ ഇവിടെ 5 4 × 3 2 6 പോകും. 4 2 പോകും. 5 ഇവിടെ 2 ടൈംസ് പോകും. സോ ഇവിടെ 7 അപ്പം 7 28 55 252 അല്ലേ ഇൻറ്റു 3/5 x⁵5 y⁵5. 3/5 is 243. So 252 into 243. So 3 into 2 6 15 8 3 6 4 7 12 4 20 2 8 10 1 6 6 1 2 3 6.
So it is equal to 6, 1, 2, 3, 6, x raised to 5, y raised to 5. X raised to 5, y raised to 5. ഇത്രയാണുള്ളത്. ഓക്കെ, സോ മിഡിൽ ടേമാണ്. മിഡിൽ ടേം എത്രാമത്തെ ടേം നമുക്ക് ജനറൽ ടേം എഴുതുന്നു. അതിൽ മിഡിൽ ടേം എത്രാമത്തെ ടേമാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ആ ടേം നമ്മൾ എഴുതി വെച്ചു. ഓക്കെ, ഇതാണ് ഉണ്ടാകുന്നത്. ഇനി മിഡിൽ ടേമാണ് നമ്മൾ കാണാൻ പറഞ്ഞത്. അതൊക്കെ ടേം നമ്മൾ കണ്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് n is a positive integer, then number of terms in the expansion of x plus a whole raised to n. x plus a whole raised to n ൽ എത്ര ടേംസ് ഉണ്ട്? എക്സ്പാൻഷൻ നമുക്കറിയാം n plus 1 ടേംസ് ഉണ്ട്. സോ ബി അതാണ് കറക്റ്റ്. തേർഡിൽ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നമ്മൾ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കണം. ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വേറെയുണ്ട്, ടെക്സ്റ്റിൽ വേറെ ഒന്നുണ്ട്. ഏതാണ്? 6 raised to n minus 5n എന്ന് പറയുന്നത് 25 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഓൾവേസ് റിമൈൻഡർ 1 ആയി വരും എന്നുള്ള ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്ക് ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻ ഉണ്ട്. അതും ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യനാണ്. അതും നോക്കിക്കൊള്ളാം കേട്ടോ. ഇങ്ങനെയാണ് 6 raised to n minus 5n ഓൾവേസ് ലീവ് റിമൈൻഡർ 1 വെൻ ഡിവൈഡഡ് ബൈ 25 എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഇത് അതേപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മൾ തുടങ്ങേണ്ടത് ഇങ്ങനെ ഈ കേസിലൊക്കെ നമുക്ക് വി നോ ദാറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങാം കേട്ടോ. വി നോ ദാറ്റ് എന്താണ് ശരിക്കും 1 plus x ഹോൾ റേസ് ടു n plus 1 എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതിക്കൂടെ? എനിക്ക് n plus 1 c0 പ്ലസ് n plus 1 c1x പ്ലസ് n plus 1 c2x സ്ക്വയർ അങ്ങനെ എഴുതാൻ പറ്റും. പ്ലസ് n plus 1 c3x³ പ്ലസ് എക്സെട്ര പ്ലസ് n plus 1 cn plus 1 x raised to n plus 1 ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഇതിൽ ഞാൻ എനിക്ക് 9 raised to n plus 1 ഉണ്ട് കേട്ടോ. അതിന് വേണ്ടി ഇപ്പോൾ 9 ഇപ്പോൾ 6 raised to n ആണെങ്കിൽ നിങ്ങൾ 1 plus എക്സിന് 5 കൊടുത്താൽ മതി. ഇവിടെ ഞാൻ പുട്ട് ഈ എക്സ് is equal to 8 നല്ല 9 ഇതിൽ ഏതെങ്കിലും ഒരു പവറിൻ്റെ ടൈമിൽ എഴുതുക നമ്മളെ ഉദ്ദേശം ആദ്യം കേട്ടോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇന്ന് കിട്ടും 1 plus 8 ഹോൾ റേസ് ടു n plus 1 is equal to n plus 1 c0 plus n plus 1 c1 8 plus n plus 1 c2 8 square plus n plus 1 c2 8³ plus etc plus n plus 1 cn plus 1 8 raised to n plus 1 ശരിയല്ലേ? സോ 9 raised to n plus 1 ഈക്വൽ ടു n plus 1 c0 എന്നാൽ 1 ആണ്, പ്ലസ് n plus 1 c1 ആണ് n plus 1 ആണ്. സോ n plus 1 into 8 പ്ലസ് ഇനിയുള്ളതെല്ലാം 8 സ്ക്വയർ കോമൺ എടുക്കുക. സോ n plus 1 c2 പ്ലസ് n plus 1 c3 എന്ത് വരും? 8 സ്ക്വയർ 8 വരും. 8 സ്ക്വയർ ഒന്നും ഉണ്ടാവില്ലേ, കാരണം 8 സ്ക്വയർ അല്ല ഞാൻ എടുത്തത്, ബാക്കി 8 ഉണ്ടാവും. പ്ലസ് എക്സെട്ര പ്ലസ് എന്ത് വരും? n plus 1 cn plus 1 8 raised to n minus 1. ഇത് എല്ലായ്പ്പോഴും ഒരു ഇൻറ്റീജർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ, കാരണം NCR is a natural number. സോ എല്ലായ്പ്പോഴും ഇത് ഇറ്റ് ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ എന്ന് പറയാൻ പറ്റും. ഇത് എല്ലായ്പ്പോഴും ഒരു പോസിറ്റീവ് ഇൻറ്റീജർ. അങ്ങനെയാണെങ്കിൽ ഇതിന് എനിക്ക് 9 raised to n plus 1 ഇവിടെ നമുക്ക് ഈക്വൽ ടു 1 plus 8n minus 8n plus 8 plus 64k എന്ന് എഴുതാം. വേർ k എന്ന് പറയുന്നതാണ് n plus 1 c2 plus n plus 1 c3 8 plus etc plus n plus 1 cn plus 1 8 raised to n minus 1 which belongs to n natural number പെട്ടായിരിക്കും കേട്ടോ. സോ വിച്ച് ഇംപ്ലൈസ് എനിക്ക് കിട്ടും 9 raised to n plus 1 minus 8n minus 9 is equal to 64k. കിട്ടിയില്ലേ? that is divisible by 64 whenever n is an integer. Whenever n is a positive integer. കിട്ടിയല്ലോ? ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത്. ഇനി ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് a plus b whole raised to 4 minus a minus b whole raised to 4 and evaluate √3 plus √2 whole raised to 4 minus √3 minus √2 whole raised to 4. ഓക്കെ, സോ ഇവിടെ a plus b whole raised to 4 എന്ന് പറയുന്നത് 4c0 a raised to 4 plus 4c1 a cube b plus 4c2 a square b square plus 4c3 a b cube plus 4c4 b raised to 4 ആണ്. എന്ന് പറഞ്ഞാൽ ഇത് വരുന്നത് a raised to 4 plus 4a cube b plus 6a square b square plus
4ab cube plus b raised to 4 ആണ്. റെഡി അല്ലേ? സോ വിച്ച് ഇംപ്ലൈസ് a minus b whole raised to 4 all try to minus 4. അപ്പോൾ a raised to 4 minus 4a cube b plus 6a square b square minus 4ab cube plus b raised to 4 ആയിരിക്കും. So which implies a plus b whole raised to 4 minus a minus b whole raised to 4 എന്ന് പറയുമ്പോൾ സെയിം ഒക്കെ കട്ടായി പോകും അല്ലേ? അപ്പോൾ നമുക്ക് 2 അല്ലേ 2 ഇത് ആഡ് ചെയ്യണം. അപ്പോൾ 2 ഇപ്പോൾ 4 plus 4 8. അപ്പോൾ നമുക്ക് 8a cube b plus 8ab cube വരിക. സോ ഇവിടെ നമുക്ക് 8ab പുറത്തെടുത്താൽ എന്ത് കിട്ടും? a square plus b square എന്ന് എഴുതാൻ പറ്റും. റെഡി അല്ലേ? a square plus b square. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നിങ്ങൾ നോക്കുക, a എന്ന് പറയുന്നത് നമുക്ക് √3 ബിക്ക് √2 കൊടുത്താൽ രണ്ടാമത്തെ ക്വസ്റ്റനായി. സോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹെൻസ് ഇവാലുവേറ്റ് ആണ്. സോ പുട്ട് a ഈക്വൽ ടു √3 ആൻഡ് b ഈസ് ഈക്വൽ ടു √2. ഇത് വേണേൽ 1 കൊടുത്തോ ഇൻ ഇക്വേഷൻ. സോ വിച്ച് ഇംപ്ലൈസ് എനിക്ക് കിട്ടുക √3 plus √2 whole raised to 4 minus √3 minus √2 whole raised to 4 എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 8 into √3 into √2 അല്ലേ? into a square plus b square, √3 square plus √2 square. So 8 √6 into 3 plus 2. So 3 plus 2 is 5. So 5 into 8 അപ്പോൾ 40 √6. ഇതാണ് ആൻസർ വരും. 40 √6. ഓക്കെ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് സിഗ്മ r is equal to 0 to n 3 raised to r NCR is equal to 4 raised to n. അപ്പോൾ ഇവിടെ നിങ്ങൾ അറിയുന്ന ഒരൊറ്റൊന്ന് ഞാൻ പറയാം. സോ വി നോ ദാറ്റ് ബൈ ബൈനോമിയൽ തിയറം. a plus b whole raised to n എന്ന് പറയുന്നത് നമുക്ക് സിഗ്മ വെച്ച് എഴുതാൻ അറിയാം. ടെക്സ്റ്റ് ബുക്കിലും അല്ലാതെ നമ്മളൊക്കെ പറഞ്ഞു തന്നെയാണ്. സോ അതെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സിഗ്മ എങ്ങനെയാണ് വരിക? r is equal to 0 to n NCR a raised to n minus r b raised to r ഇങ്ങനെയാണുള്ളത്. സോ ഇതിൽ എന്ത് ഫോർ ഗിവൺ വി ദാറ്റ് വി ടേക്ക് a is equal to 1 and b equal to 3 എന്ന് എടുക്കുക. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുക എന്നിട്ട് 1 plus 3 whole raised to n എന്ന് പറയുന്നത് സിഗ്മ r equal to 0 to n NCR 1 raised to n minus r 3 raised to r. 1 raised to n minus r is 1. So that's equal, which implies 4 raised to n equal to sigma r equal to 0 to n NCR 3 raised to r നോട്ട്. ഇതെന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? സിഗ്മ r equal to 0 to n 3 raised to r into NCR എന്ന് എഴുതാം. സോ ഇറ്റ് ഈസ് 4 raised to n. നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇത്രയും പരിപാടിയുള്ളൂ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തു വെച്ച റോളാണ്. ഇനി 7th ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫൈൻഡ് ദ ജനറൽ ടേം ഇൻ ദ എക്സ്പാൻഷൻ ആൻഡ് ഫൈൻഡ് ദ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്. രണ്ടും കാണണം. ജനറൽ ടേം കാണാൻ പറഞ്ഞാൽ ഈ എക്സ്പാൻഷനിൽ ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് എക്സ് മൈനസ് 1 ബൈ എക്സ് ഹോൾ റൈസ്ഡ് ടു 14 ആണ് അല്ലേ? സോ ജനറൽ ടേം അറിയാം. ടി ആർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു NCR എ റേസ് ടു n മൈനസ് ആർ ബി റേസ് ടു ആർ ആണ്. ഹിയർ n എന്ന് പറയുന്നത് എക്സ് ആണ് ആൻഡ് ബി എന്ന് പറയുന്നത് -1 ബൈ എക്സ് ആണ്. -1 ബൈ എക്സ് കേട്ടോ, ശ്രദ്ധിക്കണം. -1 ബൈ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ n എന്ന് പറയുന്നത് n എന്ന് 14 ആണ്. സോറി കേട്ടോ, n 14 ആണ് കേട്ടോ. എ എന്ന് പറയുന്നത് -1 ബൈ എക്സ് ആണ്. അല്ല, ബി -1 ബൈ എക്സ് ആണ്. എ എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ ഞാൻ n അങ്ങ് മാറിപ്പോയത്. n എത്രയാണ്? 14 ആണ്, ശ്രദ്ധിക്കണം. So TR plus 1, therefore TR plus 1 is equal to 14CR. 14CR എന്ത് വരും? a raised to, അപ്പോൾ x raised to 14 minus r into -1 by x raised to r എന്ന് എഴുതാം. ഇതിൽ -1 ഉണ്ട്, x by 1 by x ഒക്കെ ഉണ്ട് ഇതിൽ. സോ ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. -1 raised to r ഞാൻ ആദ്യം എഴുതി. 14CR x raised to 14 minus r into 1 by x raised to r എന്ന് എഴുതാം. x raised to r മുകളിലേക്ക് പോകും. സോ ഇറ്റ് ഈസ്
minus 1 raised to r 14 cr x raised to 14 minus r into x raised to minus r. So it is minus 1 raised to r 14 cr x raised to 14 minus 2r. Ready അല്ലേ? ഓക്കെ. ഇനി ആ എക്സ്പാൻഷനിലെ മിഡിൽ ടേം ആണ് ചോദിച്ചത്. മിഡിൽ ടേം ആണ്. അല്ല ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആണ്. സോ ജനറൽ ടേം ടി ആർ പ്ലസ് 1 എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായിരുന്നു? മൈനസ് 1 റേസ് ടു ആർ 14 cr x raised to 14 minus 2r. But the term independent of x means power of x equal to 0 ആയിരിക്കണം. റെഡി അല്ലേ? സോ വിച്ച് ഇംപ്ലൈസ് 14 minus 2r is equal to 0 or r equal to 3 കിട്ടും, 7 കിട്ടും. ആറിൻ്റെ വാല്യൂ 7 ആണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഈ ടേം എന്തായിരിക്കും? ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആയിരിക്കും. ദെർഫോർ ദ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എത്ര വരിക? 6 7 കൊടുക്കുക. ടേം 7 + 1 എന്ന് പറഞ്ഞാൽ ടേം 8 ആണ്. അത് എത്രയെന്ന് വരിക? മൈനസ് 1 റേസ് ടു 7 14c7 വരും. പിന്നെ എക്സ് റേസ് ടു 0 ഇങ്ങനെയാണ് വരും. മൈനസ് 1 റേസ് മൈനസ് ആണ് വരിക. സോ മൈനസ് വരും. പിന്നെ വരുന്നത് 14c7 14 into 13 into 12 into 11 into 10 into 9 into 8 divided by 1 into 2 into 3 into 4 into 5 into 6 into 7. ഇതിൽ നമുക്ക് 7 into 2 14 കട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 4 into 3 12 കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് 5 into 6 ഉള്ളത്. അപ്പോൾ അത് നമുക്ക് 3 വെച്ചിട്ട് ഇവിടെ ഇത് 3 ആയി കൊടുത്താൽ മതി അല്ലേ? എങ്ങനെയായിട്ട് മാറും? സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മൈനസ് 13 into 11 into കറക്റ്റ് അല്ലേ? മൈനസ് 13. ഇപ്പോൾ നമുക്ക് 7 into 2 14 ഞാൻ കട്ട് ചെയ്തു. പിന്നെ 4 into 3 12 ഞാൻ കട്ട് ചെയ്തു. പിന്നെ 5 into 6 ആണ്. 5 ഇവിടെ 2 times പോകും. പിന്നെ ഇവിടെ 6 3 ഇവിടെ ഒരു 2 ഉണ്ടാവും. ആ 2 കൂടി കട്ട് ചെയ്യണം. സോ 24 ഉണ്ടാവും ഇൻറ്റു 24. സോ 13 into 12 എന്ന് പറയുമ്പോൾ 13 into 24 ഉണ്ട്. 24 എന്ന് പറയുമ്പോൾ 12 312 വരും. ഇൻറ്റു 11 ആകുമ്പോൾ ഒരു 312 കൂടി ഉണ്ടാവും. സോ 3432 മൈനസ് 3432 എന്ത് എക്സ് റേസ് ടു 0 വേണേൽ കൊടുക്കാം. അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതാണ് ദ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്. ദ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്. ഓക്കെ. ഇനി നെക്സ്റ്റ് 8th question. 8th question ഇതാണ്. ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റേസ് ടു 5 ഇൻ എക്സ് പ്ലസ് 3 ഹോൾ റേസ് ടു 8. പിന്നെ ഇതാണ് എ റേസ് ടു 5 ബി റേസ് ടു 7 ഇൻ എ മൈനസ് 2b ഹോൾ റേസ് ടു 12. ഓക്കെ. സോ അതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. സോ നോക്കിക്കോളൂ. നമുക്ക് ജനറൽ ടേം എഴുതണം. ജനറൽ ടേം ടി ആർ പ്ലസ് 1 എന്ന് പറയുന്നത് എൻ സി ആർ എ റേസ് ടു എൻ മൈനസ് ആർ ബി റേസ് ടു ആർ ആണ്. ഹിയർ എൻ ഈക്വൽ ടു 8 എ ഈക്വൽ ടു എക്സ് ബി ഈക്വൽ ടു 3. ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ ദർ ഫോർ ടി ആർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എത്ര വരിക? ഈ 8 സി ആർ എക്സ് റേസ് ടു 8 മൈനസ് ആർ 3 റേസ് ടു ആർ വരും. അതിൽ എക്സിൻ്റെ പവർ 5 ആയിരിക്കണം അല്ലേ? ഫോർ ദ ടേം കണ്ടെയ്നിങ് x raised to 5 we must have എന്തായിരിക്കണം? we must have 8 minus r എന്ന് പറയുന്നത് 5 ആയിരിക്കണം. we must have 8 minus r is equal to 5 which implies r equal to 3 ആയിരിക്കണം. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ therefore the required coefficient എന്ന് പറയുന്നത് ഇതോടെ ഒരു ഈക്വൽ ടു 8c3 എത്ര വരും? 3 റേസ് ടു 3. ആറിൻ്റെ വാല്യൂ 3 ആകുമ്പോൾ എക്സ് റേസ് ടു 5 ആയി പോകും. അങ്ങനെയാകുമ്പോൾ നമുക്ക് അതിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് ചോദിച്ചത്. അപ്പോൾ 8c3 3 റേസ് ടു 3 ഉണ്ടാവും. 8c3 is 8 into 7 into 6 divided by 1 into 2 into 3
into 3 cube is 27. So it is 1512. 1512 വരും. ഓക്കെ, ഇനി എ റേസ് ടു 5 ബി റേസ് ടു 7 അതാണ് കണ്ടത്. സോ ഇവിടെ നമുക്ക് ടേം ആർ പ്ലസ് 1 ജനറൽ ടേം തന്നെ പറയാം. അതെന്താ വരിക? എൻ സി ആർ എ റേസ് ടു എൻ മൈനസ് ആർ ബി റേസ് ടു ആർ ആണ്. ഹിയർ എൻ എന്ന് പറയുന്നത് 12 ആണ്, എ എന്ന് പറയുന്നത് എ ആണ്, സോ ബി എന്ന് പറഞ്ഞാൽ മൈനസ് 2b ആണ്. ദർഫോർ ടി ആർ പ്ലസ് 1 എന്ന് പറയുന്നത് 12CR വരും. പിന്നെ എ റേസ് ടു 12 മൈനസ് ആറ് പിന്നെ മൈനസ് 2b റേസ് ടു ആർ എന്നാണ് വരിക. സോ ഇറ്റ് ഈസ് മൈനസ് 2 റേസ് ടു ആറ് 12CR എ റേസ് ടു 12 മൈനസ് ആറ് ബി റേസ് ടു ആർ വരും. സോ നമുക്ക് വേണ്ടത് വി നീഡ് ടു ഫൈൻഡ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് എ റേസ് ടു 5 ബി റേസ് ടു 7 ആണ്. എ റേസ് ടു 5 ബി റേസ് ടു 7 ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മളിതിൽ ബി റേസ് ടു 7 ബിക്ക് 7 കൊടുക്കുമ്പോൾ എ 5 തന്നെയായിരിക്കും, ശരിയല്ല? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദർഫോർ പുട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആർ ഇസ് ഈക്വൽ ടു 7 ഇൻ ഇക്വേഷൻ 1. സോ ദർഫോർ ദ കോയിഫിഷ്യൻറ്റ്, ദ റിക്വയർഡ് കോയിഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു മൈനസ് 2 റേസ് ടു 7 റെഡി അല്ലേ? മൈനസ് 2 റേസ് ടു 7 12C7 എന്ന് വരും. 12C7 മൈനസ് 2 റേസ് ടു 7. സോ മൈനസ് 2 റേസ് ടു 7 മൈനസ് 128 ഇൻറ്റു 12C7 ഈസ് സെയിം ആസ് 12C5. സോ 12 ഇൻറ്റു 11 ഇൻറ്റു 10 ഇൻറ്റു 9 ഇൻറ്റു 8 2 3 4 5 ഡിവൈഡർ ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 4 ഇൻറ്റു 3 12 5 into 2 10. So it is minus 101376. ഇതാണ് ആൻസർ വരും. മൈനസ് 101376 അതാണ് വരും. എക്സ് റേസ് ടു സി അല്ല എ റേസ് ടു 5 ബി റേസ് ടു 7 ഉണ്ട്. നമ്മളോട് കോയിഫിഷ്യൻ്റ് മാത്രമാണ് ചോദിച്ചത്, അതുകൊണ്ട് ഞാൻ കോയിഫിഷ്യൻ്റ് മാത്രമേ പറയുള്ളൂ. ഓക്കെ, നയൻത് ക്വസ്റ്റൻ ആണ്. യൂസിങ് ബൈനോമിയൽ തിയറം ഇവാലുവേറ്റ് 96 ഹോൾ ക്യൂബ്. ബൈനോമിയൽ തിയറം ഉപയോഗിച്ചിട്ട് അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. 96 ഹോൾ ക്യൂബിനെ ഞാൻ ഇങ്ങനെ എഴുതി 100 നമുക്ക് ക്യൂബൊക്കെ കാണാൻ വളരെ 100 മൈനസ് 4 ഹോൾ ക്യൂബ് എന്ന് എഴുതി, കുഴപ്പമില്ലല്ലോ. ഇത് ഞാൻ എക്സ്പാൻഡ് ചെയ്തു 3C0 100 ക്യൂബ് മൈനസ് 3C1 100 സ്ക്വയർ ഇൻറ്റു 4 പ്ലസ് 3C2 100 ഇൻറ്റു 4 സ്ക്വയർ മൈനസ് 3C3 4 ക്യൂബ്. ഇങ്ങനെ എഴുതാമല്ലോ, ശരിയല്ലേ? ബൈനോമിയൽ എക്സ്പാൻഷനാണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 3C0 ഇസ് 1 ഇൻറ്റു 100 ക്യൂബ്, അപ്പോൾ 100 ക്യൂബ് മൈനസ് 3C1 3 ഇൻറ്റു 100 സ്ക്വയർ 1 2 3 4 ഇൻറ്റു 4 പ്ലസ് 3 ഇൻറ്റു 100 ഇൻറ്റു 16 minus 3C3 is 1 4 cube is 64. Ready അല്ലേ? So it is 1 2 3 4 5 6 minus 12 1 2 3 4 plus 4 8 0 0 minus 64 കിട്ടും. സോ ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 100 4800 മൈനസ് 120064 വരും. ഓക്കെ, അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് 6 3 റെഡി അല്ലേ? 6 3 7 4 8 8 അങ്ങനെ വരും. ഓക്കെ, 884736 ഇതാണ് ഉണ്ടാവും കേട്ടോ. 884736 ഇത്രയാണ് വരുന്നത്. ഇത്രയാണ് ബൈനോമിയൽ തിയറത്തിൽ നമ്മൾ എല്ലാ ഭാഗത്തിലൂടെ നമ്മൾ കടന്നു വന്നിട്ടുണ്ട്. ഇതാണ് ബൈനോമിയൽ തിയറം. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഓക്കെ, സോ നമ്മൾ അതിലേക്ക് പോകുന്നു. കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സോ ഇതിൽ എന്താണ് കോംപ്ലക്സ് നമ്പർ? അല്ലെ A+IB ഫോമിൽ എന്നാണ് എയും ബിയും റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. അതിന് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. അതിൽ I എന്ന് വരുന്നത് √(-1) ആണ്. അതിൻ്റെ പവേഴ്സിനെ പറ്റി നിങ്ങൾക്കറിയാം. അതിൻ്റെ ഫോർത്ത് മൾട്ടിപ്പിൾ വരുന്നത്, അതിൻ്റെ പവർ എല്ലാം ഫോർത്ത് മൾട്ടിപ്പിൾ ആണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. ഫോർത്ത് മൾട്ടിപ്പിളിനേക്കാൾ 1 കൂടുകയാണെങ്കിൽ അത് I ആണ്, 2 കൂടുകയാണെങ്കിൽ അത് -1 ആണ്. I² ഈസ് -1,
ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ മൈനസ് ഐ. ഇവിടെ 3 കൂടുകയാണെങ്കിൽ അത് മൈനസ് ഐ ആയിരിക്കും. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. അതായത് I raised to 20 എന്ന് പറഞ്ഞാൽ അത് 1 ആയിരിക്കും, 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. I raised to 21 എന്ന് പറഞ്ഞാൽ ഐ ആയിരിക്കും. I raised to 22 എന്ന് പറഞ്ഞാൽ അത് -1 ആയിരിക്കും. I raised to 23 എന്ന് പറഞ്ഞാൽ അതിൽ 3 കൂടുന്നത്, അപ്പോൾ മൈനസ് ഐ ആയിരിക്കും കേട്ടോ. ഇങ്ങനെ ഈ രീതിയിൽ ആലോചിച്ച് വെക്കാം, എന്നാൽ പെട്ടെന്ന് കിട്ടും. ഓക്കെ, പിന്നെ അത് നെഗറ്റീവിലും വലിയ കുഴപ്പമൊന്നുമില്ല. നെഗറ്റീവിലും നിങ്ങൾക്ക് അതേപോലെ തന്നെ പറയാൻ പറ്റും. പിന്നെ I raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. പിന്നെ നിങ്ങൾ അറിയേണ്ടത് 1/i എന്ന് പറഞ്ഞാൽ അത് -i ആണ്. അതിനാണ് 1/-i എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? i ആയിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ. ഓൾജിബ്രിക് ഓപ്പറേഷനിൽ നമുക്കറിയാം എഡീഷൻ റിയൽ പാർട്ടും ആഡ് ചെയ്യും, ഇമാജിനറി പാർട്ടും ആഡ് ചെയ്യും, അതാണ് അഡീഷൻ. പിന്നെ നമുക്കറിയാം അഡീഷൻ ഉണ്ട്, അതേപോലെ തന്നെ സബ്ട്രാക്ഷൻ ഉണ്ട്. സബ്ട്രാക്ഷൻ എന്നാൽ ഡയറക്റ്റ് റിയൽ പാർട്ടിനോടും ഇമാജിനറി പാർട്ടിനോടും സബ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, സോ പ്രോപ്പർട്ടീസിൽ നമുക്ക് പറയാനുള്ളത് കമ്മ്യൂട്ടേറ്റീവ് ആണ്, അസോസിയേറ്റീവ് ആണ്, ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്, ഇതൊക്കെ നമുക്കറിയാവുന്നത് തന്നെയാണ്. അതേപോലെ തന്നെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് 0 + 0i ആണ്. അഡിറ്റീവ് ഇൻവേഴ്സ് സെഡ് എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പറാണ്, അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് -z ആയിരിക്കും. ഇപ്പം 2 + 3iൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് -2 - 3i ആണ് അഡിറ്റീവ് ഇൻവേഴ്സ് വരും. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. സോ അതിലുള്ള പ്രോപ്പർട്ടീസും കമ്മ്യൂട്ടേറ്റീവ് ആണ്, അസോസിയേറ്റീവ് ആണ്, ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് 1 + 0i ആണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. ഇനി ഇത് സെഡിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് പറഞ്ഞാൽ 1/z ആണ്. സെഡ് ഇൻവേഴ്സ് എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെത്തണം. സെഡ് ഇൻവേഴ്സ് പറഞ്ഞാൽ നമുക്ക് പഠിക്കാണ്ട് സെഡ് കോൺജുഗേറ്റ് ഡിവൈഡഡ് ബൈ മോഡ് സെഡ് സ്ക്വയർ എന്നുള്ളൊരു ഇക്വേഷനൊക്കെ ഉണ്ട്. ഓക്കെ, ഡിവിഷൻ എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് a + ib ഡിവൈഡഡ് ബൈ c + id എന്ന് നടക്കണമെങ്കിൽ സിയും ഡിയും ഇത് രണ്ടും എന്തായിരിക്കണം? 0 ആവാതിരിക്കണം. രണ്ടും 0 ആവാതെ, ഏതെങ്കിലും ഒന്ന് 0 ആയാലും കുഴപ്പമില്ല, രണ്ടും എന്താവരുത്? 0 ആവരുത്. സോ ഇൻറ്റു എന്താ ചെയ്യുക? c - id ഡിവൈഡഡ് ബൈ c - id ആണ് ചെയ്യുക. അതിന് നമ്മൾ അതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ, ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ. ഇപ്പോൾ കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ 2 + 3iൻ്റെ കോൺജുഗേറ്റ് പറഞ്ഞത് 2 - 3i ആണ്. അതിന് നമ്മളിത് സെഡ് ആണെങ്കിൽ ഇത് നമ്മൾ സെഡ് കോൺജുഗേറ്റ് എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാറ്. അതേപോലെ തന്നെ പ്യൂർലി റിയൽ ആയിട്ടുള്ള കോംപ്ലക്സും, പ്യൂർലി തന്നെ ഫുൾ റിയൽ ആയിരിക്കും, അതിൻ്റെ കോൺജുഗേറ്റ് അത് തന്നെയായിരിക്കും. പ്യൂർലി ഇമാജിനറി ആണെങ്കിൽ ഇപ്പം 2iൻ്റെ കോൺജുഗേറ്റ് -2i ആയിരിക്കും. ഇനി പ്യൂർലി ഇമാജിനറിയും പ്യൂർലി റിയൽ ആയിട്ടുള്ള ഒരേ ഒരു കോംപ്ലക്സ് നമ്പർ ഉള്ളത് 0 + 0i ആണ്. ഓക്കെ, ഇപ്പോൾ കോൺജുഗേറ്റിൽ നമുക്കറിയാം സെഡ് കോൺജുഗേറ്റ്, അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ അത് സെഡ് തന്നെയായിരിക്കും. Z1 + Z2 രണ്ട് കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ ഹോൾ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് Z1 കോൺജുഗേറ്റ് + Z2 കോൺജുഗേറ്റ് എഴുതാം. Z1 മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് കൊടുക്കാം. Z1/Z2 ഹോൾ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ Z1 കോൺജുഗേറ്റ് ബൈ Z2 കോൺജുഗേറ്റ് ആണ്. Z1 × Z2 ഹോൾ കോൺജുഗേറ്റ് പറഞ്ഞാൽ Z1 കോൺജുഗേറ്റ് × Z2 കോൺജുഗേറ്റ് ആണ്. ഓക്കെ, പിന്നെ മോഡുലസ് എന്ന് പറഞ്ഞാൽ a + ibൻ്റെ മോഡുലസ് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിയൽ നമ്പർ, ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 അല്ലേ. അങ്ങനെ ബി എ കോംപ്ലക്സ് നമ്പർ വി ഡിഫൈൻ മോഡുലസ് ഓഫ് സെറ്റ് ടു ബി ദ റിയൽ നമ്പർ ഡിനോട്ടഡ് ബൈ മോഡ് സെറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അത് നിങ്ങൾ എല്ലായ്പ്പോഴും ഓർമ്മിച്ച് വെക്കുക. മോഡുലസ് ഓഫ് സെറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ, ഇറ്റ് ഈസ് എ റിയൽ നമ്പർ, എല്ലായ്പ്പോഴും റിയൽ നമ്പർ ആയിരിക്കും. പോസിറ്റീവ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയിരിക്കും. സോ ഇറ്റ് ഈസ് √(a² + b² ആണ്. ഓക്കെ, ദ മൾട്ടിപ്ലൈ ഇൻ നോൺ സീറോ കോംപ്ലക്സ് നമ്പർ a + ib എന്ന് പറയുന്നത് 1/z z കോൺജുഗേറ്റ് ബൈ മോഡ് സെറ്റ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ആർഗ്യുമെൻറ്റും പോളാർ ഫോം. ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇത് നമ്മൾ ആർഗൻ്റ് ഡയഗ്രാം, ഇതിന് ആർഗൻ്റ് പ്ലെയിൻ എന്ന് വിളിക്കും. സോ അതിൽ നമ്മൾ എവിടെയെങ്കിലും ഇവിടെ ഒരു കോംപ്ലക്സ് നമ്പർ സെഡ് എന്ന് ഞാൻ അടയാളപ്പെടുത്തി. സെഡ് എന്ന് പറയുന്നത് a + ib ആണെങ്കിൽ സെഡിൻ്റെ കോൺജുഗേറ്റിൻ്റെ നേരെ താഴെ എവിടെയാണ് സെഡിൻ്റെ കോൺജുഗേറ്റ് ഉണ്ടാവുക? സെഡിൻ്റെ കോൺജുഗേറ്റ്, ഇൻവേഴ്സ് അല്ല, സെഡിൻ്റെ കോൺജുഗേറ്റ് ഉണ്ടാവും. ഇനി ഇത് ഈ x ആയിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിൾ തീറ്റ, ഇതിനാണ് നമ്മളിതിൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ഡയറക്ഷനിൽ ഉണ്ടാക്കുന്ന, പോസിറ്റീവ് ഡയറക്ഷനിൽ x-ആക്സിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, അത്രയാണ്. ഇതിപ്പോൾ ഇവിടെയാണെങ്കിൽ സെറ്റ് ഇവിടെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇതാണ് തീറ്റ, ആർഗ്യുമെൻ്റ് ഓഫ് സെറ്റ്. ഇത് നമുക്ക് കിട്ടുന്ന ടാൻ തീറ്റ, ഇവിടെ നമ്മളിപ്പോൾ ഇത് പെർപെൻഡിക്കുലർ വരച്ചാൽ ഈ ലെങ്ത്ത് നമുക്ക് AB എന്ന് ഓർഡേർഡ് പേരിൽ എടുക്കാൻ പറ്റും. ഇത് B ആണ്, ഇത് A ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് B/A എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് B/A ആണ്. അത് ക്വാഡ്രൻറ്റിൽ വെക്കുന്നതുകൊണ്ട് തീറ്റയ്ക്ക് മാറ്റങ്ങളുണ്ടാവും. ആ തീറ്റയുടെ മാറ്റങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇവിടെയാണ് തീറ്റ തന്നെയായിരിക്കും. ഇവിടെ നമുക്ക്
പൈ മൈനസ് തീറ്റ എന്നായിരിക്കും ഉണ്ടാവുക, പൈ മൈനസ് തീറ്റ. ഇവിടെ നമുക്ക് തീറ്റ മൈനസ് പൈ എന്നായിരിക്കും ഉണ്ടാവുക, ഇവിടെ മൈനസ് തീറ്റ എന്നാണ്. ഇത് നമ്മൾ എടുക്കുന്ന ഇൻ്റർവെൽ ഒരു കറക്കത്തിലുള്ള സെറ്റിൻ്റെ വാല്യൂ ആണ്. കാരണം ആർഗ്യുമെൻ്റ് എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ ആർഗ്യുമെൻ്റ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു കറക്കത്തിലല്ലാതെ ഇതിന് ഇൻഫിനിറ്റി വാല്യൂ ഉണ്ടാകും ട്രിഗണോമെട്രി നമ്മൾ പറയുകയാണ് തീറ്റയ്ക്ക്. പക്ഷേ പ്രിൻസിപ്പൽ ആർഗ്യുമെൻ്റ് നമ്മൾ ആർഗ്യുമെൻ്റ് ഓഫ് സെറ്റ് എന്ന് പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ്, അതാണ് ആർഗ്യുമെൻ്റ് ഓഫ് സെറ്റ്. ഇത് ഈ ഇൻ്റർവെൽ എന്നാൽ ഞാൻ ഇങ്ങനെ എടുക്കുന്നത് മൈനസ് പൈ ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ, ഇങ്ങനെ എടുക്കുന്നത്. ഇനി വേറൊരു രീതിയിൽ എടുക്കാമെന്നുണ്ട്. അതായത് നമ്മൾ ഒറ്റ കറക്കം ഫുൾ ഇങ്ങനെ കറങ്ങിയെടുക്കാം, ഇങ്ങനെ കറങ്ങിയെടുക്കാം. ഇത് ഞാൻ കറങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെയും കറങ്ങിയിട്ടുണ്ട്, ഇവിടുന്ന് ഇങ്ങനെ എടുത്തതാണ് രണ്ടെണ്ണം. ഓക്കെ, അപ്പോൾ ഇത് തേർഡിലും ഫോർത്തിലും നെഗറ്റീവ് ആംഗിൾ ആയിരിക്കും, ഫസ്റ്റിലും സെക്കൻഡിലും പോസിറ്റീവ് ആംഗിൾ ആയിരിക്കും. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഇങ്ങനെ പറയാം, ഇത് തീറ്റ, ഇത് പൈ മൈനസ് തീറ്റ, ഇതെന്താ വരിക പൈ പ്ലസ് തീറ്റ, ഇത് 2π മൈനസ് തീറ്റ എന്ന് എടുക്കും. അപ്പോൾ എല്ലാം പോസിറ്റീവിൽ എഴുതാൻ പറ്റും, എല്ലാം പോസിറ്റീവിൽ എഴുതാൻ പറ്റും. ഓക്കെ, സോ അത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി ഇതിൻ്റെ പോളാർ ഫോം എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ്. എ പ്ലസ് ഐ ബീൻ്റെ പോളാർ ഫോം എന്ന് പറയുന്നത് ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്നാണ് ശരിക്കുള്ളത്. ഇതിൽ തീറ്റ എന്ന് പറയുന്നത് ആർഗ്യുമെൻ്റ് ഓഫ് ഇത് സെറ്റാണ്, ആർഗ്യുമെൻ്റ് ഓഫ് സെറ്റാണ്. ആർ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് സെറ്റാണ്, മോഡുലസ് ഓഫ് സെറ്റ്. ആറിലും തീറ്റയിലും എഴുതാമെന്ന് അർത്ഥം. ആർ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് സെറ്റ് ആയിരിക്കും, തീറ്റ എന്ന് ആർഗ്യുമെൻ്റ് ഓഫ് സെറ്റ് ആയിരിക്കും. ഓക്കെ, സോ തീറ്റ ടാൻ ഇൻവേഴ്സ് ബി ബൈ എന്ന് കാണാം, അല്ലെങ്കിൽ നമ്മൾ സൈൻ തീറ്റയും കോസ് തീറ്റയൊക്കെ വെച്ച് ട്രിഗണോമെട്രി വെച്ചിട്ട് അതിസുന്ദരമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണുള്ളത്. റൈറ്റ് ദ കോംപ്ലക്സ് നമ്പർ സെറ്റ് ഇൻ 1+i/1 - i ഇൻ a+ib ഫോം. a+ib ഫോമിൽ പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പറയാം, സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ പറയാനുണ്ട്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് പറയാം കേട്ടോ. റൈറ്റ് ദ കോംപ്ലക്സ് നമ്പർ സെറ്റ് 1+i/1 - in a+i ഫോം. പിന്നെ a+ib c+id e+i × g+ih is equal to a+ib. ഷോ ദാറ്റ് a² + b² + c² + d² etc. is equal to a² + b² എന്ന് ഉള്ളതാണ്. ഓക്കെ, which one of the following is the real part and imaginary part of the complex number 1+i/1 - i minus 1 - i/1+i. Okay, so write the complex number set ഏതാണ് 1+i/1 - i in a+ib form. അപ്പോൾ ഇതിനാ നമുക്ക് സെറ്റ് എന്ന് പറയുന്നത് 1+i/1 - iയിലെ ഡിവിഷൻ അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ ഇതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്പിൾ, സോ ഇറ്റ് ഈസ് 1+i ഡിവൈഡഡ് ബൈ 1+i ഇങ്ങനെയാണല്ലോ വരിക. സോ ഇത് വരുന്നത് 1+i + i² ഡിവൈഡഡ് ബൈ ഇതെന്താ a+b × a - b. അപ്പം 1² മൈനസ് എന്താ വരിക i². ഓക്കെ, സോ ഇറ്റ് ഈസ് 1 + 2i - 1 ബിക്കോസ് i² is -1 ഡിവൈഡഡ് ബൈ 1 + 1. കാരണം എന്താ, സിൻസ് i² എന്ന് പറയുന്നത് -1. ഓക്കെ, സോ 1 1 ക്യാൻസൽ ഔട്ട്, ഈസ് 2i/2 കിട്ടും, ദാറ്റ്സ് ഈക്വൽ ടു i. എന്ന് പറഞ്ഞാൽ എനിക്ക് 0 + i എഴുതാം, 0 + i. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് വേണ്ട a+ib ഫോമിലല്ലേ 0 + i. അപ്പോൾ നിങ്ങളിവിടെ ആലോചിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. 1+i/1 - i എന്ന് പറയുന്നത് i ആണല്ലോ നിങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ 1+i/1 - iൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് iൻ്റെ കോൺജുഗേറ്റ് ആയിരിക്കണം, ശരിയല്ലേ? അപ്പോൾ 1+iൻ്റെ കോൺജുഗേറ്റ് പറഞ്ഞാൽ 1+i കോൺജുഗേറ്റ് ഡിവൈഡഡ് ബൈ 1 - i കോൺജുഗേറ്റ് ചെയ്താൽ iൻ്റെ കോൺജുഗേറ്റ് പറഞ്ഞാൽ -i ആണ്, ശരിയല്ലേ? ഞാൻ ജസ്റ്റ് പറയാണ്. സോ വിച്ച് ഇംപ്ലൈസ് 1 - i/1+i എന്ന് പറയുന്നത് -i ആയിരിക്കും കേട്ടോ. 1 - i/1+i എന്ന് പറഞ്ഞാൽ -i ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ അതുകൂടി പറഞ്ഞു എന്നുള്ളൂ. പിന്നെ ഈ a+ib × c+id × e+i × g+i a+ib ആണ്. സോ നമുക്കത് ആദ്യം കൊണ്ട് ചെയ്താൽ a+ib × c+id × e+if × g+ih എന്ന് പറയുന്നത് ഈക്വൽ ടു a+ib ആണ്. അപ്പോൾ ഞാൻ വേറൊരു കാര്യമുണ്ട്. അപ്പോൾ നിങ്ങളോട് എപ്പോഴെങ്കിലും മോഡ് ഓഫ് 1+i ഇതിൻ്റെ raised-to-10 ഇത് കാണാൻ പറ, നിങ്ങൾ നേരെ മോഡ് 1+i ചെയ്യുക, എന്നിട്ട് അതിൻ്റെ പവർ 10 എടുത്താൽ മതി കേട്ടോ. അതായത് മോഡ് ഓഫ് z⁻n എന്ന് പറയുന്നത് മോഡ് z⁻n എഴുതാൻ സാധിക്കും. അത് പറയാൻ വേണ്ടിയിട്ടാണ്, അത് ആലോചിക്കണം. അതിന് കാരണം എന്ന് വെച്ചാൽ മോഡ് ഓഫ് z1 z2 z3 ഒക്കെ വരികയാണെങ്കിൽ എക്സെട്ര വരികയാണെങ്കിൽ അതെനിക്ക് മോഡ് z1 × മോഡ് z2 × മോഡ് z3 × എക്സെട്ര ആണ്. അതാണ് ഇവിടെ ചെയ്യുന്നത്. ടേക്ക് മോഡ് ഓൺ ബോത്ത് സൈഡ്സ്. ഇപ്പോൾ മോഡ് ഓഫ് a+ib × c+id × e+if × g+ih
is equal to mod of a plus ib എന്ന് എഴുതാൻ പറ്റും. ശരിയല്ലേ? ഞാൻ ഓരോ മോഡ് കൊടുക്കും. അതെന്തൊരു mod of a plus ib into mod of c plus id into mod of e plus if into mod of g plus ih. നേരത്തെ ഇപ്പോൾ എഴുതിയതുപോലെ എഴുതാം കേട്ടോ. ഈക്വൽ ടു mod of a plus ib എന്ന് എഴുതാൻ പറ്റും. ശരിയല്ലേ? എന്തുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷനാണ് ഞാൻ സിൻസ് mod of z1 z2 z3 എക്സെട്ര എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു mod z1 ഇൻറ്റു mod z2 ഇൻറ്റു mod z3 ഇൻറ്റു എക്സെട്ര എന്ന് എഴുതാം. ബാക്കി അതിൻ്റെ കൂടുതൽ വേറെ കുറച്ച് കാര്യങ്ങളോട് ഞാൻ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇതെന്ത് കിട്ടും? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് ഇ സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇനി എന്ത് ചെയ്യുക? സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. അങ്ങനെ നമ്മൾ സ്ക്വയർ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് വിച്ച് ഇംപ്ലൈസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ഇൻറ്റു ഇ സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ ഇൻറ്റു ജി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടും. പോരെ? അതല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. സോ സിമ്പിൾ. ഓക്കെ, സോ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കണേ. ഞാൻ കുറച്ച് സ്പീഡിലായിരിക്കും പറയുന്നത്, അതുകൊണ്ടാണ്. അടുത്തുണ്ട് അല്ലേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ. ഞാൻ തൊട്ട് ഇല്ല ഇത് ക്വസ്റ്റ്യനിൽ തന്നെ ഞാൻ പറഞ്ഞതാണ്. സോ 1 + i by 1 - i മൈനസ് 1 - i by 1 + i എന്നുള്ളത്. വാട്ട് ഈസ് 1 + i by 1 - i? ഇറ്റ് ഈസ് i മൈനസ് എന്തായിരുന്നു 1 - i by 1 + i. ഞാൻ പറഞ്ഞല്ലേ 1 - i by 1 + i. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു വരുന്നത്? മൈനസ് ഐ ആണ് വരുന്നത്. സോ ഐ മൈനസ് ഐ പ്ലസ് ഐ 2i കിട്ടും. 2iനെ വേണം എനിക്ക് 0 + 2i എന്ന് എഴുതാം. 0 + 2i. അങ്ങനെ 0 + 2i എന്ന് എഴുതുമ്പോൾ എൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഏതാണോ റിയൽ പാർട്ട് വരുന്നത്? റിയൽ പാർട്ട് 0. ഇമാജിൻ ഇപ്പോൾ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? ഈക്വൽ ടു 0 ആണ്. ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് 2 ആണ്. സോ 0 and 2 അതാണ് ആൻസർ വരിക. 0 and 2. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ 3 - 4. ശ്രദ്ധിക്കണം, സ്ക്വയർ റൂട്ട് കാണുന്ന ക്വസ്റ്റ്യൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ക്വയർ റൂട്ട് കാണും. അപ്പം അത് നമ്മുടെ സപ്ലിമെൻ്ററി പാർട്ടിലാണ് വരുന്നത്. അപ്പോൾ ഒന്ന് നോക്കിക്കോളൂ എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് ആലോചിച്ചോളൂ. പോളാർ ഫോമിൽ എഴുതുന്നതും പറയാം. ഞാൻ ആദ്യം സ്ക്വയർ റൂട്ട് പറയാൻ പോവാണ്. സ്ക്വയർ റൂട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ അങ്ങ് തുടങ്ങും. ലെറ്റ് 3 - 4i എന്ന് പറയുന്നത് ഈക്വൽ ടു ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു x + iy എന്ന് ഞാൻ അങ്ങ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ സ്ക്വയർ ചെയ്തു. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. അങ്ങനെയാകുമ്പോൾ എനിക്ക് കിട്ടും 3 - 4i is equal to x² plus 2ixy അല്ലേ? 2ixy i 2xy എന്ന് അങ്ങനെ 2ab ഇത്രേ ഉള്ളൂ കേട്ടോ. പ്ലസ് iy² കേട്ടോ. സോ ഇറ്റ് ഈസ് x² plus i into 2xy minus y². കാരണം സിൻസ് i² എന്ന് പറയുന്നത് -1 ആണ്, അതുകൊണ്ടാണ്. അങ്ങനെയാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു x² plus y². ഇതൊരു ടേമായി റിയൽ പാർട്ട് ഇതാ പ്ലസ് i into 2xy. അങ്ങനെയാണ്. ഇതാണ് 3 - 4i. അങ്ങനെയാണ് വിച്ച് ഇംപ്ലൈസ് നമുക്കിത് രണ്ട് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുക x² plus y² എന്ന് പറയുന്നത് 3ഉം ആൻഡ് 2xy എന്ന് പറയുന്നത് -4 ആണ്. 2xy എന്ന് പറയുന്നത് മൈനസ് പ്രോഡക്റ്റ്. അപ്പോൾ xy എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? -2 ആണ്. ശ്രദ്ധിക്കണം, -2 ആണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. കൺസിഡർ ദ ഐഡൻറ്റിറ്റി. അറിയാവുന്ന ഐഡൻറ്റിറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. എന്താണോ ശരിക്കും a - b ഹോൾ സ്ക്വയറിന് വേണം എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? a + b ഹോൾ സ്ക്വയർ -4ab എന്ന് എഴുതാലോ. അതേപോലെ ഞാനിവിടെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഞാനിവിടെ x² -y² അല്ലടോ, അത് നമ്മളോട് ഇവിടെ ജസ്റ്റ് ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ട്, ശ്രദ്ധിക്കണേ. ഇത് x² -y² അല്ലേ? ശ്രദ്ധിക്കണേ, x² -y² ആണ്. സോ ഇവിടെ എന്തായിരിക്കും ഇവിടെ x² അങ്ങനെയാണ്. ഇവിടെ ഞാൻ a + b ഹോൾ സ്ക്വയർ a - b ഹോൾ സ്ക്വയർ വേണ്ട. സോ ഞാൻ a + b ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a - b ഹോൾ സ്ക്വയർ. ഞാൻ തിരിച്ചു പറയാം.
എ മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് 4ab ആണ്. ഇതാണ് എ പ്ലസ്. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഐഡൻറ്റിറ്റി. സോ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ, ഇവിടെ എക്ക് എക്സ് സ്ക്വയറും ബിക്ക് വൈ സ്ക്വയർ കൊടുത്തു വരുന്നില്ല കേട്ടോ. സോ ഇറ്റ് ഈസ് എന്താ പറയുക, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് എന്ത് വരും 4x സ്ക്വയർ വൈ സ്ക്വയർ വരും. ശരിയല്ലേ? സോ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് 3 ആണ്. സോ 3 സ്ക്വയർ ആണ്. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. പ്ലസ് 2xyയുടെ സ്ക്വയർ ആണ് 4x സ്ക്വയർ വൈ സ്ക്വയർ. 2xyയുടെ സ്ക്വയർ ആണ് 4x സ്ക്വയർ വൈ സ്ക്വയർ. അപ്പം 2xy മൈനസ് 4 ആണ് 16. അപ്പോൾ എത്ര വരും? 25 കിട്ടും. സോ വിച്ച് ഇംപ്ലൈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് 5 ആണ്. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു -5. കാരണം എന്താ പറയുക, എക്സ് എന്ന് പറയുന്നതും വൈ എന്ന് പറയുന്നതും റിയൽ നമ്പർ. രണ്ട് റിയൽ നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ സമ്മ് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അത് നെഗറ്റീവ് ആവില്ലല്ലോ. സോ 5 മാത്രമേ വരും. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു -5. അങ്ങോട്ട് ഞാൻ -5 എടുക്കില്ല. സോ ഇവിടെ നമുക്ക് സോൾവ് ചെയ്യാം. സോൾവിങ് ഏതൊക്കെയാണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 ആൻഡ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 3. ഇത് രണ്ടും കൂടി നമ്മൾ സോൾവ് ചെയ്യും. അപ്പോൾ അത് ആഡ് ചെയ്താൽ തൊട്ട് 2x സ്ക്വയർ ഇസ് ഈക്വൽ ടു 8, എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4, എക്സ് ഈക്വൽ ടു +or-2 കിട്ടിയില്ലേ? ഇനി ഇത് സബ്ട്രാക്ട് ചെയ്ത് കിട്ടുക 2y സ്ക്വയർ ഇസ് ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ഇംപ്ലൈസ് വൈ ഇസ് ഈക്വൽ ടു +or-1. പക്ഷെ ബട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എക്സ് വൈ എന്ന് പറയുന്നത് -2 ആണ്. സോ ദർഫോർ വെൻ എക്സ് 2 ആകുകയാണെങ്കിൽ വൈ ഈക്വൽ ടു -1 ആയിരിക്കണം. എക്സ് -2 ആകുകയാണെങ്കിൽ വൈ ഈക്വൽ ടു 1 ആയിരിക്കണം. ശരിയല്ലേ? ഇത് രണ്ടും ആയിരിക്കണം. അപ്പോൾ എന്താ ഞാൻ ചെയ്തത്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും 2xy നമുക്കറിയാം. അവിടെ നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താണെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് എക്സും വൈയും കിട്ടും. രണ്ടും കിട്ടിയിട്ടുണ്ട്. ദർഫോർ നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്ക്വയർ റൂട്ട് ഓഫ് 3 - 4i എന്ന് പറയുന്നത് ഈക്വൽ ടു ഇങ്ങനെ 2 - i ഓർ -2 + i എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ +or- എന്ത് എഴുതാൻ പറ്റും? 2 - i ഇങ്ങനെ എഴുതിയാൽ മതി. +or-2 - i. ഓക്കെ, ഇപ്പോൾ ക്ലിയർ അല്ലേ അത്? അങ്ങനെയൊക്കെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? തന്നതിന് റൂട്ട് ഓഫ് 3 + 4i ഈക്വൽ ടു x + iy എന്ന് എഴുതുന്നു. അതിനുശേഷം അതിനെ സ്ക്വയർ ചെയ്യുന്നു. റിയൽ പാർട്ടിനോട് ഇമാജിനറി പാർട്ടിനോട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ ഈ ഐഡൻറ്റിറ്റി കൺസിഡർ ചെയ്യണം. ആ ഐഡൻറ്റിറ്റി വെച്ച് ഞാൻ ഇങ്ങനെ ഒരു സംഭവം എഴുതും. ആ സംഭവത്തിൽ നിന്ന് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കിട്ടും. അതിൽ നിന്ന് എക്സും കിട്ടും വൈയും കിട്ടും. പരിപാടി കഴിഞ്ഞു. ഓക്കെ, പിന്നെ പ്രോഡക്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. പ്രോഡക്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ രണ്ടും പോസിറ്റീവ് എടുക്കണം. പ്രോഡക്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ ഒന്ന് പോസിറ്റീവ് എടുക്കുമ്പോൾ ഒന്ന് നെഗറ്റീവ് എടുക്കണം. ആ രണ്ട് കേസുമാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, എക്സ്പ്രസ് ഇൻ ദ പോളാർ ഫോം z is equal to 1 - i√3. 1 - i√3 അല്ലേ? സോ ഇതിന് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് നമ്മൾ പോളാർ ഫോം എന്ന് പറഞ്ഞാൽ മോഡുലസ് ആർഗ്യുമെൻറ്റ് ഫോം എന്ന് പറയാം. സോ അങ്ങനെയാണ് നമ്മളിപ്പം 1 - i√3 എന്ന് പറയുന്നത് r × cos θ + i sin θ എന്ന് എഴുതാം. അതിൽ r എന്ന് പറയുന്നത് മോഡ് z ആണ്. പിന്നെ തീറ്റ എന്ന് പറയുന്നത് ആർഗ്യുമെൻ്റ് ഓഫ് z ആണ്. അപ്പോൾ ഇവിടെയാണ് z വരുന്നത്. സോ ഇവിടെ മോഡ് z എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എത്ര വരിക? 1 സ്ക്വയർ പ്ലസ് -√3 സ്ക്വയർ. സോ 3 + 1 4 2 വരും. മോഡ് z ഈസ് ഓൾവേസ് പോസിറ്റീവ്. അപ്പോൾ അത് 2 ആണ് വരും. റെഡി അല്ലേ? ഇനി തീറ്റ എന്ന് പറയുന്നത് വരുന്നത് tan ഇൻവേഴ്സ് -√3/1 എന്നാണ് വരിക. എന്നാൽ tan ഇൻവേഴ്സ് -√3 എന്ന് വരും. tan √3 ആവുന്നത് എത്രയിലാന്ന് നോക്കുക? tan √3 ഇത് ഏത്? ഈ 1 - i√3 4th ക്വാഡ്രൻ്റ് വരും. 4th ക്വാഡ്രൻ്റ്, കാരണം എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ്. 4th ക്വാഡ്രൻ്റിൽ വരും. അതിനെക്കൊണ്ട് tan √3 ആവുന്നത് tan π/6 അതാണ് √3 എന്ന് പറഞ്ഞാൽ 60 ആണ്. π/, അല്ലേ? അതായത് 60 ഡിഗ്രിയിലാണ് tan √3 ആവുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇത് വരുന്നത് ഇവിടെ 4th ക്വാഡ്രൻ്റിൽ അതിനെക്കൊണ്ട് നമുക്ക് -π/3 എന്ന് എഴുതാൻ പറ്റും. സോ ദാറ്റ്സ് ഈക്വൽ ടു എന്താ വരിക? -π/3. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ തീറ്റ, ഇവിടെ π മൈനസ് തീറ്റ, ഇവിടെ തീറ്റ മൈനസ് π, ഇവിടെ -θ ആണ്. സോ -π/3 കിട്ടും. അങ്ങനെയാണെങ്കിൽ പോളാർ ഫോം വരുന്നത് ഇങ്ങനെ ഒരു 2 × cos of -π/3 പ്ലസ് i sin of -π/3 ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇതിൽ കോസ് ഓഫ് -π/3 കോസ് തന്നെ വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന് നമുക്ക് എന്ത് തന്നെ എഴുതാം? മൈനസ് ഉള്ളത് ഒഴിവാകും. അപ്പോൾ 2 × എങ്ങനെ എഴുതാൻ പറ്റും? cos π/3 sin of -θ is equal to -sin θ. സോ -i sin π/3 എന്ന് എഴുതാൻ പറ്റും.
ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. ഓക്കെ, ഇത് ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എഴുതണം. ഇതൊരു മെത്തേഡാണ്. സോ ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഇങ്ങനെ മോഡുലസും ആർഗ്യുമെൻറ്റും കണ്ടിട്ട് നമുക്ക് ജസ്റ്റ് ഡയറക്റ്റ് ഏത് ക്വാഡ്രൻ്റാണ് നോക്കുക, ക്വാഡ്രൻ്റ് വെച്ചിട്ട് ഈ തീറ്റ വെച്ച് കണ്ടെത്തി നമുക്ക് എഴുതാൻ പറ്റും. വേറെ ഒന്നുള്ളത്, സോ ഇത് ഞാൻ മായ്ക്കും, എന്നിട്ട് ഇതിന് അടുത്തത് പറയും. ഇത് നോക്കേണ്ടവരൊന്ന് ജസ്റ്റ് നോക്കിക്കോളും കേട്ടോ. അങ്ങനെ പോസ് ചെയ്ത് കാണാമല്ലോ അല്ലേ. ഞാൻ നെക്സ്റ്റിലേക്ക് പോട്ടെ. ഇത് സംഭവം എന്താ മനസ്സിലായില്ല. ആർ എന്ന് പറഞ്ഞാൽ മോഡ് സെറ്റാണ്, തീറ്റ എന്ന ആർഗ്യുമെൻ്റ് സെറ്റാണ്. അപ്പോൾ ഞാൻ മോഡ് സെറ്റ് കണ്ടു, പിന്നെ തീറ്റ കണ്ടു, ആർഗ്യുമെൻറ്റ് കണ്ടു, അത്രയും പരിപാടികൾ. അടുത്തത് വരുന്നത് നോക്കിക്കോളൂ. ഞാൻ ഇത് ഇവിടെ നിന്ന് ക്വാഡ്രൻറ്റും അതൊക്കെ റെഡിയാണ്, അതിലൊന്നും വ്യത്യാസമില്ല. ഇനി ഇവിടെ നമ്മൾ ഇതിനെങ്ങനെ കിട്ടും? സോ വിച്ച് ഇംപ്ലൈസ് എനിക്കിവിടെ ആർ കോസ് തീറ്റ അല്ലെ, ആർ കോസ് തീറ്റ എന്ന് പറയുന്നത് 1ഉം ആർ സൈൻ തീറ്റ എന്ന് പറയുന്നത് -√3 കിട്ടും. ഇത് ഞാൻ സ്ക്വയറിങ് ആൻഡ് ആഡിങ്. അപ്പോൾ എനിക്ക് കിട്ടുക r² cos square theta plus r² sin square theta is equal to 1² plus -√3² കിട്ടും. r² into cos square theta plus sin square theta is equal to 4 എന്ന് കിട്ടും. cos square theta plus sin square theta 1 ആണ്. സോ വിച്ച് ഇംപ്ലൈസ് r equal to 2 എന്ന് കിട്ടും. റെഡി അല്ലേ? therefore cos theta എന്ന് പറയുന്നത് 1/2 ആണ്. ആൻഡ് sin theta എന്ന് പറയുന്നത് എനിക്ക് എന്ത് കിട്ടും? -√3/2 കിട്ടും. കോസ് പോസിറ്റീവും സൈന് നെഗറ്റീവ് ആകുന്നുണ്ടെങ്കിൽ അത് 4th ക്വാഡ്രൻറ്റിലാണ്. കോസ് പോസിറ്റീവും സൈൻ നെഗറ്റീവ് ആകുന്നത് 4th ക്വാഡ്രൻറ്റിലാണ്. സോ വിച്ച് ഇംപ്ലൈസ് തീറ്റ എന്ന് പറയുന്നത് 4th ക്വാഡ്രൻറ്റിലായതിനെ കൊണ്ട് നമുക്ക് -π/3 എന്ന് എഴുതാം. -π/3 ഓർ 2π - π/3 അപ്പോൾ 5π/3 ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ വേണേൽ അങ്ങനെ എഴുതുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നോളൂ, അങ്ങനെ എഴുതുന്നവരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ therefore 1 - i√3 എന്ന് പറയുന്നത് എനിക്ക് എന്തൊരു 2 ഇൻറ്റു എന്താ കിട്ടുക? കോസ് ഓഫ് -π/3 പ്ലസ് i സൈൻ ഓഫ് -π/3 എന്ന് കിട്ടും. ചില ആൾക്കാർ ഇങ്ങനെ എഴുതാം, 2 ഇൻറ്റു കോസ് ഓഫ് 5π/3 പ്ലസ് i സൈൻ 5π/3 ഇങ്ങനെ എഴുതുന്നവരുണ്ട് കേട്ടോ. നമുക്ക് ഏത് എഴുതിയാലും കുഴപ്പമില്ല. സോ ഇത് നമ്മൾ സാധാ ഇതിൽ എഴുതുന്നതാണ്. അല്ലാതെ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, രണ്ട് രീതിയിലും എഴുതാം കേട്ടോ. Find the polar form of the complex number. 1 plus i/1 minus i. So 1 plus i/1 minus i. 1 minus i എന്ന് പറഞ്ഞാൽ i ആണ് കിട്ടുന്നത്. 0 plus i ഇങ്ങനെ കിട്ടും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന് നമ്മൾ r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് i സൈൻ തീറ്റ എന്ന് ചെയ്തു. സോ വിച്ച് ഇംപ്ലൈസ് r കോസ് തീറ്റ എന്ന് പറയുന്നത് 0യും r സൈൻ തീറ്റ എന്ന് പറയുന്നത് 1ഉം കിട്ടും. ശരിയല്ലേ? സോ സ്ക്വയറിങ് ആൻഡ് ആഡിങ്. അങ്ങനെയാകുമ്പോൾ r² cos square theta പ്ലസ് r² sin square theta is equal to 1 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ r² is equal to 1 which implies r is equal to 1 എന്ന് കിട്ടും. rൻ്റെ വാല്യൂ 1 ആയി. അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് 1 കിട്ടും, കോസ് തീറ്റ എന്ന് പറയുന്നത് 0 കിട്ടും. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് π/2 ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. therefore i എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 1 ഇൻറ്റു വേണ്ടല്ലോ, കോസ് π/2 പ്ലസ് i സൈൻ π/2 എന്ന് കിട്ടും. നിങ്ങൾ വേറൊരു കാര്യം ആലോചിച്ചോ, ഇത് ഇവിടെ i വരും, ഇവിടെ പ്യുവർലി റിയൽ ആണല്ലോ വരിക. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് 1 എഴുതി, ഇവിടെ അത് -1 എഴുതി, ഇവിടെ 1 എഴുതി. സോ ഇതിൻ്റെ ആർഗ്യുമെൻറ്റ് ഇതെന്ന് പറയുന്നത് π/2 ആണ്. ഇവിടെ എത്തുമ്പോൾ അത് π ആവും, ഇവിടെ എത്തുമ്പോൾ അത് -π/2 ആവും, ഇവിടെ അത് എന്തായിരിക്കും? 0 ആയിരിക്കും. അതൊക്കെ ആർഗ്യുമെൻറ്റ്. ആ ആംഗിളാണ് ഞാൻ പറഞ്ഞു കേട്ടോ, ആംഗിൾ. സോ ഇവിടെ π/2, ഇവിടെ എത്തും -1ൻ്റെ ആണെങ്കിൽ π ആയിരിക്കും ഉണ്ടാവുക, -i ആണെങ്കിൽ -π/2 ആയിരിക്കും, വെറും 1 ആണെങ്കിൽ അതിൻ്റെ ആർഗ്യുമെൻറ്റ് 0 ആയിരിക്കും കേട്ടോ. ആംഗിൾ ഉണ്ടാക്കുന്നത് ആ പോസിറ്റീവ് എന്താണ് ഡയറക്ഷനിൽ എക്സിൻ്റെ പോസിറ്റീവ് ഡയറക്ഷൻ ഉണ്ടാക്കുന്ന ആംഗിൾ 0 ആയിരിക്കും. The modulus of a complex number set is 2 and argument of set is 4π/3. Then write the complex number in a plus ib form. കണ്ടില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞത് അതേപോലെ വന്നിട്ടുണ്ട്. സോ ഇവിടെ മോഡ് സെറ്റ് എന്ന് പറയുന്നതാണ് r. അതാണ് എത്ര നമുക്ക് തന്നത്? 2. ആൻഡ് ആർഗ്യുമെൻ്റ് ഓഫ് സെറ്റ് എന്ന് പറയുന്നതാണ് തീറ്റ. അത് എത്ര നമുക്ക് തന്നത്? 4π/3. 4π/3 എനിക്ക് വേണമെങ്കിൽ π -π/3. ഇപ്പോൾ 5 + π/3 അല്ലേ, 3π + 5 4π/3 എന്ന് എഴുതാം. ശരിയല്ലേ? π + π/3 എന്ന് എഴുതാൻ പറ്റും.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എഴുതാൻ പറ്റുന്നത് എങ്ങനെയാണ്? സോ therefore z is equal to r into cos theta plus I sin theta എന്ന് പറയുന്നത് ഈക്വൽ ടു 2 into cos of pi plus pi by 3 plus I sin of pi plus pi by 3 എന്ന് വരും. ശരിയല്ലേ? cos pi plus pi by 3 എന്നാൽ മൈനസ് കോസ് തീറ്റ ആണ്. സോ 2 into minus cos pi by 3 minus I sin pi by 3 sin pi plus തീറ്റയും മൈനസ് സൈൻ തീറ്റയാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് കിട്ടുക മൈനസ് പുറത്തെടുത്താൽ ഞാൻ അങ്ങോട്ട് എഴുതാണ്. സോ ഇറ്റ് ഈസ് മൈനസ് 2 ഇൻറ്റു കോസ് പൈ ബൈ 3 കോസ് പൈ ബൈ 3 എന്നാൽ 1/2 പ്ലസ് I ഇൻറ്റു സൈൻ പൈ ബൈ 3 എന്നാൽ √3/2 2 കോമൺ എടുത്ത് കട്ട് ചെയ്യാം. സോ ഇറ്റ് ഈസ് -1 മൈനസ് I √3. ഇതാണ് A പ്ലസ് I B ഫോം. -1 മൈനസ് I √3. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. കൺസിഡർ ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² plus x plus 1 equal to 0. Solve the quadratic equation. Write the polar form of the roots. If two roots of the given quadratic equation alpha and beta, show that alpha square is equal to beta. So A എന്ന് പറയുന്നത് പിന്നെ സോൾവ് ചെയ്യാണ്. സോ ഇവിടെ നമുക്ക് x² plus x plus 1 അല്ലേ ഈക്വൽ ടു 0 ആണ്. Therefore x is equal to -b -1 plus or minus root of 1 square minus 4 into 1 into 1 divided by 2 into 1. So that is equal to -1 plus or minus root of -3/2. So it is -1 plus I √3/2 or and -1 minus I √3/2, since root of -3 is equal to I √3. കാരണം എന്താ? കാരണം root of -1 is equal to I. ഓക്കെ, ഇതാണ് രണ്ട് റൂട്ട്സ്. അതായത് പോളാർ ഫോം ഓഫ് ദിസ് റൂട്ട്സ്. ഇതിൽ നിങ്ങൾ ആലോചിക്കണം, ഇത് സെഡ് ആണെങ്കിൽ ഇതിന് ഞാൻ സെഡ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇതെന്താണ്? സെഡ് കോൺജുഗേറ്റ് ആണ്. ആർഗ്യുമെൻ്റ് ഓഫ് സെഡ് തീറ്റയാണെങ്കിൽ ആർഗ്യുമെൻ്റ് ഓഫ് സെഡ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത് മൈനസ് തീറ്റ ആയിരിക്കും കേട്ടോ. ഇത് ഓർമ്മിച്ച് നോക്കണം. ആർഗ്യുമെൻ്റ് ഓഫ് സെഡ് തീറ്റയാണെങ്കിൽ ആർഗ്യുമെൻ്റ് ഓഫ് സെഡ് കോൺജുഗേറ്റ് മൈനസ് തീറ്റ ആയിരിക്കും. പോളാർ ഫോം എഴുതണം. അപ്പോൾ ഞാനിവിടെ ആദ്യം ആർഗ്യുമെൻ്റ് ഓഫ് സെഡ് എന്നാണല്ലോ നമ്മൾ തീറ്റ എന്ന് പറയുന്നത്. ആ തീറ്റ കാണും. തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഏതെങ്കിലും ഒന്നിൻ്റെ സെഡിൻ്റെ അല്ല ഞാൻ കാണുന്നത് സെഡ് √3/2 1/2 √3/2 -1/2. സോ ഇറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് -√3. ഇനി ഈ സെഡ് ലൈസ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ്. സെഡ് ലൈ ചെയ്യുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അപ്പോൾ സെഡ് കോൺജുഗേറ്റ് ഉണ്ടാവുക തേർഡ് ക്വാഡ്രന്റിലായിരിക്കും. ഓക്കെ, സെഡ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ സെഡ് കോൺജുഗേറ്റ് ഉണ്ടാവുക ഫോർത്ത് ക്വാഡ്രന്റിലായിരിക്കും കേട്ടോ. അങ്ങനെയാകുമ്പോൾ ടാൻ √3 ആവുന്നത് നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. അതേ സംഭവം തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് π/3 തന്നെയാണ് അല്ലേ. സോ സെക്കൻഡ് ക്വാഡ്രന്റിൽ അതിനെ കൊണ്ട് ദർഫോർ തീറ്റ ഈസ് ഈക്വൽ ടു π minus π/3 എന്ന് പറഞ്ഞാൽ എത്ര വരും? 2π/3 വരും. സിൻസ് ഞാൻ കാരണം പറയാം, സിൻസ് സെഡ് ഈസ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ്. തീറ്റ കിട്ടിക്കഴിഞ്ഞു. ഇനി മോഡ് സെഡ് അതിനാണ് നമ്മൾ R എന്ന് വിളിക്കുക. അത് എത്രയാണ് വരിക നോക്കുക. അത് √1/2 സ്ക്വയർ പ്ലസ് 3/2 ദാറ്റ്സ് ഈക്വൽ ടു 1 വരും. അങ്ങനെയാണെങ്കിൽ -1/2 പ്ലസ് I √3/2 എന്ന് പറയുന്നത് പോളാർ ഫോം വരിക 1 ഇൻറ്റു എന്ത് വരും? കോസ് 2π/3 പ്ലസ് I sin 2π/3 വരും. ഇതാണ് പോളാർ ഫോം വരും. ഓക്കെ, ഇനി -1/2 മൈനസ് I √3/2 കോൺജുഗേറ്റ് അല്ലേ. അപ്പോൾ തീറ്റ -2π/3. അപ്പം എന്ത് വരിക? കോസ് ഓഫ് -2π/3 പ്ലസ് I സൈൻ ഓഫ് -2π/3 എന്ന് വരും. ഓക്കെ, ഇതാണ് സെഡിൻ്റെയും സെഡ് കോൺജുഗേറ്റിൻ്റെയും പോളാർ ഫോമുകൾ വരുന്നത്. ഓക്കെ, ഇപ്പം 4. ഇനി നമുക്കിതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അല്ലേ. എന്താണ്? ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇപ്പോൾ നമ്മളിതിന് ആൽഫയും ബീറ്റയും എടുക്കുകയാണെങ്കിൽ
ആൽഫ എന്ന് പറയുന്നതാണ് -1/2 പ്ലസ് i√3/2 ആൻഡ് ബീറ്റ എന്ന് പറയുന്നത് -1/2 മൈനസ് i√3/2 എന്നാണെങ്കിൽ ആൽഫ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1/2 പ്ലസ് i√3/2 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 1/2 സ്ക്വയർ പ്ലസ് അല്ലെങ്കിൽ പ്ലസ് 2 ഇൻറ്റു -1/2 ഇൻറ്റു i√3/2 പ്ലസ് i√3/2 സ്ക്വയർ. സോ ദാറ്റ്സ് ഈക്വൽ ടു 1/4 പ്ലസ് 2 കട്ടോ അപ്പോൾ മൈനസ് വരും അല്ലേ, മൈനസ് i√3/2 i square is -1 so മൈനസ് വരും -3/4 since I square is equal to -1 so it is -2/4 minus i√3/2 so it is -1/2 minus i√3/2 എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു ബീറ്റ. നമ്മൾ പ്രൂവ് ചെയ്തു. നിങ്ങൾ ആലോചിക്കണം, ഒരു നമ്പറിൻ്റെ സ്ക്വയർ വേറെ നമ്പർ വരുന്നു അല്ലേ, അതായത് ഇനിയിപ്പം തിരിച്ച് ചെയ്താൽ ഇത് തന്നെ കിട്ടും കേട്ടോ. അതായത് നിങ്ങൾക്ക് ഓൾസോ ഇതും ഇങ്ങനെയും പറയട്ടെ, ബീറ്റ സ്ക്വയർ എന്ന് പറയുന്നത് ആൽഫയായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്വയറാണ്. അങ്ങനത്തെ വേറെ ഏത് നമ്പർ ഉണ്ടോ നിങ്ങൾ ആലോചിച്ചോളൂ കേട്ടോ. സോ എത്രയേ 4ാമത്തെ ക്വസ്റ്റ്യൻ ഉള്ളൂ. 5ാമത്തെ ക്വസ്റ്റ്യൻ. 5ൽ ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ 3 + 4i കാണണം, പിന്നെ i⁻18 എന്താണെന്നുള്ളത് കാണണം, പിന്നെ സോൾവ് ചെയ്യണം. ഈ 5ാമത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യണം. സോ 3 + 4iൻ്റെ മൾട്ടിപ്ലി, അപ്പോൾ z is equal to 3 + 4i ആണ്. അതിനാണെങ്കിൽ z ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/z ആണ്, അത് z കോൺജുഗേറ്റ് ഡിവൈഡഡ് ബൈ മോഡ് z സ്ക്വയർ ആണ്. സോ ഇറ്റ് ഈസ് 3 + 4iൻ്റെ കോൺജുഗേറ്റ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 3² + 4² ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 3 - 4i ഡിവൈഡഡ് ബൈ 9, 16, 25, 5. സോ ഇറ്റ് ഈസ് 3/5 മൈനസ് 4/5i. ഇതാണ് ആൻസർ വരിക. 3/5 മൈനസ് 4/5i എന്ന് വരും. ഓക്കെ, ഇനി അതിൽ നെക്സ്റ്റ് i⁻18 ആണ്. i⁻18 എന്ന് പറഞ്ഞാൽ നമുക്ക് 4ൻ്റെ മൾട്ടിപ്പിൾ വെച്ചിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ i⁻18 എനിക്ക് ഇങ്ങനെ എഴുതാം, i⁻16 + 2 16 ആണ് 4ൻ്റെ മൾട്ടിപ്പിൾ. അപ്പം i⁻4 × 4 + 2 എന്ന് പറഞ്ഞാൽ അതെനിക്ക് i⁻16 1, അപ്പോൾ i⁻4n + 2 പോലെ എന്ന് പറഞ്ഞാൽ അത് i² പോലെ, ഇറ്റ് ഈസ് -1. സി ആണ് ആൻസർ, സി. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്യണം. √3x² + x + √3 ഇത് സിമ്പിൾ, നമ്മൾ സാധാ പോലെ x is equal to -b -1 +or minus root of b square 1² minus 4 into √3 into √3 divided by 2a, but 2√3. So it is -1 +or minus root of 1 minus 12 divided by 2√3 എന്ന് പറഞ്ഞാൽ അത് വരിക -1 +or minus root -11 divided by 2√3. So it is -1 +or minus i√11 by 2√3. അപ്പം നമുക്കറിയാം therefore എന്താ വരിക, x is equal to -1 plus i√11 by 2√3 and -1 minus i√11 divided by 2√3 അങ്ങനെ വരും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൺസിഡർ ദ കോംപ്ലക്സ് നമ്പർ z is equal to 2 + i divided by 1 + i into 1 minus 2i express z in a + ib ഫോം. a + ib ഫോമിലേക്ക് എഴുതിയാൽ മതി, അത്രയല്ലേ ഉള്ളൂ. സോ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ എല്ലാം കൂടി വരുന്നുണ്ട്. സോ ഞാൻ ചോദിക്കുന്നത് 2 + 3i + 5 + 4i നിങ്ങൾക്ക് ചെയ്യാനറിയാം. 2 + 5 രണ്ട് 7 + 7i ഇത് അറിയാമല്ലോ അല്ലേ, ഞാൻ ജസ്റ്റ് ചോദിച്ചു വന്നോളൂ കേട്ടോ. സോ ഞാൻ ഇവിടെ z is equal to 2 + i divided by 1 + i into 1 minus 2i ഇങ്ങനെയാണുള്ളത്. സോ ഇറ്റ് ഈസ് 2 + i divided by അത് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യും 1 minus 2i plus i minus 2i². So it is 2 + i divided by 1 minus i, 2i² is -1 plus 2. So it is 2 + i divided by 3 minus i, കാരണം സിൻസ് i² is equal to -1. റെഡി അല്ലേ? ഇനി നമ്മൾ
ഇതിനെ വേണം ചെയ്യണം. ദാറ്റ്സ് ഈക്വൽ ടു 2 + i ഡിവൈഡഡ് ബൈ 3 - i ഇൻറ്റു കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ. സോ 3 + i ബൈ 3 + i. സോ ദാറ്റ്സ് ഈക്വൽ ടു എത്രയോടെ വരിക 6 + 2i + 3i + i സ്ക്വയർ ഡിവൈഡഡ് ബൈ 3² മൈനസ് എന്താണ് i സ്ക്വയർ. അല്ലെങ്കിൽ നമുക്ക് 3² + 1² എന്നൊക്കെ എഴുതാം. കാരണം സെഡ് ഇൻറ്റു സെഡ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ മോഡ് സെഡ് സ്ക്വയർ ആണ്. അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട് കേട്ടോ. ഇത് ഓർമ്മിച്ച് വെക്കണം. സെഡ് ഇൻറ്റു സെഡ് കോൺജുഗേറ്റ് മോഡ് സെഡ് സ്ക്വയർ. ദെർഫോർ മോഡ് സെഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് സെഡ് ഇൻറ്റു സെഡ് കോൺജുഗേറ്റ് ആണ്. ഓർമ്മിച്ച് വെച്ചോളൂ. ഓക്കെ. സോ ഇറ്റ് ഈസ് 6 + 5i - 1 ഡിവൈഡഡ് ബൈ 9 + 1. കാരണം സിൻസ് i square is equal to -1. So it is 5 + 5i by 10 എന്ന് പറഞ്ഞാൽ എനിക്കിതിനാ 1/2 + 1/2i എന്ന് എഴുതാം. ശരിയല്ലേ? 1/2 + 1/2. ഇത്രയാണ് ഞാൻ ഈ കോംപ്ലക്സ് നമ്പർ എന്ന ചാപ്റ്ററിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇതുവരെ കേട്ടുനിന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ താങ്ക് യു, നന്ദി രേഖപ്പെടുത്തുന്നു. സോ ഈ എല്ലാ ചാപ്റ്റേഴ്സും നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് നമ്മളെല്ലാ പോർഷൻസിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. റേസ് എൻട്രൻസ് കോച്ചിങ് സെന്ററിന്റെ എൻട്രൻസോട് കൂടിയുള്ള ട്യൂഷൻ ബാച്ചുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. മികച്ച അധ്യാപകർ, ദേശീയ നിലവാരം